Hello my dear students, how are you? I hope you are all doing well, are you? Yes, are you all ready to learn English as part of your USS examination? Yes, are you all happy now? Yes, shall we start? Shall we start? Yes, before that, I want to tell something about the pre-foundation course. Pre-foundation course നെ പറ്റി കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ സിബ്ലിങ്സ് യങ്ങർ സിബ്ലിങ്സിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കായിട്ട് ബ്രില്യൻ്റ് ഒരുക്കുന്ന നല്ല പ്രീ ഫൗണ്ടേഷൻ കോഴ്സാണുള്ളത്. നല്ല സ്ട്രോങ് ഫൗണ്ടേഷൻ കിട്ടി നമുക്കെന്താ നമ്മുടെ ആഗ്രഹം പോലെ ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ ആവണ്ടേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ താഴെ കാണുന്ന ലിങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. അതേപോലെ തന്നെ ഫോൺ നമ്പർ ഉണ്ട്, നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. പ്രീ ഫൗണ്ടേഷൻ കോഴ്സിനെ പറ്റി നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് 3 ദിവസമായിട്ടാണ്, മാസത്തിലെ 3 തവണയായിട്ടാണ് നമുക്ക് ഇത് നടത്തുന്നത്. ഉടനെ നടത്തും. ഓക്കെ, ഉടനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരു കോഴ്സാണ്. അപ്പോൾ എല്ലാവരും അതിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക. ഓക്കെ, ഈ വിവരം എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ റെഡി അല്ലേ? അപ്പോൾ ഇന്ന് മിസ് എടുക്കാൻ പോകുന്നത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിൻ്റെ ഇന്ന് പഠിപ്പിക്കുന്ന ടോപ്പിക്കും അതുപോലെ ഇന്നലെ നിങ്ങൾ കഴിഞ്ഞ ആ ടോപ്പിക്കും ആയിരിക്കും അടുത്ത സാറ്റർഡേ നിങ്ങൾക്ക് എക്സാം ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഇന്ന് എടുക്കുന്നതും അതേപോലെ തന്നെ ഇന്നലെ എടുത്തതുമായിട്ടുള്ള ടോപ്പിക്കുകൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. എക്സാമൊക്കെ നന്നായിട്ട് എഴുതുക. നമുക്ക് USS വേണ്ടേ, സ്കോളർഷിപ്പൊക്കെ കിട്ടണ്ടേ? യെസ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ആക്റ്റീവായിട്ട് നമ്മൾ ക്ലാസ്സൊക്കെ നന്നായിട്ട് കേട്ട് മനസ്സിലാക്കുക കേട്ടോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യണ്ടേ? യെസ്, നാളെ LSSനാണ് നാളെ ക്ലാസ് ഉണ്ടായിരിക്കുന്നത്. അപ്പം നമ്മുടെ ഇനി അടുത്ത ടോപ്പിക്കുമായിട്ട് USS ക്ലാസ് നെക്സ്റ്റ് തേഴ്സ്ഡേ ആൻഡ് ഫ്രൈഡേ ആയിരിക്കും. എല്ലാവരും ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് പഠിക്കാം. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് അല്ലേ, എന്താണ്, റീഡ് ദി പാസേജസ് ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ അല്ലേ. കോമൺ ആയിട്ട് കാണുന്ന ക്വസ്റ്റ്യൻസ് ആണ്, വളരെ സിമ്പിൾ അല്ലേ. ഒരു പാസേജ് കിട്ടും അല്ലെങ്കിൽ ഒരു പോം കിട്ടും. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, ആൻസർ ചെയ്യുക. വളരെ ഈസി അല്ലേ അത്? യെസ്. അപ്പോൾ എന്താ, നമുക്ക് ഇന്ന് പഠിക്കാനുള്ള ടോപ്പിക് ചെറിയ ഗ്രാമറൊക്കെ മിസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗ്രാമർ പേടിയുണ്ടോ? ഇഷ്ടമാണോ? ഗ്രാമർ ഇഷ്ടമാണോ നിങ്ങൾക്ക്? അപ്പം നമ്മൾ ഗ്രാമറിൽ ഏതൊക്കെ പോർഷൻസാണ് ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്? ക്വസ്റ്റ്യൻ ടാഗ് കേട്ടിട്ടുണ്ടോ? ക്വസ്റ്റ്യൻ ടാഗ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെറുതായിട്ട് ക്വസ്റ്റ്യൻ ടാഗിനെ പറ്റിയൊക്കെ പഠിക്കും. അതുപോലെ സിനോണിംസ് വൊക്കാബുലറി നമ്മൾ ഇൻക്രീസ് ചെയ്യണ്ടേ അല്ലേ, നമ്മുടെ വൊക്കാബുലറി സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കണ്ടേ. അപ്പോൾ എന്ത് ചെയ്യുക, സിനോണിംസ്, ആൻറ്റോണിംസ് അതൊക്കെ കേട്ടിട്ടുണ്ടോ? എന്താ സിനോണിംസ് ഒന്ന് പറഞ്ഞേ, എന്താണ് അറിയോ? സിനോണിംസ് സിമിലർ മീനിങ് അല്ലേ. സിമിലർ മീനിങ്ങൾ, ഒരു വേർഡിൻ്റെ സിമിലർ മീനിങ് ഉള്ള മറ്റ് വേർഡ്സുകൾ ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ. അപ്പോൾ അതാണ് സിനോണിം. അപ്പോൾ എന്തായിരിക്കും ആൻറ്റോണിംസ്? എന്തായിരിക്കും? ആൻറ്റോണിംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലേ. ആൻറ്റോണിംസ് എന്ന് പറഞ്ഞാൽ ഒരു വേർഡിൻ്റെ ഓപ്പോസിറ്റ്. അത് നമ്മൾ അതൊക്കെ പിക്ക് ചെയ്ത് എടുക്കേണ്ടി വരും. അപ്പോൾ ഒരു പാസേജ് തന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറയും, സിനോണിംസ്, പിക്ക് ഔട്ട് ദി കറക്റ്റ് സിനോണിം അല്ലെങ്കിൽ പിക്ക് ഔട്ട് ദി കറക്റ്റ് ആൻറ്റോണിം എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യണ്ടേ? യെസ്. അപ്പോൾ എല്ലാവരും നല്ല പവറായിട്ടിരിക്കുക അല്ലേ, നമ്മൾ പഠിക്കാം. ദെൻ ഇഫ് ക്ലോസ് എന്ന് കേട്ടിട്ടുണ്ടോ? ഇഫ് ക്ലോസ് ഒന്നുമില്ല, വളരെ 3 കണ്ടീഷൻസ് മാത്രമേ പറയാനുള്ളൂ. വളരെ സിമ്പിളായിട്ട് ആ ഒരു 3 റൂള് പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇഫ് ക്ലോസ് എന്നുള്ള ഏത് പാർട്ട്, എന്താണ് ഇഫ് ക്ലോസ് എന്നൊക്കെ അറിയാത്തവരുണ്ടോ? അതൊക്കെ നമ്മൾ വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ ഈ ക്ലാസ്സിൽ പഠിപ്പിച്ചു തരും. പിന്നെ നമ്മൾ പോയറ്റിക് ഡിവൈസസ് കേട്ടിട്ടുണ്ടോ? പോയറ്റിക് ഡിവൈസ് ഒരു പോം തന്നിട്ടുണ്ട്, അതും കൂടെ മിസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ പോയറ്റിക് ഡിവൈസസ് അല്ലെങ്കിൽ എന്താണ് ഈ ലിറ്റററി ഡിവൈസസ് എന്നൊക്കെ പറയുന്നത്? എന്തിനാണ് പോംസിലൊക്കെ ലിറ്റററി ഡിവൈസസ് അല്ലെങ്കിൽ പോയറ്റിക് ഡിവൈസ് ഒക്കെ ആഡ് ചെയ്യുന്നത്? പറഞ്ഞേ, എന്തിനാ ആഡ് ചെയ്യുന്നത്? യെസ്, ആ പോം അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് മനോഹരമാക്കാൻ, ബ്യൂട്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പോയറ്റിക് ഡിവൈസ് അല്ലെങ്കിൽ ലിറ്റററി ഡിവൈസസ് ഒക്കെ ഒരു പോമിൽ യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതാണ് പോയറ്റിക് ഡിവൈസസ്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയാമോ പോയറ്റിക് ഡിവൈസിന്? ലിറ്റററി ഡിവൈസ് 1 2 എക്സാമ്പിൾസ് ഒന്ന് പറഞ്ഞേ, ഏതൊക്കെയാണെന്ന് അറിയാമോ? പറഞ്ഞേ. യെസ്, സിമിലി ഉണ്ട്, മെറ്റഫർ ഉണ്ട്, പേഴ്സോണിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഒരു പോം കൂടുതൽ മനോഹരമായി വായിക്കുമ്പം നല്ല റിതമായിട്ടൊക്കെ വായിക്കാൻ പറ്റണം അല്ലേ ഒരു പോം നമ്മൾ വായിക്കുമ്പം അല്ലേ. അതിനെന്താണ്, റൈമിങ് വേർഡ്സ് ഉണ്ട്, അലിട്രേഷൻ ഉണ്ട്, അസൊണൻസ് ഉണ്ട്, സൗണ്ടിൻ്റെ ഒരു ഭംഗി നമുക്ക് വായിക്കുമ്പോൾ കിട്ടണം. അതിനുവേണ്ടി അങ്ങനെയുള്ള കുറച്ച് പോയറ്റിക് ഡിവൈസസ്, ലിറ്റററി ഡിവൈസസ് ഒക്കെ പോയത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യും, ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പം നമ്മൾ ആദ്യം ഒരു പാസേജിലേക്ക് പോയാലോ? ഈ പാസേജ് കണ്ടിട്ട് എന്തെങ്കിലും ഒരു പരിചയം ഉണ്ടോ നോക്കിക്കേ. ഏതെങ്കിലും ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധമുണ്ടോ? ഉണ്ടോ? എ റോബോട്ട് വിത്ത് എ വൈറസ് അല്ലേ, നിങ്ങൾ ഓൾറെഡി പഠിച്ച സ്റ്റോറിയാണ്. അപ്പോൾ അതിനകത്തുനിന്ന് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ആദ്യം നോക്കാം അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ടൈം തരും, നിങ്ങൾക്ക് ആൻസർ ചെയ്യാനുള്ള ടൈമുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ആൻസർ ചെയ്ത് നോക്കുക. ആദ്യം ഈ ഒരു പാസേജ് വായിച്ചു തരട്ടെ.
എന്നിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങളത് ആൻസർ കിട്ടുന്നോന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ. It was a sunny morning. The vibrant golden sunlight danced across the streets. It cast warm hues upon the housetops. The air was crisp and refreshing. The sunbeams peeped into Ricky's room through the skylight. He was still in bed. He was a young boy of 11. Ricky lived in a lovely, futuristic house which had everything you can ever want. But he was slovenly in his habits. He just threw his belongings all over the place. അപ്പോൾ എങ്ങനെയുള്ള ക്യാരക്ടറാണ് റിക്കി എന്നൊക്കെ നമുക്കറിയാം. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണോ എല്ലാ കാര്യങ്ങളും കൊണ്ട് കിടക്കുന്നത്? എങ്ങനെയുള്ള ആളാ? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്. പിന്നെ ഇവിടെയും നമ്മൾ കുറേ ലിറ്റററി ഡിവൈസ് പോയത്തിൽ മാത്രമല്ല ഈ സ്റ്റോറിയിലും യൂസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലായി. നോക്കിക്കേ, ദി വൈബ്രൻറ്റ് ഗോൾഡൻ സൺലൈറ്റ് ഡാൻസ്ഡ് എന്നൊക്കെയാണ് പറയുന്നത്. സൺലൈറ്റ് ഡാൻസ് ചെയ്യും. അങ്ങനെ ഡാൻസ് ചെയ്യുന്നത് സൺലൈറ്റ്. അപ്പോൾ ഇവിടെയും ഏതൊക്കെയോ ഡിവൈസ്, ലിറ്റററി ഡിവൈസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്നൊക്കെ നമുക്ക് നോക്കാം അല്ലേ. ഇപ്പം നിങ്ങൾ ഈ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ വേഗം കമൻറ്റ് ഇട്ടേ. ദി വേർഡ് സ്ലോവൻലി ഇൻ ദി പാസേജ് മീൻസ് എന്താ അറിയാവുന്ന വേഗം കമൻറ്റ് ഇട്ടേ. ഓപ്ഷൻസ് ഒക്കെ ഇതാ കിടക്കുന്നത്. എ നീറ്റ് ആൻഡ് ടൈഡി, ബി കെയർലെസ് ആൻഡ് അൺടൈഡി, സി ചിയർഫുൾ ആൻഡ് ലൈവ്ലി, ആൻഡ് ഡി പൊളൈറ്റ് ആൻഡ് വെൽ ബിഹേവ്ഡ്. അപ്പോൾ ഇതിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണെന്ന് വേഗം കമൻറ്റ് ചെയ്തേ. എ ബി സി ഡി അങ്ങനെ ഇട്ടാൽ പോരെ? വേഗം. യെസ്, എന്താണ് കെയർലെസ്? ബി എത്ര പേരായിട്ടെ? യെസ്, കറക്റ്റാണ്. ബി ആണ് ആൻസർ അല്ലേ. എന്താണ് കെയർലെസ് ആൻഡ് അൺടൈഡി. യെസ്, കറക്റ്റ് ആൻസർ ആണ്. എല്ലാവർക്കും ഇപ്പോൾ അറിയാം. അപ്പോൾ ഈ വേർഡിൻ്റെ മീനിങ് അറിയാലോ. സ്ലോവൻലി എന്ന് പറയുന്ന അതേ മീനിങ് വരുന്ന കെയർലെസ് ആൻഡ് അൺടൈഡി. വെരി ഗുഡ്. ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് ബി. യെസ്, കറക്റ്റ് ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ എന്താ പറയുക? സിനോണിം. ഓക്കെ, സിനോണിം. സെയിം മീനിങ് അല്ലേ വരുന്നേ? സ്ലോവൻലിയുടെ അതേ മീനിങ് ആണ് യെസ് കെയർലെസ് ആൻഡ് അൺടൈഡി. അതിൻ്റെ അതേ സെയിം മീനിങ് തന്നെയല്ലേ സ്ലോവൻലി. സോ അതിന് നമുക്ക് എന്ത് പറയാം? സിനോണിം എന്ന് പറയാം. യെസ്, നോക്കിക്കേ. വാട്ട് ആർ സിനോണിംസ്? ഇപ്പം നമുക്ക് കാര്യം മനസ്സിലായി എന്താണ്. യെസ്, വാട്ട് ആർ സിനോണിംസ്? സിനോണിംസ് ആർ വേർഡ്സ് ദാറ്റ് ഹാവ് ദി സെയിം ഓർ നിയർലി ദി സെയിം മീനിങ് ആസ് അനദർ വേർഡ്. മറ്റൊരു വേർഡിൻ്റെ അതേ മീനിങ് വരുന്ന കാര്യമാണ് എന്ത്? സിനോണിംസ്. ദേ ഹെൽപ്പ് മേക്ക് അവർ റൈറ്റിംഗ് റിച്ചർ ആൻഡ് മോർ ഇൻട്രസ്റ്റിംഗ് ബൈ അവോയ്ഡിങ് റെപ്പിറ്റീഷൻ അല്ലേ. നമുക്കിപ്പോൾ ഒരു ഹാപ്പി, നമ്മളൊരു എന്തെങ്കിലും ഒരു ഡിസ്ക്രിപ്ഷനെ പറ്റിയൊക്കെ എഴുതുമ്പോൾ ഹാപ്പി എന്ന് പറയുന്ന വേർഡ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പിന്നെയും ഹാപ്പി എഴുതി കഴിഞ്ഞാൽ ഒരു രസമുണ്ടോ? ഹാപ്പിക്ക് പകരം ജോയിന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേർഡ്സ് നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യണം അല്ലേ. ഒന്ന് പറഞ്ഞിരിക്കണം അല്ലേ. സിനോണിംസ് അതിന് വേണ്ടിയിട്ടാണ്. എന്തിനാണ് സിനോണിംസ് യൂസ് ചെയ്യുന്നത്? ആ ഒരു റെപ്പിറ്റീഷൻ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിനോണിംസ് യൂസ് ചെയ്യുന്നത്. ദി വേർഡ്സ് ഹാപ്പി, ജോയ്ഫുൾ എന്നൊക്കെ നമുക്ക് പറഞ്ഞൂടെ ഹാപ്പിക്ക് അല്ലേ. യെസ്, ജോയ്ഫുൾ ആ സിനോണിം ബിക്കോസ് ദേ മീൻ ഓൾമോസ്റ്റ് സെയിം തിങ്. ഹാപ്പിയും ജോയ്ഫുളും സെയിം ആണ്. അപ്പോൾ ഹാപ്പി തന്നെ റിപ്പീറ്റ് ചെയ്യേണ്ട, അത് വേറെ നിങ്ങൾക്ക് അറിയാവുന്ന ഹാപ്പിയുടെ മറ്റ് വേർഡ്സുകൾ യൂസ് ചെയ്യാം റെപ്പിറ്റീഷൻ ഒഴിവാക്കാൻ വേണ്ടി. ഓക്കെ, അതാണ് സിനോണിംസ്. ഇനി ക്ലോത്ത്സ് എന്ന് പറയുന്നതിന് നമുക്ക് വേറൊരു വേർഡ് എന്താണ്? ഗാർമെൻറ്റ്സ്. രണ്ടും സിമിലർ ആണ്. മീനിങ് എന്താണ്? സിമിലർ ആണ്. സോ അതും എന്താണ്? സിനോണിംസ്. ദി റോബോട്ട് പിക്ക്ഡ് അപ്പ് റിക്കീസ് ഗാർമെന്റ്സ് ഫ്രം ദി ഫ്ലോർ. അപ്പോൾ ഇവിടെ ഗാർമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? യെസ്, ക്ലോത്ത്സ് തന്നെയാണ്. ദെൻ ദി റോബോട്ട് പിക്ക്ഡ് അപ്പ് റിക്കീസ് ഗാർമെന്റ്സ് ഫ്രം ദി ഫ്ലോർ. ദാറ്റ്സ് എക്സാമ്പിൾ ഫോർ യെസ് ദി സിനോണിംസ് ക്ലോത്ത്സ് ആൻഡ് ഗാർമെന്റ്സ്. ഓക്കെ, അത് രണ്ടും സെയിം മീനിങ് ആണ്. ഇനി ക്ലീനിങ്ങിന് നമുക്ക് വേറൊരു വേർഡ് എന്ത് യൂസ് ചെയ്യാം? സിനോണിം ടൈഡിങ് അല്ലേ. ടൈഡിങ്. ദി ബട്ട്ലർ റോബോട്ട് സ്റ്റാർട്ടഡ് ടൈഡിങ് ദി ഹൗസ് അല്ലേ. അതെന്താണ്? വൃത്തിയാക്കുക. ക്ലീൻ ചെയ്യുന്നതിന് പകരം കണ്ടോ നല്ലൊരു വേർഡ് കിട്ടിയില്ലേ. അപ്പോൾ എപ്പോഴും ക്ലീൻ എന്ന് പറഞ്ഞ് ഇരിക്കണോ? യെസ്, വേണ്ട. ക്ലീൻ എന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കേണ്ട എന്താ? ടൈഡിങ് എന്ന് നമുക്ക് പറയാം. ഡിസാസ്ട്രസ്. എന്താണ് ഡിസാസ്ട്രസ് എന്ന് വെച്ചാൽ മെസ്സി അല്ലെ ടെറിബിൾ എന്നൊക്കെയാണ് മീനിങ്. ഡിസാസ്ട്രസ്. വളരെ അലങ്കോലമായിട്ട് നമ്മുടെ റൂം അങ്ങനെയാണോ കിടക്കുന്നത്? അത് നല്ല ടൈഡി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണോ നിങ്ങളുടെ റൂം? യെസ്. അപ്പം മെസ്സി ആണെങ്കിൽ എന്താണ് അതിൻ്റെ മീനിങ്? ഡിസാസ്ട്രസ്. മെസ്സി എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ക്ലീൻ അല്ല, തീരെ ക്ലീൻ അല്ല അല്ലേ. റിക്കിയുടെ റൂം എങ്ങനെയായിരുന്നു? വാസ് മെസ്സി ആസ് യൂഷ്വൽ. ഇപ്പോഴും അവൻ അങ്ങനെയാണ് കൊണ്ട് കിടക്കാറല്ലേ റൂം. അതുകൊണ്ട് ടൈഡി ഒന്നും അല്ല, മെസ്സി. അപ്പം കണ്ടോ, ഡിസാസ്ട്രസ് നല്ലൊരു വേർഡല്ലേ. ഡിസാസ്ട്രസ്. മെസ്സി ആയിട്ട് കിടക്കുന്നത് നമുക്ക് എന്ത് പറയാം? ഡിസാസ്ട്രസ് അല്ലെ ടെറിബിൾ എന്നൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ദെൻ നീറ്റിന് എങ്ങനെയാ? ഓർഡർലി, വെൽ അറേഞ്ച്ഡ്. കണ്ടോ, സിനോണിംസ് ആണ് ഇതൊക്കെ. നീറ്റിന് പകരം എന്തൊക്കെ യൂസ് ചെയ്യാം? ഓർഡർലി, നല്ല ഓർഡർ ആയിട്ട് എല്ലാം വെച്ചേക്കുക അല്ലേ. അപ്പോൾ എന്താ? നീറ്റിന് ഓർഡർലി അല്ലെങ്കിൽ വെൽ അറേഞ്ച്ഡ്. എങ്ങനെ പറയാം? നല്ലതായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ എന്താ? വെൽ അറേഞ്ച്ഡ്. ഇതൊക്കെ എന്താണ്? നീറ്റിൻ്റെ സിനോണിംസ് ആണ്. ക്ലിയർ ആണോ? ഹിസ് റൂം ലുക്ക് നീറ്റ് ആൻഡ് ഓർഡർലി അല്ലേ. നിങ്ങളുടെ റൂം അങ്ങനെയല്ലേ? നല്ല നീറ്റ് ആൻഡ് ഓർഡർലി അല്ലേ. നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കുകയാണ്.
ഇനി നോക്കിക്കേ, പെസ്റ്റേർഡ്. ഈ വേർഡിന്റെ മീനിങ് അറിയോ? പെസ്റ്റേർഡ്, ഇതാണ് പെസ്റ്റേർഡ്. അനോയിഡ് ഓർ ട്രബിൾഡ് അല്ലേ, ഒരു എന്താ ഇഷ്ടക്കേട് അല്ലെ, അനോയിഡ് ഒരു ഡിസ്റ്റർബൻസ് ആണ് നമുക്ക് അല്ലെ, ട്രബിൾഡ്. അപ്പോൾ അതാണ് പെസ്റ്റേർഡിന്റെ മീനിങ് അല്ലേ, ശല്യമാണ് അല്ലേ അനോയിഡ് എന്നൊക്കെ പറഞ്ഞാൽ. യെസ്, റിക്കി അനോയിഡ് ഹിസ് മദർ വിത്ത് ക്വസ്റ്റ്യൻസ്. അപ്പോൾ റിക്കി എന്ത് ചെയ്യുക? റിക്കി അനോയിഡ് ഹിസ് മദർ വിത്ത് ക്വസ്റ്റ്യൻസ്. ഭയങ്കര അമ്മയും റിക്കിയുമായിട്ട് അത്ര ഒരു ടേംസിലല്ല. കാരണം എന്താ, റിക്കി അത്ര നന്നായിട്ടൊന്നും റൂമൊന്നും നീറ്റായിട്ട് കൊണ്ട് നടക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ അതിനാണ് നമ്മൾ പെസ്റ്റേർഡ്. ഓക്കെ, പെസ്റ്റേർഡ് എന്ന് പറഞ്ഞാൽ അനോയിഡ് അല്ലെങ്കിൽ എന്താ, ട്രബിൾഡ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്താണ്? സിനോണിംസ് ആണ്. ഇതൊക്കെ എന്താണ്? സിനോണിംസ്. അപ്പോൾ നമുക്കൊരു പാസേജ് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഏതെങ്കിലും ഒരു വേർഡ് എടുത്ത് ചോദിക്കാം. എന്തിനു വേണ്ടിയിട്ട്? സിനോണിം, പിക്ക് ഔട്ട് ദി കറക്റ്റ് സിനോണിംസ് എന്ന് പറഞ്ഞ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ വൈബ്രൻറ്റ്. വൈബ്രൻറ്റ് എന്ന് പറയുന്നതിൻ്റെ വേറൊരു വേർഡ് പറയാമോ? വൈബ്രൻറ്റിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നേ? യെസ്, എനർജറ്റിക്. അപ്പം നിങ്ങൾ എനർജറ്റിക് ആണോ? യെസ്, എനർജറ്റിക് അല്ലേ. അപ്പം വൈബ്രൻറ്റ് എന്ന് നമുക്കവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ കാസ്റ്റ്. കാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കോഴ്സ് ഓ ലൈറ്റ് ഓ ബീം ടു എൻറ്റർ അല്ലേ, ടു അപ്പിയർ ഓൺ എന്ന് പറയുന്ന ഒരു വേർഡ് മീനിങ് ആണ് കാസ്റ്റ്. ദെൻ ഹ്യൂസ്. എന്താ ഹ്യൂസ്? ഹ്യൂ എന്ന് പറഞ്ഞാൽ കളറാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പം നിങ്ങൾ പാസേജ് ഒക്കെ വായിക്കുമ്പോൾ എല്ലാ വേർഡിൻ്റെയും ഒരു മീനിങ് ഇംഗ്ലീഷിൽ തന്നെ ഒന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ നമുക്ക് സിനോണിംസ് എഴുതാൻ വളരെ ഈസി ആയിരിക്കും. സോ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പീപ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? പീപ്ഡ്, ഇത് ചിലപ്പോൾ ചോദിക്കാം. പീപ്ഡ് എന്താ വേർഡ് മീനിങ്? എന്താ സിനോണിം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് എഴുതും? പീപ്ഡ്. ലുക്ക് അല്ലെ, ഗ്ലാൻസ്. അപ്പോൾ ലുക്കിന് ഗ്ലാൻസ് എന്ന് പറയും. അതുപോലെ പീപ്ഡ് എന്ന് പറയും അല്ലേ, നമ്മളിങ്ങനെ എത്തി നോക്കുന്നതിന് ലുക്ക്. ഓക്കെ, ഗ്ലാൻസ് എന്നൊക്കെ പറയുന്ന മീനിങ് സിനോണിംസ് ആണ് പീപ്ഡ്. ഓക്കെ, അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഫ്യൂച്ചറിസ്റ്റിക് ഹൗസ്. ഫ്യൂച്ചറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? കുറച്ച് ഡെവലപ്ഡ് ആയിട്ടുള്ള, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള, മോഡേൺ. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യാം? ഫ്യൂച്ചറിസ്റ്റിക്കിൻ്റെ സിനോണിംസ് ആണ് അല്ലേ. സിമിലർ മീനിങ് വരുന്നതാണ് ഫ്യൂച്ചറിസ്റ്റിക്കിൻ്റെ. ഏതൊക്കെയാ? മോഡേൺ എന്നോ അല്ലെങ്കിൽ എന്ത് പറയാം നമുക്ക്? യെസ്, ഇന്നോവേറ്റീവ് എന്നൊക്കെ പറയുന്ന പുതിയ പുതിയ വേർഡുകൾ ജസ്റ്റ് ഓർത്തിരിക്കുക. ഓക്കെ ആണോ? യെസ്, റെഡി ആണോ? Then, which of the following is an example of personification from the passage? അപ്പോൾ അതിനു മുന്നേ നമുക്ക് പേഴ്സോണിഫിക്കേഷൻ എന്താണെന്ന് അറിയണ്ടേ? അറിയാമോ നിങ്ങൾക്ക് എന്താ പേഴ്സോണിഫിക്കേഷൻ? പേഴ്സോണിഫിക്കേഷൻ ആ വേർഡിൽ നിന്ന് തന്നെ ആ ഒരു മീനിങ് നമുക്ക് എന്ത് ചെയ്യാം? യെസ്, ഡിറൈവ് ചെയ്തെടുക്കുക. എന്താ? പേഴ്സൺ. നമ്മൾ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബീങ് അല്ലേ. നമ്മൾ ചെയ്യുന്ന കാര്യം ഏതെങ്കിലും ജീവനില്ലാത്ത വസ്തുക്കൾക്കോ അല്ലെങ്കിൽ ആനിമൽസിനോ എന്തെങ്കിലും ഐഡിയാസിനോ ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക, ആട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? പേഴ്സോണിഫിക്കേഷൻ. ലീവ്സ് ആർ ഡാൻസിങ് എന്ന് പറഞ്ഞാൽ ലീവ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം. ലീവ്സ് എന്താ? മനുഷ്യരെ പോലെ എഴുന്നേറ്റ് നടക്കൊന്നുമില്ല അല്ലെ, ഡാൻസ് ചെയ്യില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ അത് ആരുടെ? ഡാൻസ് ചെയ്യുന്ന ക്വാളിറ്റി ശരിക്കും ആരുടെയാണ്? നമ്മുടെ മനുഷ്യൻ്റെ ക്വാളിറ്റിയാണ്. അപ്പോൾ അത് ആർക്ക് ആട്രിബ്യൂട്ട് ചെയ്തു? ജീവനില്ലാത്ത നോൺ ലിവിങ് ആയിട്ടുള്ള ലീവ്സിന് ആട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു. സോ അതെന്താണ്? ഇത്രയേ ഉള്ളൂ പേഴ്സോണിഫിക്കേഷൻ. വെറുതെ സൺ സ്മൈൽസ് എന്നൊക്കെ പറയുക. സ്മൈൽ ചെയ്യുന്ന നമുക്കറിയാം ആരാ? യെസ്, നമ്മളാണ്. പേഴ്സൺ അല്ലേ, മനുഷ്യനാണ്. അപ്പോൾ അത് സൺ എന്ന് പറയുന്ന നോൺ ലിവിങ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് കൊടുത്തു കഴിഞ്ഞാൽ അതെന്താണ്? പേഴ്സോണിഫിക്കേഷൻ ആണ്. സോ ഇവിടെ നിങ്ങൾ ഓപ്ഷൻസ് വേഗം വായിച്ചിട്ട് പെട്ടെന്ന് പറഞ്ഞേ പേഴ്സോണിഫിക്കേഷൻ ഏതാണ്? വേഗം ഓപ്ഷൻസ് എ ബി സി ഡി ഏതാണെന്ന് വേഗം ഒന്ന് കമൻറ്റ് ചെയ്തേ വേഗം. യെസ്, ഹി വാസ് സ്റ്റിൽ ഇൻ ബെഡ്. ഹി വാസ് എ യങ് ബോയ് ഓഫ് 11. ദി വൈബ്രൻറ്റ് ഗോൾഡൻ. എന്തൊരു മിടുക്കർ പിള്ളേരാ നോക്കിക്കേ. യെസ്, വെരി ഗുഡ്. സി ആണ് എല്ലാവരും കമൻറ്റ് ചെയ്തിരിക്കുന്നത്. യെസ്, ദി വൈബ്രൻറ്റ് ഗോൾഡൻ സൺലൈറ്റ് ഡാൻസ്ഡ് അക്രോസ് ദി സ്ട്രീറ്റ്സ്. ഡി, റിക്കി ലീവ്ഡ് ഇൻ എ ലവ്ലി ഫ്യൂച്ചറിസ്റ്റിക് ഹൗസ്. ഏറ്റവും യെസ്, ആപ്റ്റായിട്ട് ഏത് തന്നെയാണ്? യെസ്, കറക്റ്റ്. നിങ്ങൾ പറഞ്ഞത് ഓപ്ഷൻ തന്നെ ആണ്, സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. യെസ്, കറക്റ്റ് ആണ്. ദി വൈബ്രൻറ്റ് ഗോൾഡൻ സൺലൈറ്റ്. സൺലൈറ്റ് പേഴ്സൺ ആണോ? ഹ്യൂമൻ ബീങ് ആണോ? അല്ല. ഡാൻസ്ഡ് അക്രോസ് ദി സ്ട്രീറ്റ്സ് എന്നാ പറയുന്നത്. ഡാൻസ് ചെയ്യാൻ പറ്റുമോ സൺലൈറ്റിന്? ഇല്ല. അപ്പോൾ അവിടെ ഏതാണ്? പേഴ്സോണിഫിക്കേഷൻ. ഏത് ലിറ്റററി ഡിവൈസ് ആണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്? പേഴ്സോണിഫിക്കേഷൻ. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആണോ? യെസ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഡെഫിനിഷനും ഇനി ഒരിക്കലും മറന്നു പോയിരിക്കും പേഴ്സോണിഫിക്കേഷനെ പറ്റി 1-2 എക്സാമ്പിൾസും കൂടെ തരികയാണ്. പേഴ്സോണിഫിക്കേഷൻ മീൻസ് ഗിവിംഗ് ഹ്യൂമൻ ക്വാളിറ്റീസ് ടു തിങ്സ് that are not human, like animals, objects, ideas. ഇതൊന്നും എന്താ? ജീവനുള്ളതാണ് ആനിമൽസ്. പക്ഷെ അതെന്തല്ല? മനുഷ്യരല്ല. ആനിമൽസും ഹ്യൂമൻ ബീങ്സും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ ആനിമൽസ് ആയാലും അല്ലെങ്കിൽ ഒബ്ജക്ട്സിനോ ഐഡിയാസിനോ ഒക്കെ നമ്മൾ മനുഷ്യർ, പേഴ്സൺ, ഹ്യൂമൻ ബീങ് ചെയ്യുന്ന കാര്യങ്ങൾ അട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ്സ് കോൾഡ് പേഴ്സോണിഫിക്കേഷൻ.
It helps the reader imagine things more vividly and makes writing lively and interesting. അപ്പോൾ ഇതൊക്കെ എന്തിനാണ്? നമ്മുടെ സ്റ്റോറിയിലായാലും പോംസിലൊക്കെ ആയാലും യൂസ് ചെയ്യുന്ന എന്തിനാണ്? കുറച്ചുകൂടെ ഒരു ലൈവ്ലി ആക്കാൻ അല്ലേ? വെറുതെ കഥ പോലെ വെറുതെ നോർമൽ സെൻറ്റൻസ് ഇട്ടാൽ ഒരു രസമില്ല. അപ്പോൾ ഇതൊക്കെ കുറച്ച് പെർസോണിഫൈ ചെയ്യുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആണ് വായിക്കാനും. അതുപോലെ അത് കുറച്ചുകൂടെ വിവിഡ്ലി അല്ല ക്ലിയർ ആയിട്ടും അതുപോലെ ലൈവ്ലി ആയിട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടും മാറ്റാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് റൈറ്റേഴ്സ് ഇങ്ങനെയുള്ള പേഴ്സോണിഫിക്കേഷൻ, സിമിലി, മെറ്റഫർ ഇതൊക്കെ പോംസിലും സ്റ്റോറീസിലും ഒക്കെ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? യെസ്. ആൻഡ് വെരി സിമ്പിൾ വേർഡ്സ് നമ്മൾ പറയുകയാണെങ്കിൽ വെൻ നോൺ ലിവിങ് തിങ്സ് ആക്ട് ലൈക്ക് പീപ്പിൾ, ദറ്റ് ഈസ് പേഴ്സോണിഫിക്കേഷൻ. നോൺ ലിവിങ് ആയിട്ടുള്ള തിങ്സ് എന്താണ്? യെസ്, നമ്മുടെ ഹ്യൂമൻ ബീങ്സിനെ പോലെ ആക്ട് ചെയ്യുകയാണെങ്കിൽ ദറ്റ് ഈസ് പേഴ്സൺ. അത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. ഓക്കെ. ദി സൺ സ്മൈൽഡ് അറ്റ് ദി എർത്ത്. കണ്ടോ? സ്മൈൽ ചെയ്യുക. സൺ എർത്തിനെ നോക്കി സ്മൈൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ സണ്ണിന് എന്താ? ജീവനില്ല. സോ അവിടെ എന്താണ്? പേഴ്സോണിഫിക്കേഷൻ ആണ്. ദി ഫ്ലവേഴ്സ് ഡാൻസ് ഇൻ ദി ബ്രീസ്. ഇളം കാറ്റിലൊക്കെ എന്ത് ചെയ്യുക? ഫ്ലവേഴ്സ് ഇങ്ങനെ ഡാൻസ് ചെയ്യാന്നാണ് പറയുന്നത്. സോ അതും എന്താണ്? എന്തിന് എക്സാമ്പിളാണ്? യെസ്, പേഴ്സോണിഫിക്കേഷൻ അല്ലേ? എങ്ങനെ സ്മൈൽ ചെയ്തുകൊണ്ടിരിക്കുമോ സൺ? റിയൽ സൺ ഇല്ല. അതെന്താ? കുറച്ച് ബ്രൈറ്റ് ആണെന്ന് കാണിക്കാനാണല്ലേ. എപ്പോഴും നമ്മൾ സ്മൈൽ ചെയ്യുമ്പോഴാണ് നമ്മൾ കുറച്ചുകൂടെ ബ്രൈറ്റ് ആവുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്മൈൽ ചെയ്തേ അല്ലേ? നമ്മൾ കുറച്ച് ബ്രൈറ്റ് ആവട്ടെ അല്ലേ? യെസ്. അപ്പോൾ ഇവിടെ എന്താണ്? സൺ ആ ഒരു ഹോട്ട്നെസ് അല്ലെങ്കിൽ ആ ഒരു ബ്രൈറ്റ് കളർ ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ സ്മൈൽ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒന്ന് പേഴ്സോണിഫൈ ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്താണ്? പേഴ്സോണിഫിക്കേഷൻ ആണ്. അതുപോലെ ബ്രീസ്, കാറ്റിലൊക്കെ ഇങ്ങനെ ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ ആടി ഉലയുന്നത് ഡാൻസ് പോലെ നമുക്ക് വേണേൽ എക്സ്പെക്ട് ചെയ്യാം അല്ലേ? നമുക്ക് കുറച്ച് ഇമാജിനേഷനൊക്കെ വേണം. പോംസ് എഴുതാനും സ്റ്റോറീസ് ഒക്കെ വായിക്കുമ്പോഴും എഴുതുമ്പോഴും ഒക്കെ എന്ത് ചെയ്യുക? ഈ ഒരു ഇമാജിനേഷൻ നമ്മൾ കൊണ്ടുവരണം. അപ്പോഴാണ് കുറച്ചുകൂടെ ഒരു വായിക്കുന്നവർക്ക് അല്ലേ കേൾക്കുന്നവർക്കൊരു മനോഹരം ആകുന്നത് അല്ലേ? യെസ്. ദെൻ poetic devices ഓ ലിറ്റററി ഡിവൈസസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? യെസ്, ഐ ആം നീലിമ കേട്ടോ. എൻ്റെ പേര് നീലിമ എന്നാണ്. അപ്പോൾ എല്ലാവരും ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. യെസ്, poetic devices ഓ ലിറ്റററി ഡിവൈസസ്. സിമിലി, മെറ്റഫർ, അലിട്രേഷൻ ഇതൊക്കെ എന്താണ്? യെസ്, ഡിഫറെൻറ്റ് poetic devices അല്ലെങ്കിൽ ലിറ്റററി ഡിവൈസസ് ആണ്. ഒന്ന് സിമിലി ആണ്. എന്താണ് സിമിലി? യെസ്, വാട്ട് ഇസ് സിമിലി? കമ്പയറിംഗ് ടു തിങ്സ് യൂസിങ് ദി വേർഡ്സ് ലൈക്ക് ഓർ ആസ്. അതായത് ലൈക്ക് അല്ലെങ്കിൽ ആസ് എന്ന് പറയുന്ന രണ്ട് വേർഡ്സ് അത് യൂസ് ചെയ്തിട്ട് കമ്പയർ ചെയ്യുക. രണ്ട് ഡിഫറെൻറ്റ് തിങ്സിനെ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് സിമിലി. അതെന്താണ്? ഒരു പോയറ്റിക് അല്ലെങ്കിൽ ലിറ്റററി ഡിവൈസ് ആണ്. യെസ്, ഹി റാൻ ലൈക്ക് ദി വിൻഡ്. അവൻ എന്തുപോലെ ഓടുന്ന ഒരു വിൻഡ്, അതായത് ആ സ്പീഡ് കാണിക്കാൻ വളരെ വേഗത്തിൽ വീശുന്ന ഒരു കാറ്റിനെ പോലെ അവൻ ഓടുന്നു പോലെ. കണ്ടോ? ആ ഒരു സിമിലാരിറ്റി കാണിക്കാൻ അല്ലെങ്കിൽ ഒരു കമ്പാരിസൺ കാണിക്കാൻ അവിടെ അയാളെ എന്തുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? വിൻഡുമായിട്ട് കമ്പയർ ചെയ്തു. എങ്ങനെ? ഏത് വേർഡ് അവിടെ യൂസ് ചെയ്തു? യെസ്, ലൈക്ക് എന്ന് പറയുന്ന വേർഡ് അവിടെ യൂസ് ചെയ്തു. അപ്പം ലൈക്കും യൂസ് ചെയ്യാം, അതുപോലെ ആസ്, രണ്ട് വേർഡും. ഷീ വാസ് ആസ് ബ്രേവ് ആസ് എ ലയൺ. അവൾ എന്തുപോലെ എത്ര ധൈര്യമുണ്ട്, എത്ര കറേജിയസ് ആണ് അവൾ. ബ്രേവ്, കറേജിയസ്. അപ്പോൾ സിനോണിംസ് ഒക്കെ വീണ്ടും വീണ്ടും വൊക്കാബുലറി കേൾക്കുമ്പോഴെല്ലാം ഓർമ്മിക്കുക കേട്ടോ. അപ്പോൾ ഷീ വാസ് ആസ് ബ്രേവ് ആസ് എ ലയൺ. ഒരു ലയണിനെ പോലെ അല്ലേ? ലയൻ്റെ അത്രയും ബ്രേവ് ആണ്, വളരെ കറേജിയസ് ആണ് അവൾ. അതേപോലെ അല്ലേ? ലയൺ ആണോ? ഒരിക്കലും ലയൺ അല്ല. അത് രണ്ടും ഡിഫറെൻ്റ് ആണ്. ഇതൊരു ഹ്യൂമൻ ബീങ് ആണെന്ന് അറിയാം, അണ്ടർസ്റ്റുഡ് ആണ്. ഷീ ഇസ് കമ്പയർഡ് വിത്ത് എ ലയൺ. അപ്പോൾ എന്താണ്? രണ്ട് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ നമ്മൾ എന്താ? ആസ് അല്ലെങ്കിൽ ലൈക്ക് യൂസ് ചെയ്തു, കമ്പയർ ചെയ്തു അല്ലേ? അങ്ങനെയാണ് നമ്മൾ എന്താ പറയുക? യെസ്, അതിനെയാണ് സിമിലി എന്ന് പറയുന്നത്. ഇനി എന്താണ് മെറ്റഫർ? സിമിലി മെറ്റഫറും തമ്മിൽ ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ. എന്താണ് ആ ഡിഫറൻസ്? ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ. എന്താ അത്? യെസ്, ലൈക്കും ആസും ഇല്ല. കമ്പയർ ചെയ്യുക തന്നെയാണ്. രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള തിങ്സ് കമ്പയർ ചെയ്യുകയാണ് വിതൗട്ട് യൂസിങ് ലൈക്ക് ഓർ ആസ്. നോക്കിക്കേ, മെറ്റഫർ എ ഡയറക്റ്റ് കമ്പാരിസൺ ബിറ്റ്വീൻ ടു അൺലൈക്ക് തിങ്സ്. നോ ലൈക്ക് ഓർ ആസ്. ലൈക്കും ആസും ഒന്നും യൂസ് ചെയ്യാതെയാണ് രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള തിങ്സിനെ കമ്പയർ ചെയ്യുന്നത്. ടൈം ഇസ് എ തീഫ്. ടൈം എന്ന് പറയുന്നത് ഒരു എൻ്റയർലി ഡിഫറെൻ്റ് ആണ് എന്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, തീഫുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ എന്താ ടൈം ഇസ് എ തീഫ്? തീഫ് എന്താണ്? മോഷ്ടിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ ടൈം ഒരു തീഫാണെന്ന് പറയുന്ന കാര്യം എന്താ? ടൈം നമ്മുടെ സമയം എപ്പോഴും പല കാര്യങ്ങളിൽ നമ്മൾ ഒരുപാട് ഫോണിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സിനിമ കാണുകയാണെങ്കിൽ നമ്മുടെ ടൈം എന്ത് ചെയ്യും? മോഷ്ടിക്കപ്പെടും അല്ലേ? ടൈം മോഷ്ടിക്കും അല്ലേ? അതുകൊണ്ട് ആ ടൈം തീഫുമായിട്ട് കള്ളന്മാരെ പോലെ തന്നെയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്
യെസ്, ഇവിടെ ഒരു കമ്പാരിസൺ കൊണ്ടുവന്നിട്ട്, പക്ഷേ ഇവിടെ നമുക്കറിയാം ലൈക്കും ആസും ഒന്നും യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ നമുക്കറിയാം എന്താണ് ടൈം ഡയറക്റ്റ് ആയിട്ട് എന്തുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുകയാണ്, തീഫുമായിട്ട് കമ്പയർ. കള്ളനല്ല ഒരിക്കലും, ടൈം കള്ളനല്ല, പക്ഷെ എന്താണ് അതേപോലെയാണ്. അതും എന്ത് ചെയ്യുന്നു, നമ്മളെ വിലപ്പെട്ട സമയമൊക്കെ മോഷ്ടിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് ഫോണൊക്കെ മാറ്റി വെച്ച് എന്ത് ചെയ്യുക, നന്നായിട്ട് എന്ത് ചെയ്യുക, ആസ്വദിക്കുക അല്ലേ. നമ്മൾ പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതുപോലെ ക്ലാസ് കാണാൻ നല്ല ക്ലാസ്സുകൾ കാണാനും അതുപോലെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക അല്ലേ. ഒരുപാട് ഗെയിമൊന്നും കളിച്ചെന്ത് ചെയ്യരുത്, സമയം കളയരുത്. അപ്പോൾ ക്ലാസ് കാണാനായിട്ട് നമുക്ക് ഫോണ് യൂസ് ചെയ്യുക അല്ലേ. ടൈം ഈസ് എ തീഫ്. നമ്മുടെ ടൈം ഭയങ്കര പ്രഷ്യസ് ആണ്. ഇവിടെ എന്താണ്, ടൈം ഈസ് എ തീഫ് എന്ന് പറഞ്ഞ് നമ്മളെ ഓർമ്മപ്പെടുകയാണ്. ടൈം ഈസ് കമ്പയർഡ് ടു എ തീഫ് ഡയറക്ട്ലി അല്ലേ. അപ്പോൾ അവിടെ ലൈക്കും ആസും യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇതെന്ത്, മെറ്റഫർ. അതിനെ നമ്മൾ എന്ത് പറയും, മെറ്റഫർ. ദെൻ നോക്കിക്കേ, എന്താണ് അലിട്രേഷൻ? ഇത് കേട്ടിട്ടുണ്ടോ, അലിട്രേഷൻ? അലിട്രേഷൻ കേട്ടിട്ടുണ്ടോ? അലിട്രേഷൻ മീൻസ് റിപ്പറ്റീഷൻ ഓഫ് ദി സെയിം സ്റ്റാർട്ടിംഗ് സൗണ്ട് ഇൻ നിയർ ബൈ വേർഡ്സ്. എന്താണ്, സെയിം സ്റ്റാർട്ടിംഗ് സൗണ്ട്സ് സെയിം ആയിരിക്കണം. നിയർ ബൈ വേർഡ്സ്, ഇതാണ്ട് സ്വീറ്റ്, സോങ്, സോഫ്റ്റ്ലി സങ്. അപ്പോൾ ഇവിടെ നിയർ ബൈ വേർഡ്സ് അതെല്ലാം സ്വീറ്റ്, സോങ്സ്, സോഫ്റ്റ്ലി സങ്, ഇതെല്ലാം അടുത്തടുത്ത വേർഡ്സുകളല്ലേ. അപ്പോൾ ഇതിൻ്റെ എല്ലാം സ്റ്റാർട്ടിങ്ങിൽ ഏത് സൗണ്ടാണ്, വേഗം പറഞ്ഞേ, ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിലെല്ലാം ഏത് സൗണ്ടാണ്? നിങ്ങൾക്ക് ഏത് സൗണ്ടാണ് കാണുന്നത്? സ്വീറ്റ്, സോങ്, സോഫ്റ്റ്ലി സങ്. അപ്പോൾ ഏത് സൗണ്ടാണ്, ഏത് ലെറ്ററാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞേ, ഏത് ലെറ്ററാണ് ഓരോ വേർഡ്സും സ്റ്റാർട്ട് ചെയ്യുന്നത്? എസ് എന്ന് പറയുന്ന ലെറ്ററല്ലേ എല്ലാം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. യെസ്. അപ്പോൾ അടുത്തടുത്ത വേർഡ്സിൽ എസ്സിനെ നമ്മൾ എങ്ങനെ പ്രൊനൗൺസ് ചെയ്യും? സ് സൗണ്ട് ഏതാണ്? സ് സൗണ്ടാണ്. ഓക്കെ. അപ്പോൾ സ്വീറ്റ്, സോങ്സ്, സോഫ്റ്റ്ലി സങ്. അപ്പോൾ ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണെന്ന് പറയുന്നത്? യെസ്, അലിട്രേഷൻ, റെപ്പറ്റീഷൻ ഓഫ് ദി സെയിം സ്റ്റാർട്ടിംഗ് സൗണ്ട് ഇൻ നിയർ ബൈ വേർഡ്സ്. അടുത്തടുത്ത വേർഡ്സുകൾ തമ്മിൽ നോക്കുമ്പോൾ എന്താണ്, സ്റ്റാർട്ടിംഗ് സൗണ്ട് സെയിം ആണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് അലിട്രേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഒരു പോം തന്നിട്ട് അലിട്രേഷൻ, ഒരു ലൈൻ തന്നിട്ട് ഇതിനകത്ത് ഒരുപാട് ലൈൻസ് തന്നിട്ട് ഇതിനകത്ത് അലിട്രേഷൻ ഉള്ള ലൈൻസ് ഏതാണെന്ന് പിക്ക് ഔട്ട് ചെയ്തെടുക്കാൻ പറയാം എക്സാമിന്. സോ അപ്പോൾ നമുക്ക് അലിട്രേഷൻ എന്താണെന്നൊരു ഐഡിയ വേണം അല്ലേ. നിങ്ങൾ ലൈൻസ് ജസ്റ്റ് നോക്കുക, അതിനകത്ത് സെയിം സൗണ്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ, തൊട്ടടുത്ത വേർഡ്സുകളിൽ അതിൻ്റെ സ്റ്റാർട്ടിങ് സെയിം സൗണ്ട് ആണോ, സെയിം ലെറ്റർ ആണോ എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പിക്ക് ഔട്ട് ചെയ്യാം അല്ലേ. യെസ്, സ്വീറ്റ്, സോങ്, സോഫ്റ്റ്ലി സങ്. അതുപോലെ നോക്കിയേ, പീറ്റർ, പിപ്പർ, പിക്ഡ്, എ പെക്ക് ഓഫ് പിക്കിൾഡ് പെപ്പേഴ്സ്. സോ ഇതും എന്താണ്, എല്ലാം പി ലെറ്റർ കണ്ടോ, പ് സൗണ്ടാണ് ഇവിടെ. അപ്പോൾ ആ സൗണ്ടിലാണ് എല്ലാ തൊട്ടടുത്ത എല്ലാ വേർഡ്സും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സെയിം സൗണ്ടാണ് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ഓരോ വേർഡ്സിൻ്റെയും സ്റ്റാർട്ടിങ്ങിൽ സെയിം സൗണ്ടാണ്. സോ ദാറ്റ് ഈസ് കോൾഡ് അലിട്രേഷൻ. എന്താണ് അലിട്രേഷൻ? ദെൻ എന്താണ് ഇനി അസൊനൻസ്? അപ്പോൾ അലിട്രേഷനും അസൊനൻസും ഒക്കെ ഒരേപോലെ നമ്മൾ പഠിക്കേണ്ടതാണ്. അസൊനൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റെപ്പറ്റീഷൻ ഓഫ് വവൽ സൗണ്ട്സ്. അതായത് എ, ഇ, ഐ, ഒ, യു, അത് ലെറ്ററാണ്. നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് പല രീതിയിലാണ്. ഒരുപാട് സൗണ്ടുകൾ നമുക്കല്ലാതുണ്ട്. എനെ ആ എന്ന് പ്രൊനൗൺസ് ചെയ്യത്തില്ലേ, ആ, എ, ഇ, ഒ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒരുപാട് സൗണ്ടുകളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സൗണ്ടുകളുടെ റെപ്പറ്റീഷൻ, എന്ത് സൗണ്ടിൻ്റെ? വവൽ സൗണ്ടിൻ്റെ റെപ്പറ്റീഷനാണ് എന്ത്? അസൊനൻസ്. അപ്പോൾ മറ്റേത് ഏതായിരുന്നു? ഇത് വവൽ സൗണ്ട് അല്ല. ഇതേത് സൗണ്ടാ? യെസ്, കോൺസണൻറ്റ് സൗണ്ട്സിൻ്റെ റെപ്പറ്റീഷൻ. അതായത് വവൽസ് ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ സൗണ്ടുകളും ഇതിനകത്ത് കണ്ടോ, സ്, പ്, ഇതൊന്നും എന്തല്ല, വവൽ സൗണ്ട് അല്ല. അപ്പോൾ അതാണ് അലിട്രേഷൻ. അത് വേർഡ്സിൻ്റെ തുടക്കത്തിൽ തന്നെ, ബിഗിനിങ്ങിൽ തന്നെ വേണം. ഇവിടെയോ അസൊനൻസിൻ്റെ കേസിൽ റെപ്പറ്റീഷൻ ഓഫ് വവൽ സൗണ്ട്സ് ആണ്. അത് ഇങ്ങനെ ഈ ലെറ്റേഴ്സ് പ്രൊനൗൺസ് ചെയ്യുന്നത് പല രീതിയിലാണ്. ആ എന്നൊക്കെ പ്രൊനൗൺസ് ചെയ്യുക അല്ലേ. അപ്പം അത് ഓർക്കുക, ഇറ്റ് ഗീവ്സ് ദി പോം മ്യൂസിക്കൽ ഓർ റിതമിക് എഫക്റ്റ് തരുന്നുണ്ട്. ഈ അസൊനൻസും എന്തിനാണ് ഈ അസൊനൻസും അലിട്രേഷനും ഒക്കെ? അതൊരു റിതം, നമ്മുടെ പോംസിനൊക്കെ ഒരു റിതം അല്ലേ, നല്ല വായിക്കാനൊരു സുഖം തോന്നുന്നുണ്ട് അല്ലേ. ജസ്റ്റ് ലൈക്ക് എ റൈം സ്കീം, റൈമിംഗ് വേർഡ്സ്, ഇതൊക്കെ കേട്ടിട്ടില്ലേ? അതൊക്കെ എന്തിനാണ് ഒരു പോമിൽ യൂസ് ചെയ്യുന്നത്? ഒന്ന് റിതമിക് ആക്കാൻ വേണ്ടിയിട്ടാണ്. കേൾക്കാൻ ഒരു ഇമ്പം ഉണ്ടാവുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യണം, വായിക്കണം അല്ലേ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള വേർഡ്സുകൾ യൂസ് ചെയ്യുന്നത്. അതുപോലെയാണ് അലിട്രേഷനും അസൊനൻസും ഒക്കെ അത് തന്നെയാണ് അതിൻ്റെ പേർപ്പസ്. ഓക്കെ. Then, but instead of repeating the ending sound, it repeats vowel sounds inside the words. അതായത് ഇവിടെ നമുക്ക് ഈ വേർഡ്സിൻ്റെ ഉള്ളിൽ കണ്ടോ, ഇൻസൈഡ് ദി വേർഡ്സ്, അതായത് തുടക്കത്തിൽ നമ്മൾ അലിട്രേഷൻ്റെ കേസ് എന്താ പറഞ്ഞേ, തുടക്കത്തിൽ റിപ്പീറ്റ് ചെയ്യുന്നതായിരുന്നു. പക്ഷേ വവൽസിൻ്റെ കേസ് അങ്ങനെയല്ല, ഇടയ്ക്കുള്ള ഇൻസൈഡ് കണ്ടോ, ഇൻസൈഡ് ഇവിടെയൊക്കെയാണ് വവൽസ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെയാണ് വവൽസ് അല്ലേ. എവിടേക്കാണ്? ഇടയ്ക്കാണ്, ഇൻസൈഡ് ദി വേർഡ്സ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു റെപ്പറ്റീഷനാണ്. വവൽസ് എവിടെ റിപ്പീറ്റ് ചെയ്യാം? ഇൻസൈഡ് ഈച്ച് വേർഡ്സ്. അപ്പോൾ അതാണ് അസൊനൻസ് എന്ന് പറയുന്നത്. എന്താണ് അസൊനൻസ്? മെൻ സെൽ ദി വെഡിങ് ബെൽസ്, റെയിൻ
the rain in the Spain falls mainly on the plain. കണ്ടോ ഇവിടെ എല്ലാം ഈ സൗണ്ട് കണ്ടോ, AI എന്ന് നമ്മൾ എങ്ങനെ ശരിക്കും പ്രൊനൗൺസ് ചെയ്യുന്നത്? എന്നല്ലേ, റെയിൻ. ഒന്ന് പ്രൊനൗൺസ് ചെയ്ത് നോക്കിക്കേ, റെയിൻ. എന്ന് പറയുന്ന ഒരു സൗണ്ടാണ്, അത് തന്നെയല്ലേ സ്പെയിൻ. എന്ന് പറയുന്ന സൗണ്ട് അല്ലേ. ഫോൾസ്, മെയിൻലി ഫോൾസ് ഡിഫറെൻ്റ് ആണ്, ഇത് വരില്ല. മെയിൻലി കണ്ടോ ഇവിടെ എല്ലാം എന്ന് പറയുന്ന സൗണ്ട് റിപ്പീറ്റ് ചെയ്തു. സോ ഏത് സൗണ്ടാ? എന്ന് പറയുന്ന സൗണ്ടാണ് റിപ്പീറ്റ് ചെയ്തത്. സോ അതെന്താണ്? വവൽ സൗണ്ട് ആണ്. അതുകൊണ്ട് നമുക്കതിനെ അസൊണൻസ് എന്ന് പറയാം. ഇനി നോക്കിക്കേ, മെൻ സെൽ ദി വെഡിങ് ബെൽസ്. ഏത് സൗണ്ടാണ് അവിടെ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്? വേർഡ്സിൽ മെൻ, എന്ന് പറയുന്ന ഏത് വവൽ സൗണ്ടാണ്? എ. ഓക്കെ, എ. ലെറ്റർ അല്ല നമ്മൾ നോക്കേണ്ട, സൗണ്ട്. മെൻ, എ അല്ലേ. സെൽ, എ സൗണ്ടാണ് അവിടെയും. പിന്നെന്താ? വെഡിങ്, വേ അല്ലേ, എ സൗണ്ട്. ബെൽസ്, എ സൗണ്ട്. കണ്ടോ എല്ലായിടത്തും എ സൗണ്ട് തന്നെയാണ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. സോ അതിനെ നമ്മൾ എന്ത് പറയും? അസൊണൻസ്. എന്താ പറയുന്നത്? അസൊണൻസ്. ഇനി നമുക്കറിയാം റൈമിങ് വേർഡ്സ് ഒക്കെ എല്ലാവർക്കും അറിയാലോ. എന്താണ്? വേർഡ്സ് ദാറ്റ് ഹാവ് ദി സെയിം എൻഡിങ് സൗണ്ട്. ഒരു ലൈനിലെ എൻഡിങ്ങിലെ വേർഡ്സ്, ഓരോ ലൈൻസിനെയും വേർഡ്സ് എൻഡ് ചെയ്യുന്ന വേർഡ്സ് നമ്മൾ നോക്കിയാൽ മതി. നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? റൈമിങ് വേർഡ്സ് കണ്ടുപിടിക്കാം അല്ലേ. ഇപ്പോൾ ഒരു വേർഡിൽ ഒരു ലൈൻ എൻഡ് ചെയ്യുന്നത് സ്കൈയിലാണ്, തൊട്ടടുത്ത ലൈൻ എൻഡ് ചെയ്യുന്നത് ഹൈയിലാണ്. അപ്പം എന്താ? സ്കൈ, ഹൈ. അവിടെ നമ്മൾ ലെറ്റർ അല്ല നോക്കേണ്ടത്, നമ്മൾ പ്രൊനൗൺസ് ചെയ്ത് നോക്കണം, സൗണ്ടാണ് നോക്കേണ്ടത് അല്ലേ. സ്കൈ, ഐ അല്ലേ. എന്ത് സൗണ്ടാ? ഐ എന്ന് പറയുന്ന ഒരു സൗണ്ടാണ്. അതുപോലെ ഹൈ അല്ലേ, ഹൈ, ഐ എന്ന് പറയുന്ന സൗണ്ട് അല്ലേ വീണ്ടും. അപ്പോൾ ആ സെയിം സൗണ്ടാണ് എൻഡിൽ വരുന്നത്. എങ്ങനെയുള്ള? തൊട്ടടുത്ത ലൈൻസിൻ്റെ ലാസ്റ്റ് നോക്കണം അല്ലേ. ലാസ്റ്റ് വേർഡ് നോക്കുക. അത് രണ്ടും സെയിം ആയിട്ടാണ് റൈം ചെയ്യുന്നത്, സെയിം സൗണ്ടിലാണ് എൻഡ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് എന്ത്? റൈം, അല്ലെങ്കിൽ റൈമിങ് വേർഡ്സ്. ഓക്കെ, ക്യാറ്റ്, ഹാറ്റ്. ഒരു ലൈൻ എൻഡ് ചെയ്യുന്ന വേർഡ് ക്യാറ്റ്, തൊട്ടടുത്ത ലൈൻ എൻഡ് ചെയ്യുന്ന വേർഡ് ഹാറ്റ്. അപ്പം എന്താണ്? രണ്ടിലും ടു സൗണ്ട് അല്ലേ എൻഡ് ചെയ്യുന്നത്, ക്യാറ്റ്, ഹാറ്റ്. അപ്പോൾ അത് രണ്ടും എന്താണ്? റൈമാണ്, അഥവാ റൈമിങ് വേർഡ്സ് ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു പോയറ്റിക് ഡിവൈസ് അല്ലെങ്കിൽ ലിറ്റററി ഡിവൈസ് ഏതാ പഠിക്കാനുള്ളത് നോക്കിക്കേ. ഇമേജറി ആണ്. എന്താ കേട്ടിട്ടുണ്ടോ ഇമേജറി എന്താണ്? യെസ്, നമുക്ക് നോക്കാം അല്ലേ. ഇമേജറി മീൻസ് യൂസിങ് ഡിസ്ക്രിപ്റ്റീവ് വേർഡ്സ് ടു ക്രിയേറ്റ് എ പിക്ചർ ഇൻ ദി റീഡേഴ്സ് മൈൻഡ്. അതായത് നമ്മുടെ റീഡേഴ്സ്, നമുക്ക് മനസ്സിൽ ചിന്തിക്കാൻ പറ്റണം. അപ്പോൾ ഞാനൊരു ഒരു ഫുഡ് ഐറ്റം പറയാണ്, ഐസ്ക്രീം. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എവിടെ എന്താ പിക്ചർ വരുന്നുണ്ടോ ഐസ്ക്രീം എന്ന് പറയുമ്പോൾ? അതുപോലെ അതിൻ്റെ ടേസ്റ്റ് വരുന്നുണ്ടോ? അപ്പോൾ ഇതൊക്കെ എന്തിനാ ഒരു പോമിൽ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു സ്റ്റോറിയിൽ യൂസ് ചെയ്യുന്നത്? അത് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം അല്ലേ. ആ ഒരു പേര് കേൾക്കുമ്പോൾ, ആ ഒരു വേർഡ് കേൾക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ആ ഒരു മനസ്സിൽ ആ പിക്ചർ ക്രിയേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇതേപോലെയുള്ള മെൻ്റൽ പിക്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് ഇമേജറി. അപ്പോൾ നമ്മൾ ഒരു പോമോ അല്ലെങ്കിൽ സ്റ്റോറിയോ വായിക്കുമ്പോൾ ഇത്തരത്തിൽ ഒരുപാട് ഇമേജറീസ് യൂസ് ചെയ്യുന്നുണ്ടാവും. ചില ഫുഡ് ഐറ്റംസ് ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്താ? നമ്മുടെ ആ ടങ്ങുമായിട്ട് റിലേറ്റ് ചെയ്യുക ടേസ്റ്റാണ്. ടേസ്റ്റും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. നമ്മൾ ഇതുവരെ പരീക്ഷിച്ചിട്ട് അല്ലെ തിന്നിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ എന്താ? ഓഫ് കോഴ്സ് നമുക്ക് എന്ത് ചെയ്യും? ആ ടേസ്റ്റ് പെട്ടെന്ന് മനസ്സിൽ വരും അല്ലേ. അപ്പോൾ ആ ടേസ്റ്റ്, അതുപോലെ നമ്മുടെ ആ വിഷ്വൽസ് വരുന്നതെല്ലാം എന്താണ്? ഇമേജറിയാണ്. അപ്പോൾ ഇമേജറിക്ക് നമുക്ക് നോക്ക് ആകെ ഒരു 5 കാറ്റഗറീസ് ആണ്: വിഷ്വൽ, ഓഡിറ്ററി, ഓൾഫാക്ടറി, ടാക്റ്റൈൽ, ഗസ്റ്റേറ്ററി. അപ്പോൾ അത് വളരെ സിമ്പിളാണ്. എന്താണെന്നൊന്ന് കേട്ടാൽ മനസ്സിലാവും. വിഷ്വൽ എന്ന് പറഞ്ഞാൽ വാട്ട് ഡു ഐ സീ, അതായത് ഒരു വേർഡ് കാണുമ്പോൾ എനിക്ക് ആ മനസ്സിൽ ആ പിക്ചർ വരുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വിഷ്വൽ. എന്താണ്? വിഷ്വലാണ്. ഇനി ഓഡിറ്ററി എന്താണ്? വാട്ട് ഡു ഐ ഹിയർ, അതായത് സൗണ്ടുമായിട്ട് റിലേറ്റ് ചെയ്ത എന്തെങ്കിലും വേർഡോ എന്തെങ്കിലും സെൻറ്റൻസോ നിങ്ങൾക്ക് തന്നിട്ടുള്ള പോംസിലും അല്ലെങ്കിൽ സ്റ്റോറീസിലും ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? അത് ഓഡിറ്ററി ഇമേജറി ആയിരിക്കും. ഓക്കെ, ഓഡിറ്ററി ഇമേജ്. ദെൻ ഓൾഫാക്ടറി, ഇതൊന്ന് മനസ്സിലാക്കുക. ഓൾഫാക്ടറി റിലേറ്റഡ് ടു എന്താണ്? സ്മെല്ലാണ്. ഓക്കെ, സ്മെല്ലാണ്. ഓൾഫാക്ടറി ഇമേജ് എന്ന് പറഞ്ഞാൽ സ്മെല്ലാണ്. ഓക്കെ, അതായത് ഫ്രാഗ്രൻസ്, ഫ്ലവേഴ്സിൻ്റെ ഫ്രാഗ്രൻസ് എന്നൊക്കെ പറഞ്ഞൊരു ലൈനിലുണ്ടെങ്കിൽ, ഒരു പോമിലുണ്ടെങ്കിൽ അതെന്താണ്? ഓൾഫാക്ടറി ഇമേജറി ആണ്. ദെൻ ടാക്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താ? ടാക്റ്റൈൽ ഫീൽ ചെയ്യാൻ പറ്റുന്ന ടച്ച്. ഓക്കെ, ടച്ച്, ടാക്റ്റൈൽ എന്ന് പറഞ്ഞാൽ ടച്ചുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും വേർഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് എന്ത് ഇമേജറി ആണ്? ടാക്റ്റൈൽ ആണ്. ഇനി എന്താണ് ഗസ്റ്റേറ്ററി എന്ന് പറഞ്ഞാൽ? ഗസ്റ്റേറ്ററി എന്ന് പറഞ്ഞാൽ ടേസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും വേർഡ്സോ ലൈൻസോ അങ്ങനെ പോമിലോ അല്ലെങ്കിൽ സ്റ്റോറീസിലോ ഒക്കെ ഉണ്ടെങ്കിൽ അതെന്താണ്? അതെന്താണ്? ഗസ്റ്റേറ്ററി ആണ്.
അപ്പോൾ ഇതൊക്കെ എന്താണ്? ഇമേജറീസ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള പോയറ്റിക് ഡിവൈസസ് നിങ്ങൾ മനസ്സിലുണ്ടാവുക. ലിറ്റററി ഡിവൈസസ്, മേജർ ലിറ്റററി ഡിവൈസസ് ഏതൊക്കെയാണെന്ന് ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കുക. ഈ സിമിലിയൊക്കെ വളരെ എന്താണ് സിമ്പിളാണ്. പിന്നെ ഈ ഒരു ഇമേജറി നിങ്ങൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നോക്കണം, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് മിസ്സ്. വിഷ്വലും ഓഡിറ്ററി, ഓൾഫാക്ടറി, ടാക്ടൈലും ഗസ്റ്റേറ്ററി, ഇങ്ങനെ ഇമേജറീസ് കുറേ ഉണ്ട്. കുറേയൊന്നുമില്ല, 5 ഉള്ളൂ. യെസ്, കാണാൻ പറ്റുന്നത് വിഷ്വൽ, കേൾക്കാൻ പറ്റുന്ന ഓഡിറ്ററി, ഓൾഫാക്ടറി എന്ന് പറയാൻ സ്മെൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ടാക്ടൈൽ എന്ന് പറഞ്ഞാൽ ടച്ച്, ഗസ്റ്റേറ്ററി എന്ന് പറഞ്ഞാൽ ടേസ്റ്റ്. ഇത്രയേ ഉള്ളൂ എന്താ ഇമേജറിയിൽ വരുന്നത്. ഓക്കെ, ക്ലിയർ ആണേ? നമ്മുടെ സെൻസസിനെയൊക്കെ ഒന്ന് അപ്പീൽ ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ ഇവിടെ മീൻസ് ഒരു 5 എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തൊന്ന് വേഗം ഈ ഒരു ലൈൻ വായിക്കുമ്പോൾ നിങ്ങളുടെ ഏത് സെൻസസ് ആണ് നിങ്ങൾ അപ്പീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് സെൻസസ് ആണ് വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻസർ വേഗം പറയാൻ പറ്റും. യെസ്, ഗോൾഡൻ സൺലൈറ്റ് ഫിൽറ്റേർഡ് ത്രൂ ദി ടോൾ ഗ്രീൻ ട്രീസ്. അപ്പോൾ അത് നിങ്ങൾക്ക് മൈൻഡിൽ എന്താ, ടേസ്റ്റ് ആണോ പെട്ടെന്ന് വരുന്നത്, അല്ലെങ്കിൽ എന്താണ് പിക്ചറാണോ മനസ്സിൽ വരുന്നത്, അതനുസരിച്ചാണ് ഇവിടുത്തെ ഇമേജറി. വേഗം പറഞ്ഞേ, ആദ്യത്തേൽ ഏതാ വരുന്നത്? ഫസ്റ്റ് ഏതാ വരുന്നത്? വേഗം പറഞ്ഞേ. ഗോൾഡൻ സൺലൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ആ ഇമേജ് അല്ലേ മനസ്സിൽ വരുന്നേ. സോ ഇറ്റ് ഈസ് കോൾഡ് എന്താണ്? വിഷ്വൽ. കിട്ടിയോ? വിഷ്വൽ ഇമേജ് ആണ്. ദെൻ ദി ബീസ് ബസ്റ്റ് ആൻഡ് ദി ലീവ്സ് റിസൾട്ട് ഇൻ ദി ട്രീസ്. അവിടെ എന്താ? ബീസ് ബസ്, ആ ഒരു സൗണ്ടാണ്, ബസ് സൗണ്ട് അല്ലേ. അപ്പോൾ സൗണ്ടുമായിട്ട് റിലേറ്റ് ചെയ്തത് ഏതാണ് നമ്മളിപ്പോൾ പഠിച്ചത്? യെസ്, ഏതാണ്? യെസ്, സൗണ്ടുമായിട്ട് റിലേറ്റ് ചെയ്തത് നമ്മൾ ഏതാണ്? ഓഡിറ്ററി ആണ് പഠിച്ചതല്ലേ, ഓഡിറ്ററി. ദെൻ ദി അരോമ ഓഫ് ഫ്രഷ്ലി ബേക്ഡ് ബ്രെഡ് ഫിൽ ദി കിച്ചൺ. അരോമ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? സ്മെല്ലാണ്. ഇതാ അരോമ ഓഫ് ഫ്രഷ്ലി ബേക്ഡ് ബ്രെഡ്. ആ ബ്രെഡിൻ്റെ സ്മെല്ല് വന്നോ? മനസ്സിൽ വന്നോ? അപ്പോൾ സ്മെല്ല് ഏതുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്? ഏത് ഇമേജറി ആണ്? യെസ്, പറഞ്ഞേ വേഗം. ഏതാണ്? ഓൾഫാക്ടറി ആണല്ലേ, ഓൾഫാക്ടറി ആണ്. Then the soft blanket felt warm against my skin. ഒരു വാം അല്ലേ, ഒരു ഫീലിംഗ് ആണ്. വാം നമുക്ക് സ്കിന്നിൽ ഫീൽ ചെയ്യുന്നു. അപ്പോൾ ടച്ചാണ് അല്ലേ, ടച്ചുമായിട്ട് ബന്ധപ്പെട്ടത് ഏതാണ് നമ്മൾ പഠിച്ചത്? ടാക്ടൈൽ ആണല്ലേ. ഏതാണ്? ടാക്ടൈൽ. ദെൻ ദി ലെമൺ ജ്യൂസ് വാസ് സോർ ആൻഡ് ഷാർപ്പ് ഓൺ മൈ ടങ്. എടുത്തു പറഞ്ഞിട്ടുണ്ട്, ടങ്ങെന്നും സോർ ടേസ്റ്റും എല്ലാം എടുത്തു പറഞ്ഞതുകൊണ്ട് തന്നെ ഇത് ഏതായിരിക്കും? ഗസ്റ്റേറ്ററി ആണല്ലേ, ഗസ്റ്റേറ്ററി ആണ്. യെസ്, കറക്റ്റ്, ഗസ്റ്റേറ്ററി ആണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഇത് നമുക്ക് ഏകദേശം കിട്ടുന്നുണ്ടല്ലോ. വിഷ്വൽ എന്താണ്, ഇങ്ങനെ ഇമേജറീസിൽ ഇങ്ങനെയുള്ള ഡിവിഷൻസ് ഒക്കെ ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. നമ്മൾ USS എക്സാമിന് വേണ്ടിയിട്ടല്ലേ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ എല്ലാ കാര്യങ്ങളും ഒന്ന് അറിയണം അല്ലേ. പോയറ്റിക് ഡിവൈസും ലിറ്റററി ഡിവൈസും ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. യെസ്, അപ്പോൾ ഇത് വിഷ്വൽ ഇമേജ് വരുന്നില്ലേ? യെസ്, പിക്ചർ കാണുമ്പോൾ സൺലൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? ആ പിക്ചർ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. യെസ്, വന്നല്ലോ എല്ലാവരുടെയും? യെസ്, അപ്പോൾ അത് വിഷ്വലാണ്. ഇനി നോക്കിക്കേ, റിക്കി വാസ് സ്റ്റിൽ ഇൻ ബെഡ്. എന്നിട്ട് ഇവിടെ നമ്മൾ ഫില്ലിംഗ് ദി ബ്ലാങ്ക് ആണ്. അപ്പോൾ ഇത് ഏത് ഒരു ഗ്രാമർ ഏരിയ ആണ്? ഇപ്പോൾ നമ്മൾ പോയറ്റിക് ഡിവൈസും ലിറ്റററി ഡിവൈസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പഠിച്ചത്. ഇനി നമ്മൾ ചെറുതായിട്ടൊന്ന് ഗ്രാമറിലേക്ക് പോവുകയാണ്. അപ്പോൾ കുറച്ചൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയും കൂടെയാണ് ഇത്. എന്താണ് ഇത്? കണ്ടിട്ട് എന്ത് തോന്നുന്നുണ്ട്? ഒരു ക്വസ്റ്റ്യൻ ടാഗ് ആണല്ലേ. എന്താണിത്? ക്വസ്റ്റ്യൻ ടാഗ് ആണ്. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് അറിഞ്ഞിട്ട് നമ്മളിത് ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം അല്ലേ. അതല്ലേ നല്ലത്. അപ്പോൾ നിങ്ങൾ തന്നെ ആൻസർ ചെയ്യുക. കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് ഇതിലേക്ക് വരാം. ഓക്കെ, റെഡിയാണോ? യെസ്, ക്വസ്റ്റ്യൻ ടാഗ് റൂൾസ് ഉണ്ട് കുറച്ച്, വളരെ ചെറിയ റൂൾസ്. എ ക്വസ്റ്റ്യൻ ടാഗ് ഇസ് എ ഷോർട്ട് ക്വസ്റ്റ്യൻ ആഡഡ് ടു ദി എൻഡ് ഓഫ് എ സ്റ്റേറ്റ്മെൻറ്റ്. കണ്ടോ, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം വളരെ ഷോർട്ടായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ടാഗ് അല്ലേ. ക്വസ്റ്റ്യൻ അല്ല വളരെ നീണ്ടതാണോ, അല്ല വളരെ ചെറിയൊരു ക്വസ്റ്റ്യൻ നമ്മൾ എൻഡിൽ ആഡ് ചെയ്യും. അതാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റിന് ശേഷം നമ്മൾ എൻഡിൽ ആഡ് ചെയ്യുന്ന സാധനമാണ് ക്വസ്റ്റ്യൻ ടാഗ്. നമ്മളിപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, എനിക്ക് വലിയ എന്താണ് നീ ഇപ്പോൾ നന്നായിട്ട് കളിക്കുന്നുണ്ട് അല്ലേ എന്ന് നമ്മൾ എങ്ങനെ ചോദിക്കത്തില്ലേ. അപ്പോൾ അതേപോലെ ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ എൻഡിൽ ചോദിക്കാനാണ് ഈ ക്വസ്റ്റ്യൻ ടാഗിൻ്റെ യൂസേജ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ട്, അതെന്താണെന്ന് നോക്കാം. It turns a statement into a question to confirm or check something. എന്തെങ്കിലും ഒരു കാര്യം അത് തന്നെ അല്ലേ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അല്ലെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതാണ് അതിൻ്റെ പേർപ്പസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കിക്കേ, യു ആർ കമ്മിങ്. കണ്ടോ, യു ആർ കമ്മിങ്. ആറിൻറ്റ് യു. കണ്ടോ, ഇവിടെ കണ്ടോ റൂളിൻ്റെ യൂസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിത് വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാം അല്ലേ. കണ്ടോ, ആറ് തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെന്താ ഒരു NT, എന്താ ഇൻറ്റ്, ആറിഞ്ച്. ഇത് നോട്ടിൻ്റെ ഷോർട്ട് ഫോമാണ്, നോട്ട് അല്ലേ. ആർ നോട്ട്, ആറിഞ്ച്.
ആർ നോട്ട് എന്നുള്ളത് നമ്മൾ ഷോർട്ടായിട്ട് ആറിൻറ്റ് അല്ലേ, ആറിൻറ്റ് യു. കണ്ടോ, സബ്ജക്റ്റായിട്ട് ആദ്യം വന്ന സബ്ജക്റ്റ് തന്നെ എടുത്ത് പറയുന്നുമുണ്ട്. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ റൂള്? പോസിറ്റീവായിട്ടുള്ള സെൻറ്റൻസിനെ ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് അത് നെഗറ്റീവ് ആവും. നെഗറ്റീവ് ടാഗ് വേണം നമ്മൾ ആഡ് ചെയ്യാൻ. ഇത്രയും ഭാഗമാണല്ലോ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ഇത് സ്റ്റേറ്റ്മെൻ്റ് അല്ലേ, യു ആർ കമ്മിങ് എന്ന് പറയുന്നത് എന്താണ്? ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരുന്ന പാർട്ടാണ് എന്ത്? ക്വസ്റ്റ്യൻ ടാഗ്. ഓക്കെ, ആർ ഇൻ യു അതാണ് അവിടുത്തെ ക്വസ്റ്റ്യൻ ടാഗ്. അതെങ്ങനെ വന്നു? അപ്പോൾ ആദ്യത്തെ റൂൾ എന്ന് പറയുന്നത് ഇതാണ്, പോസിറ്റീവിനെ നമ്മൾ നെഗറ്റീവ് ആക്കണം. പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ നമ്മൾ ഏത് ടാഗ് ചേർക്കണം? നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ചേർക്കണം. അതാണ് ഫസ്റ്റ്. നെഗറ്റീവിന് എന്ത് ചെയ്താൽ മതി? ഒരു നോട്ട് ചേർത്താൽ മതി. അപ്പോൾ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ആവും. ഓക്കെ, പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് യു ആർ കമ്മിങ്, ഇതെങ്ങനെ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണോ എന്ന് മനസ്സിലായത്? ഇതിനകത്ത് എന്തെങ്കിലും ഒരു നെഗറ്റീവ്, നോ എന്ന് പറയുന്നയോ നോട്ട് എന്ന് പറയുന്ന എന്തെങ്കിലും വേർഡ് ഉണ്ടോ? നെഗറ്റീവ് വേർഡ് ഉണ്ടോ? നെവർ എന്നോ നോട്ടെന്നോ അങ്ങനെ ഒന്നും ഒരു നെഗറ്റീവ് വേർഡ് ഇല്ല. അപ്പോൾ ഇത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? പോസിറ്റീവാണ്. അപ്പം നമുക്ക് അത് കഴിഞ്ഞിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ടാഗ് എന്താക്കണം? യെസ്, നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ ആഡ് ചെയ്യണം. ഇഫ് ദി മെയിൻ സെൻറ്റൻസ് ഇസ് പോസിറ്റീവ് ദി ടാഗ് ഈസ് നെഗറ്റീവ്. അതാണ് പോയിന്റ് അല്ലേ. മെയിൻ സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് എന്താകും? നെഗറ്റീവ് ആവും. നോക്കിക്കേ, ഹി ഈസ് സ്മാർട്ട് അല്ലേ. ഹി ഈസ് സ്മാർട്ട് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അത് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണോ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണോ എന്നൊന്ന് വേഗം പറഞ്ഞേ. പോസിറ്റീവ് ആണോ? ഹി ഈസ് സ്മാർട്ട് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണല്ലേ. അതിനകത്ത് ഏതെങ്കിലും ഒരു നെഗറ്റീവ് വേർഡ് ഉണ്ടോ? ഇല്ല. അപ്പോൾ അതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണെന്ന് മനസ്സിലായി. ഇനി അവിടെ ഏതാ ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ ആഡ് ചെയ്തത്? ഈസ് ഇൻ ഹി. ഈസ് ഇൻ ഹി കണ്ടോ. അപ്പോൾ ഇവിടെ ആറിൻറ്റ് യു ആണ് ആഡ് ചെയ്തത്. ആദ്യത്തെ സബ്ജക്റ്റ് അതേപോലെ നമ്മൾ എൻഡിൽ ചേർക്കുന്നുണ്ട്. പിന്നെ ഓക്സിലറി അല്ലേ, ഇതെല്ലാം സപ്പോർട്ടിങ് ഹെൽപ്പിംഗ് വേർബുകളാണ് അല്ലേ. കമ്മിങ് എന്ന് പറയുന്നതാണ് മെയിൻ വേർഡ് അല്ലേ, മെയിൻ വേർബ്. ഇതെന്താണ്? ഹെൽപ്പിംഗ് വേർബാണ്. അപ്പോൾ ഹെൽപ്പിംഗ് വേർബാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ എപ്പോഴും യൂസ് ചെയ്യാറ്. ഈസ്, ആം, ആർ, വാസ്, വേർ അങ്ങനെ പറഞ്ഞ് ചെറിയ ചെറിയ ഹെൽപ്പിംഗ് വേർബ്സ് ഇല്ലേ നമുക്ക്. അപ്പോൾ അതാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ അതിനെ ഒരു എൻ ടി അല്ലെ, എൻഡ് എന്ന് വെച്ചാൽ നോട്ട് അത് ചേർത്ത് അതിനെ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ആക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഈസ് എന്ന് പറയുന്നത് ഈസിൻ്റായി. എങ്ങനെ ഈസിൻ്റായത്? ഇതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് അല്ലേ. അപ്പം നമ്മൾ ഈസിൻ്റെ കൂടെ ഒരു നോട്ട് ചേർത്തു, അത് ഷോർട്ട് ചെയ്തു, ഈസിൻറ്റ്. പിന്നെ സബ്ജക്റ്റ് ഏതാ? ഹി ആയിരുന്നു സബ്ജക്റ്റ്, അത് അതേപോലെ എഴുതി, ഈസിൻറ്റ് ഹി. ക്ലിയർ അല്ലേ? ഇവിടെ നോക്കിക്കുക, ഇവിടെ അങ്ങനെ ഒരു ഓക്സിലറി ഇല്ലല്ലോ, പിന്നെ എങ്ങനെ നമ്മൾ എഴുതും? ദേ പ്ലേഡ് വെൽ. ഇവിടെ ഏതെങ്കിലും ഒരു ഓക്സിലറി കാണുന്നുണ്ടോ? ഈസ് ഇല്ല, ആം ഇല്ല, വാസ് ഇല്ല, വേറില്ല, ഒന്നുമില്ല. പിന്നെ നമ്മൾ എങ്ങനെ ഇതിനെ മാറ്റി ഡിഡിൻ്റെ ഒക്കെ എവിടെ വന്നു? എങ്ങനെ വന്നു? അപ്പം നിങ്ങൾ ആലോചിക്കുക, അങ്ങനെ ഒരു ഓക്സിലറി വേർബ് ഇല്ലാത്ത സെൻറ്റൻസ് ആണെങ്കിൽ നമ്മൾ ആ വേർബില്ലേ, മെയിൻ വേർബാണ് ഈ പ്ലേഡ് എന്ന് പറയുന്ന ആക്ഷൻ വേർഡാണ്, മെയിൻ വേർബാണ്. അപ്പോൾ ഈ പ്ലേഡിനെ നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്യണം. പ്ലേഡ് എന്ന് വെച്ചാൽ എങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാമെന്നറിയാമോ? പ്ലേ പ്ലസ് ഡിഡ് എന്ന് നമുക്ക് എഴുതാം. പ്ലേ പ്ലസ് ഡിഡ് എന്ന് എഴുതാം. ഓക്കെ, പ്ലേഡിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് പ്ലേ പ്ലസ് ഡിഡ്. അപ്പോൾ ഇവിടെ ഓക്സിലറി വന്നു, കിട്ടി. ഡിഡ് അല്ലേ, ആ ഷോർട്ടായിട്ടുള്ള ഓക്സിലറി അല്ലേ, ഡിഡ് നമുക്ക് കിട്ടി. അപ്പോൾ ആ ഡിഡിനെ പിന്നെന്താ, ഈ ഒരു സെൻറ്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് ടാഗ് ചേർത്തു അല്ലേ. ഡിഡിൻ്റെ കൂടെ ഒരു നോട്ടും കൂടെ ചേർത്ത് ഡിഡിൻ്റ് എന്ന് ഷോർട്ടായിട്ട് എഴുതി അല്ലേ, ഡിഡിൻറ്റ്. പിന്നെന്താ, ദേ അല്ലേ സബ്ജക്റ്റ്, അതിനെ മാറ്റണോ? വേണ്ട, അതേപോലെ എഴുതിയാൽ മതി, ദേ. എന്നിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് വേണം കേട്ടോ, ക്വസ്റ്റ്യൻ മാർക്ക് വേണം. അപ്പോൾ ഒരു കോമ കഴിഞ്ഞ്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞ്, ഒരു കോമ കഴിഞ്ഞ്, പിന്നെ ഏതാണോ ഓക്സിലറി എന്ന് പറഞ്ഞാൽ അതിനെ എടുത്തെഴുതുക. പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യുക? സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആക്കുക. ഓക്കെ, അപ്പോൾ ഡിഡിൻറ്റ് ദേ എന്ന് വരും ക്വസ്റ്റ്യൻ മാർക്ക്. ഇത്രയാണ് എഴുതാൻ. ഇനി ഈ പ്ലേഡിന് പകരം എന്താണ്? പ്ലേസ് എന്ന് വരാം, പ്ലേസ്. അപ്പോൾ ഇവിടെയും ഇല്ല, ഓക്സിലറി ഇല്ലാതെ പ്ലേസ്. അപ്പോൾ ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എസ് വന്നാൽ സ്പ്ലിറ്റ് ചെയ്യുക. പ്ലേ പ്ലസ് ഡസ് ആണ്, ഡസ്. പ്ലേ പ്ലസ് ഡസ്. അപ്പോൾ അവിടെ ഏതായിരിക്കും ഓക്സിലറി യൂസ് ചെയ്യേണ്ടത്? ഡസ് ആണ് യൂസ് ചെയ്യേണ്ടത്. എന്നിട്ട് പോസിറ്റീവ് ആണെങ്കിൽ ഡസിൻ്റെ എന്ന് ചേർക്കുക. ഓക്കെ, ഇനി വെറും പ്ലേന്ന് മാത്രം തരും, പ്ലേന്ന് മാത്രം തന്നാലും നമുക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. പ്ലേ പ്ലസ് ഡു ആണ്. പ്ലേക്ക് പകരം ഏത് വെർബ് വന്നാലും ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം കേട്ടോ. പ്ലേ പ്ലസ് ഡു. അപ്പോൾ ഇവിടെ ഡോണ്ട് എന്നൊക്കെ ചോദിക്കാം. ഓക്കെ, ഡോണ്ട് പോസിറ്റീവ് ആണെങ്കിൽ, സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് ആണെങ്കിൽ ഡോണ്ട്, ഡൂവിൻ്റെ കൂടെ ഒരു നോട്ടും കൂടെ ചേർത്ത്
ഡോണ്ട് എന്ന് നമുക്ക് ആഡ് ചെയ്ത് ചോദിക്കാം. അപ്പോൾ ഇത്രയും ഒന്ന് ഓർത്ത് വെക്കുക. ഈസ്, ആം, ആർ, വാസ്, വേർ, ഹാസ്, ഹാവ് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഹാഡ് ഇതൊക്കെ വന്ന് ഒന്നും നോക്കണ്ട, അത് തന്നെ എടുത്ത് എഴുതുക. സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് ആണോ എങ്കിൽ ഒരു നോട്ടും കൂടെ ചേർത്ത് അതിനെ ഷോർട്ടൻ ചെയ്ത് എഴുതുക. സബ്ജക്റ്റ് എൻഡിൽ ചേർക്കുക, അത്രയേ ഉള്ളൂ. ഇനി ഇങ്ങനെയുള്ള കേസ് വരാം, ചില വേർബ്സിൻ്റെ കൂടെ ED ചേർത്ത് വരാം, എസ് ചേർത്ത് വരാം, ചിലപ്പോൾ വെർബ് മാത്രം വരാം, പ്ലേ എന്ന് മാത്രം അല്ലെ ഈറ്റ് എന്ന് മാത്രം, അങ്ങനെ മാത്രം വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുക. ED ചേർത്ത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും എന്ന് ആലോചിക്കുക, ഡിഡ് കിട്ടും. അതുപോലെ എസ് ചേർത്ത വെർബ് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡസ്. ഓക്കെ, പിന്നെ പ്ലേ വെറും പ്ലേ അല്ലെങ്കിൽ വെർബ് ബേസ് വെർബ് മാത്രമേ ഉള്ളൂ, എസ്സും ED ഒന്നും ഇല്ലെങ്കിൽ അതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം, ഡു ആണ് അപ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഈ ഡൂവും ഡസ്സും ഡിഡും വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ടാഗ് ഫിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ജസ്റ്റ് ഇതൊക്കെ എന്താ ഒന്ന് ഓർത്തിരുന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാം. ദെൻ അപ്പോൾ നെഗറ്റീവ് ആണെങ്കിലോ, ഇനി ഇൻ കേസ് നമ്മൾ നേരത്തെ കണ്ടതെല്ലാം പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു, അതിനെ നമ്മൾ എന്താക്കി, നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ആഡ് ചെയ്തു. ഇവിടെ എന്താ പറയുന്നത്, നെഗറ്റീവ് ആയിട്ടുള്ളതിനെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, പോസിറ്റീവ് ആക്കി മാറ്റണം അല്ലേ, പോസിറ്റീവ് ടാഗ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഇഫ് ദി മെയിൻ സെൻറ്റൻസ് ഈസ് നെഗറ്റീവ്, ദി ടാഗ് ഈസ് പോസിറ്റീവ്. ടാഗ് അപ്പം എന്താവും, പോസിറ്റീവ് ആവും. ഇവിടെ നോക്കിക്കേ, ഹി ഡസിൻറ്റ് ഹെൽപ്പ് മച്ച്. ഡസിൻറ്റ് അല്ലേ, ഡസിൻ്റ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഡസിൻ്റ് എന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ നോട്ടാണ്, ഡസ് പ്ലസ് നോട്ടാണ് അല്ലേ, ഡസ് പ്ലസ് നോ, ഡസിൻറ്റ് ഹെൽപ്പ്, ഹെൽപ്പ് ചെയ്തില്ല എന്നുള്ള അർത്ഥം അല്ലേ, ഡസിൻറ്റ് ഹെൽപ്പ്. അപ്പോൾ ഡസിൻറ്റ് എന്ന് പറയുന്ന അത് നെഗറ്റീവാണ്. അപ്പോൾ അതിനിവിടെ ഓൾറെഡി ഉണ്ട്, ഡസ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാനൊന്നും പോകണ്ട, ഡസ് അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഡസ് തന്നെ എഴുതാം. പിന്നെന്താ, ആ NT ഇവിടെ ചേർക്കണോ വേണ്ട, സ്റ്റേറ്റ്മെൻറ്റിൽ നോട്ടുണ്ട്, സ്റ്റേറ്റ്മെൻറ്റിൽ നോട്ടുള്ളത് കൊണ്ട് നമ്മളിവിടെ എന്ത് ചെയ്യണ്ട, നോട്ട് ചേർക്കണ്ട. ക്വസ്റ്റ്യൻ ടാഗിൽ അവിടെ നോട്ടില്ല. ഡസ് ഹി, ആ ഹി എവിടെ നിന്ന് വന്നു, അതാ സബ്ജക്റ്റിൽ ഹി ആണല്ലോ. അപ്പം നമ്മൾ അത് തന്നെ, പ്രൊനൗൺ ആയിരിക്കും എപ്പോഴും സബ്ജക്റ്റ് എന്താ എഴുതേണ്ടത്. സബ്ജക്റ്റ് ചിലപ്പോൾ ഒരാളുടെ പേരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ആള് ഗേൾ ആണ്, വെദർ ഗേൾ ഓർ ബോയ് എന്ന് നോക്കി ജെൻഡർ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്. ഇവിടെ ഒരിക്കലും ആ സബ്ജക്റ്റ്, ആ പേര് അതുപോലെ നമുക്ക് എഴുതാൻ പറ്റില്ല. റൂൾ അനുസരിച്ച് നമ്മൾ എന്ത് തന്നെ എഴുതണം, പ്രൊനൗൺ തന്നെ, നൗണിന് പകരം യൂസ് ചെയ്യേണ്ട വേർഡ്. ഇവിടെയൊക്കെ പ്രൊനൗൺ ആണ്, ഹി, യു, അതുപോലെ ഇറ്റ്, ഇതെല്ലാം പ്രൊനൗൺ ആണ്. പ്രൊനൗൺ ആണ് സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് തന്നെ യൂസ് ചെയ്താൽ മതി. അപ്പോൾ പേര് വരുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പറയും. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഹി ഡസൻറ്റ് ഹെൽപ്പ് മച്ച്, ഇവിടെ എന്താ, ഡസ് ഹി ആണ് വന്നത്. സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് എന്ത് ചെയ്തു, പോസിറ്റീവ് ആക്കി. ഓക്കെ, ഇനി യു കാൺട്ട് സ്വിം എന്നാണ് പറയുന്നത്, യു കാൺട്ട്. അപ്പോൾ അവിടെ കാൺട്ട്, ക്യാൻ പ്ലസ് നോട്ടാണ് കാൺട്ട്. അപ്പോൾ അതെന്താണ്, നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ, സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, യെസ് ഓഫ് കോഴ്സ് ആ സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് വേണം യൂസ് ചെയ്യാം. എങ്ങനെ പോസിറ്റീവ് ആക്കാം, കാൺട്ട് സ്വിം എന്നുള്ളത് എങ്ങനെ പോസിറ്റീവ് ആക്കാം, ആ കാണ്ടിൻ്റെ ആ നോട്ട് എടുത്ത് കളഞ്ഞാൽ പോരെ, യെസ്, അപ്പോൾ അത് പോസിറ്റീവായി ക്യാൻ. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് എന്ത് കിട്ടി, ഓക്സിലറി വേർബ് ഉണ്ട്, ഹെൽപ്പിംഗ് വേർബ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അതേപോലെ എടുത്തെഴുതിയാൽ മതി. എന്ത് മാത്രം ചെക്ക് ചെയ്യുക, സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, ദി സെയിം ഹെൽപ്പിംഗ് വേർബ്, അതായത് ഈസ്, ആർ, വാസ്, വേർ, ഡു, ഡസ്, ഡിഡ്, ക്യാൻ, വിൽ, ഇത്രയുമാണ് ഹെൽപ്പിംഗ് വേർബ്സിൽ വരുന്നത്. ഇതൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ, ഈസ്, ആർ, വാസ്, വേർ, ഡു, ഡസ്, ഡിഡ്, ക്യാൻ, വിൽ, ഇതെല്ലാം ഹെൽപ്പിംഗ്. ഇതൊന്നും ഓർത്തിരിക്കുക, ഇതെല്ലാം ഹെൽപ്പിംഗ് വേർബ്സ് ആണ്. അപ്പോൾ ഇത് വന്നിട്ടുണ്ടെങ്കിൽ, ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് ഏതിലും വരും, ക്വസ്റ്റ്യൻ ടാഗിലും വരും, അതുപോലെ നമ്മുടെ സബ്ജക്റ്റും വരും അല്ലേ. യെസ്, ഈസ് റിപ്പീറ്റഡ് ഇൻ ദി ക്വസ്റ്റ്യൻ ടാഗ്. ഷീ വാസ് ദെയർ, അപ്പോൾ വാസ് വന്നല്ലോ, അത് തന്നെയല്ലേ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ടാഗിലും എന്ത് തന്നെ വന്നേ, യെസ്, വാസ് എന്നുള്ളത് വാസിൻറ്റ്, പോസിറ്റീവ് ആയതുകൊണ്ട് വാസിൻ. ഷീ കണ്ടോ, ഷീ. ഓക്കെ, ദേ വിൽ കണ്ടോ, വില്ലിന് മാത്രം നമ്മൾ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ വില്ലിൻറ്റ് അങ്ങനെ എഴുതാൻ പറ്റില്ല. അതെന്താ, വില്ലിനെ ഒരിക്കലും നമ്മൾ വില്ലിൻറ്റ് എന്ന് എഴുതുന്നത് തെറ്റാണ്. നമ്മൾ എന്ത് തന്നെ എഴുതണം, വോണ്ട്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നല്ലതായിട്ട് ഓർത്തിരിക്കുക. ഇതൊക്കെ ആയിരിക്കും എക്സാമിന് ചിലപ്പോൾ ചോദിക്കുന്നത്, അപ്പോൾ നമുക്ക് സ്കോർ ചെയ്യണ്ടേ. അപ്പോൾ വോണ്ടെന്ന് എഴുതുക കേട്ടോ, വോണ്ട്. വില്ലെന്നുള്ളത് നമ്മൾ വോണ്ടെന്നാണ് എഴുതേണ്ടത്. അപ്പോൾ അതൊരു ബോക്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഓർത്ത് വെക്കണം. വില്ലിനെ നെഗറ്റീവ് ഫോം ആക്കുമ്പോൾ എന്തേ വരൂ, വോണ്ടെന്നാണ് വരുന്നത്. ഓക്കെ, വില്ല് എന്തായിട്ട് മാറും, വോണ്ടായിട്ടാണ് മാറുന്നത്. ദേ വിൽ കം, അതെന്താവും, വോണ്ട് ദേ. ഓക്കെ, വിൽ നോട്ട് എന്നുള്ളതാണ് ഷോർട്ടൻ ചെയ്യുമ്പോൾ വോണ്ട് ആകുന്നത്. വില്ല് പ്ലസ് നോട്ടാണ്
വോണ്ട്. വില്ല് പ്ലസ് നോട്ടാണ്. ഓക്കെ, വില്ല് പ്ലസ് നോട്ടാണ് എന്ത് വോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. ബാക്കിയെല്ലാം അതേപോലെ തന്നെ വാസ് ഇൻറ്റ്, ഈസ് ഇൻറ്റ്, ആർ ഇൻറ്റ്, വാസ് ഓക്കെ, ഡസ് ഇൻറ്റ്, ഡോണ്ട്, അതൊക്കെ എൻറ്റി അതേപോലെ ചേർത്താൽ മതി. വില്ലിന് മാത്രമേ ഉള്ളൂ ഈ ഒരു എക്സെപ്ഷൻ, അതൊന്ന് ഓർത്തിരിക്കുക. പിന്നെ ഒരു ആം ഉണ്ട്, അത് പറയാം. ആമിന് ഒരു എക്സെപ്ഷൻ ഉണ്ട്, അത് പറയാം. ഓക്കെ, ദെൻ ഹെൽപ്പിംഗ് വേർബ് യൂസ്, ഡു, ഡസ്. നോ ഹെൽപ്പിംഗ് വേർബ്, അതായത് ഹെൽപ്പിംഗ് വേർബ് നമ്മൾ പറഞ്ഞില്ലേ പ്ലേ എന്നുള്ളത് മാത്രം, അല്ലെ പ്ലേഡ് എന്ന് മാത്രം. അവിടെ ഹെൽപ്പിംഗ് വേർബ് ഇല്ലാതെ വരും. ഈസ്, ആം, ആർ, വാസ്, വേർ, ഹാസ്, ഹാഡ്, ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഏതൊക്കെയാണ് അതിന് പകരം യൂസ് ചെയ്യാൻ പറ്റുന്നത്? ഡു യൂസ് ചെയ്യാം, ഡസ് യൂസ് ചെയ്യാം, ഡിഡ് യൂസ് ചെയ്യാം. ഓക്കെ, ഡു, ഡസ്, ഡിഡ്. അതായത് വേർബിൻ്റെ എൻഡിൽ ഒരു എസ് ഉണ്ടെങ്കിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഡസ് ആക്കാം. വേർബ് തന്നെ ബേസ് ഫോം ആയിട്ടുള്ള പ്ലേ, ഈറ്റ്, റൈറ്റ് അങ്ങനെ മാത്രമേ ഉള്ളെങ്കിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡു നമുക്ക് കിട്ടും. അപ്പോൾ അത് യൂസ് ചെയ്യാം ക്വസ്റ്റ്യൻ ടാഗിൽ. ഇനി പ്ലേഡ്, അതുപോലെ തന്നെ ഈറ്റിൻ്റെത് നമ്മൾ ഈറ്റൺ ആണ്, V3 ഫോമാണ് ഈറ്റൺ അല്ലേ, ഈറ്റ്, എയ്റ്റ്, ഈറ്റൺ, അങ്ങനെ പാസ്റ്റ് ടെൻസ് ഈറ്റൺ, V3 ഫോം. പ്ലേഡ്, റോട്ട്, റിട്ടൺ അല്ലേ, റൈറ്റിൻ്റെത് റിട്ടൺ ആണ് V3 ഫോം. അപ്പോൾ V3 ഫോമൊക്കെ ഉള്ള ഒരു വേർബ് വന്നു കഴിഞ്ഞാൽ അവിടെ ഹെൽപ്പിംഗ് വേർബ് ഒന്നുമില്ല, ഈസ്, ആം, ആർ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? സ്പ്ലിറ്റ് ചെയ്ത് ഡിഡ് വേണം യൂസ് ചെയ്യാൻ. ക്വസ്റ്റ്യൻ ടാഗിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഡിഡ് യൂസ് ചെയ്യുക. ഓക്കെ, വെൻ ദർ ഇസ് നോ ഹെൽപ്പിംഗ് വേർബ് യൂസ് ഡു, ഡസ് ഓർ ഡിഡ്. നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ, ഹി വർക്ക്സ് ഹാർഡ്. അപ്പോൾ വർക്ക്സ് എന്ന് മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും ഒരു ഹെൽപ്പിംഗ് വേർബ് ഉണ്ടോ അവിടെ? ഈസ്, ആം, ആർ, വാസ്, വേറെ ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ ഏത് യൂസ് ചെയ്യണം? ഈ വർക്ക്സിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ, എസ് അല്ലേ, എസ്സിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ വർക്ക്, അതായത് വേർബ് പ്ലസ് എസ് വന്നു കഴിഞ്ഞാൽ ഡസ് ആണ് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഡസ് ഇൻ ഹി, കണ്ടോ സബ്ജക്റ്റ് പിന്നെ എഴുതി, ഡസ് ഇൻ ഹി ആണ് ആൻസർ. യു ലൈക്ഡ് ഇറ്റ്, ലൈക്ഡ് ഇ ഡി വന്നു അല്ലേ, അത് V3 ആണ്, നമുക്ക് മനസ്സിലായി പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ അവിടെ എന്താ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ വരുന്നത്? ഡിഡ് ആണ് വരുന്നത്. അപ്പോൾ ഡിഡിൻറ്റ് യു, അപ്പോൾ ഡിഡിൻറ്റ് യു ആണ് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ഡിഡിൻറ്റ് യു. ലെറ്റ്സ്, അതായത് സ്റ്റാർട്ട് വിത്ത് ലെറ്റ്സ്. ലെറ്റ്സ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്ന സെൻറ്റൻസുകളുണ്ട്. ഓക്കെ, ലെറ്റ്സ് പ്ലേ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയാണെങ്കിൽ അവിടെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ടാഗ് അങ്ങ് പഠിച്ചു വെക്കുക. ലെറ്റ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സെൻറ്റൻസ് ആണെങ്കിൽ ഒന്നും നോക്കണ്ട, ആൻസർ എന്തായിരിക്കും? ക്വസ്റ്റ്യൻ ടാഗ് ഷാൽ ബി. അപ്പോൾ ഇത് കിട്ടാൻ പ്രാർത്ഥിക്കുക അല്ലേ. ഈ ഒരു സെൻറ്റൻസ് വന്നാൽ പിന്നെ ഒന്നും നോക്കണ്ട, അതിനകത്ത് ഓക്സിലറി ഏതാ ഒന്നും നോക്കണ്ട, നമ്മൾ പഠിച്ചു വെക്കുക ഷാൽ ബി ആണ്. ലെറ്റ്സ് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സെൻറ്റൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കും? ഷാൽ ബി. ഓക്കെ, അതെന്താ നമ്മളൊരു റൂളായിട്ട് പഠിച്ചു വെക്കണം. ലെറ്റ്സ് വന്നു കഴിഞ്ഞാൽ ഷാൽ ബി. ഓക്കെ, വേറെ ഒന്നും നോക്കണ്ട, അത് പോസിറ്റീവ് ആണെന്നോ നെഗറ്റീവ് ആണെന്നോ ഒന്നും നോക്കണ്ട. ലെറ്റ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സെൻറ്റൻസ് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് തന്ന് ക്വസ്റ്റ്യൻ ടാഗ് ആണ് ഫില്ല് ചെയ്യേണ്ടെങ്കിൽ നമ്മൾ ഒന്നും ആലോചിക്കാതെ എന്ത് എഴുതുക? ഷാൽ ബി എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, ദെൻ ഇനി നോക്കിക്കേ, ഇമ്പറേറ്റീവ് സെൻറ്റൻസ് അല്ലെങ്കിൽ ഓർഡർ, റിക്വസ്റ്റ് ഒക്കെ ചെയ്യും അല്ലേ, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഓർഡർ കൊടുക്കുക അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് അപേക്ഷിക്കുക. അപ്പോൾ അങ്ങനെയുള്ള സെൻറ്റൻസുകളാണ് ഈ ഇമ്പറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്, ഓർഡർ അല്ലെങ്കിൽ റിക്വസ്റ്റ്. അപ്പോൾ അങ്ങനെയുള്ള സെൻറ്റൻസുകൾ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? വിൽ യു, എന്ത് യൂസ് ചെയ്യാം? ഒന്നുകിൽ വിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ വോണ്ട് യു എന്ന് യൂസ് ചെയ്യാം. ഓക്കെ, രണ്ട് ക്വസ്റ്റ്യൻ ടാഗ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, വിൽ യു അല്ലെങ്കിൽ വോണ്ട് യു. അപ്പോൾ എങ്ങനെയായിരിക്കും അത് യൂസ് ചെയ്യേണ്ടത്? ഓപ്പൺ ദി വിൻഡോ, വിൽ യു ഒന്ന് ചെയ്യാമോ എന്നുള്ള രീതിയിൽ വിൽ യു. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ഓപ്പൺ ദി വിൻഡോ, ഇവിടെ ഒന്നും നമ്മൾ നല്ലാതെ ഓക്സിലറിയും അല്ലാത്ത വേർബും ഒന്നും നോക്കിയിട്ടല്ല നമ്മൾ ഇത് ക്വസ്റ്റ്യൻ ടാഗ് ആഡ് ചെയ്യുന്നത്. പിന്നെ എങ്ങനെയാ? ഓപ്പൺ ദി വിൻഡോ നമുക്കറിയാം, അത് ആരോ കമാൻഡ് ചെയ്തതാണ്, ഓർഡർ ചെയ്തതാണെന്ന് നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ്. അപ്പോൾ ഒരു സെൻറ്റൻസ് കാണുമ്പോൾ നമുക്കറിയാലോ അത് ഓർഡർ ആണോ കമാൻഡ് ആണോ റിക്വസ്റ്റ് ആണോ എന്നൊക്കെ നമുക്കറിയാം. അപ്പം ഓപ്പൺ ദി വിൻഡോ എന്ന് പറയുന്നത് ആരോ ഓർഡർ ചെയ്തതാണല്ലേ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? വിൽ യു അല്ലെങ്കിൽ വോണ്ട് യു എന്ന് ചേർക്കാം. വളരെ പൊളൈറ്റായിട്ട് ഒന്ന് ചെയ്യാമോ എന്ന് ചോദിക്കുന്നത് നമ്മൾ വോണ്ട് യു. കണ്ടോ, ഹെൽപ്പ് മീ, അതെന്താ വളരെ പൊളൈറ്റായിട്ട് നമ്മൾ ചോദിക്കുക, റിക്വസ്റ്റ് ചെയ്യുന്നത് അല്ലേ. അങ്ങനെ ഒരു പൊളൈറ്റായിട്ട് ചോദിക്കുന്ന കാര്യത്തിന് നമുക്ക് എന്ത് ചെയ്യാം? വോണ്ട് യു യൂസ് ചെയ്യാം. അപ്പോൾ രണ്ടും യൂസ് ചെയ്യുന്നത് കറക്റ്റാണ്, വിൽ യു, വോണ്ട് യു. എപ്പോഴാണ് വോണ്ട് യു എന്ന് യൂസ് ചെയ്യുന്നത്? കുറച്ചുകൂടെ നമ്മൾ അപേക്ഷിക്കുമ്പോൾ അല്ലേ, ഭയങ്കരമായിട്ട് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ, കുറേയും കൂടെ പൊളൈറ്റായിട്ട് ചോദിക്കുമ്പോഴാണ് നമ്മൾ വോണ്ട് യു യൂസ് ചെയ്യുന്നത്. അല്ലാത്ത നോർമൽ കേസ് അത് നടക്കൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്ലീസ് പാസ് ദി സാൾട്ട്, ആ സാൾട്ട് ഒന്ന് പാസ് ചെയ്യൂ, അല്ലെങ്കിൽ പ്ലീസ് ഗിവ് മീ എ പെൻ എന്നൊക്കെ പറയുന്നത് ഭയങ്കരമായിട്ട് റിക്വസ്റ്റ് ചെയ്യേണ്ട കാര്യമല്ല. അപ്പോൾ അതൊക്കെ അങ്ങനെ ഒരുപാട് പൊളൈറ്റ് ആയിട്ടാണ് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ വോണ്ട് യു ചേർക്കുക, അത്ര പൊളൈറ്റ് അല്ലെങ്കിൽ വിൽ യു. ഓക്കെ, എന്തായാലും ഓർഡർ, റിക്വസ്റ്റ്, കമാൻഡ് ഒക്കെ വരുന്നത് ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണ്. അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗിൽ വിൽ യു അല്ലെങ്കിൽ വോണ്ട് യു മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. വിൽ യു അല്ലെങ്കിൽ വോണ്ട് യു. ലെറ്റ്സ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സെൻറ്റൻസ് ആണെങ്കിലോ, ലെറ്റ്സ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സെൻറ്റൻസ് ആണെങ്കിൽ ഷാൽ ബി. ഓക്കെ, ഷാൽ ബി ആണ്. യെസ്,
ദെൻ ഐ ആം, ഇതും എക്സെപ്ഷൻ ആണ്. ആദ്യം പഠിച്ചതൊക്കെ നമ്മൾ വളരെ ഈസി ആയിട്ട് ഈസ്, ആം, ആ, വാസ്, വേ അതൊക്കെ വന്നു കഴിഞ്ഞാൽ നേരെ അതിൻ്റെ ഓക്സിലറി നെഗറ്റീവ് ഫോം ചേർക്കുക, അതിൻ്റെ എന്ത് ചെയ്യുക, പ്രൊനൗൺ ഏതാണോ ഫസ്റ്റ് കിടക്കുന്നത് അത് അതേപോലെ എഴുതുക, ക്വസ്റ്റ്യൻ മാർക്ക്, അത്രയേ ഉള്ളായിരുന്നു. പക്ഷേ ഇതൊക്കെ കുറച്ച് എക്സെപ്ഷൻസ് ആണ് ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് പറഞ്ഞത്. ഇപ്പോൾ ലെറ്റ്സ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഷാൽ വി, അതുപോലെ എന്താണ് നമ്മളിപ്പോൾ പറഞ്ഞ യെസ്, റിക്വസ്റ്റ്, കമാൻഡ്, ഓർഡർ അങ്ങനെയുള്ള സെൻറ്റൻസ് ആണെങ്കിൽ വിൽ യു അല്ലെങ്കിൽ ഷാൽ വി എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുക അല്ലേ. ഇനി അയാം വരുന്ന സെൻറ്റൻസ് നിങ്ങൾ ഓർക്കുക, ആമിൻ്റെ എന്ന് പറയില്ല, പകരം അയാമിന് ആറിൻ്റെന്ന് വേണം പറയാൻ. അപ്പോൾ ഇതൊക്കെ എന്താണ് എക്സെപ്ഷൻ ആയതുകൊണ്ട് കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ചാൻസ് ഉണ്ട് വരാനല്ലേ. അയാം എന്ന് പറഞ്ഞാൽ ആറിഞ്ച്, ക്വസ്റ്റ്യൻ ടാഗ് ഏതായിരിക്കും, ആറിഞ്ച്. അപ്പോൾ ടാഗ് ഫോർ അയാം ഈസ് ആറിഞ്ച്. അയാം ലേറ്റ് എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് സെൻറ്റൻസ് അല്ലേ, അതിനകത്ത് ഏതെങ്കിലും ഒരു നെഗറ്റീവ് വേർഡ് ഉണ്ടോ? ഇല്ല. നെവർ എന്നോ നോ എന്നോ അങ്ങനെ ഒരു നെഗറ്റീവ് വേർഡും ഇല്ല. അപ്പോൾ ഇതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. അതുകൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ആറിൻ്റ് ഐ എന്നാണ് ചേർത്തത്. ആറിൻ്റെ കൂടെ നോട്ടും കൂടെ ചേർത്ത് ക്വസ്റ്റ്യൻ ടാഗിനെ നമ്മൾ നെഗറ്റീവ് ആക്കി, ആറിൻ്റ് ഐ. കണ്ടോ? അപ്പോൾ അയാം, ആം വന്നാൽ ആറാണ് അതിൻ്റെ നെഗറ്റീവ് ടാഗായിട്ട് വരുന്നത്. ഇനി നോക്കിക്കേ, നെവർ, നോ വൺ, നത്തിങ്. അപ്പോൾ ഇതൊക്കെ എന്താണ്, നെഗറ്റീവ് വേർഡ്സുകളാണല്ലേ. ഏതൊക്കെയാണ്, നെവർ, നോ വൺ, നത്തിങ്, ഇതെല്ലാം നെഗറ്റീവ് വേർഡ്സുകളാണ്. നോക്കിക്കേ, ഈവൻ ഇഫ് ദർ ഈസ് നോ, നോട്ട്, ദീസ് വേർഡ്സ് മേക്ക് ദി സെൻറ്റൻസ് നെഗറ്റീവ്. നോ എന്നും നോട്ടെന്നും പറയുന്നില്ല, പക്ഷെ എന്താണ്, ആ നെവർ, നോ വൺ, നത്തിങ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം അത് നെഗറ്റീവ് വേർഡ്സുകളാണ് അല്ലേ. നെവർ, നോ വൺ, നത്തിങ് ഒക്കെ നെഗറ്റീവ് വേർഡ്സ് ആണ്. അങ്ങനെയുള്ള വേർഡ്സ് ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ കണ്ടാൽ നിങ്ങൾ വിചാരിച്ചോണം ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ഓൾറെഡി അത് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ ടാഗിൽ ഒരിക്കലും നോട്ട് ചേർക്കരുത്, ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആക്കണം. അതായത് നോട്ട് ചേർക്കാതെ ഓക്സിലറി പ്ലസ് ആ ഒരു നൗൺ സബ്ജക്റ്റ് എഴുതിയാൽ മതി. ഓക്കെ, ക്ലിയർ ആണോ? എക്സാമ്പിൾ നോക്കിക്കേ, നോബഡി കോൾഡ്. അപ്പോൾ ഇവിടെ നോബഡി എന്നുണ്ട്. അപ്പോൾ ഇതെന്താണ്, നോട്ട് ഡയറക്റ്റ് ആയിട്ട് നോ എന്നും നോട്ടെന്നും ഇല്ല, പക്ഷെ നോബഡി ഉണ്ടല്ലോ. നോബഡി എന്താണ്, നെഗറ്റീവാണ്. സോ അവിടെ നമുക്ക് എന്ത് ടാഗ് ചേർക്കണം, നെഗറ്റീവ് ടാഗാണ് ചേർക്കേണ്ടത്. യെസ്, ഡിഡ് ദേ. എങ്ങനെ ഡിഡ് വന്നത്, യെസ്, കോൾഡ് എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ചെയ്തു, ഓക്സിലറി ഇല്ല എന്ന് വെച്ചാൽ സ്പ്ലിറ്റ് ചെയ്യാനൊന്നും ഇല്ലേ. യെസ്, നമുക്ക് വേർബ് ഉണ്ട്. അപ്പോൾ കോൾഡ് എന്നുള്ളതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, കോൾ പ്ലസ് ഡിഡ് ആണ് കിട്ടുന്നത്. സോ ഡിഡ് ദേ, ഡിഡിൻ ദേ എന്ന് എന്തുകൊണ്ട് എഴുതിയില്ല, ഡിഡിൻ ദേ എന്താ എഴുതാഞ്ഞത്, യെസ്, ഡിഡ് കഴിഞ്ഞ് നെഗറ്റീവ് ഈ ഒരു സെൻറ്റൻസ് ഓൾറെഡി നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മൾ പോസിറ്റീവ് ടാഗ് കൊടുത്തു. ഇനി കണ്ടോ, നോബഡി, ഈ വേർഡ് കണ്ടാൽ നമ്മൾ പറഞ്ഞു എപ്പോഴും പ്രൊനൗൺ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ, എൻഡിൽ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് പ്രൊനൗൺ. അപ്പം നോബഡി എന്ന് പറഞ്ഞാൽ ആരൊക്കെയോ നല്ല അർത്ഥം. അപ്പോൾ അവിടെ ദേ ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൊനൗൺ ആയിട്ട് കറക്റ്റ് വരുന്നത് ദേ ആണ്. നോബഡി ആരും എന്നല്ലേ അർത്ഥം, ആരും കോൾ ചെയ്തില്ല അല്ലേ. അപ്പം നോബഡി എന്ന് പറയുന്ന ആരൊക്കെയോ ആണ് അല്ലേ, ആരും. അപ്പോൾ അതെന്താണ്, ദേ എന്ന് പറയുന്ന പ്രൊനൗൺ നമുക്കവിടെ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ഷീ നെവർ ഈറ്റ്സ് സ്വീറ്റ്സ്. അപ്പോൾ ഷീ ആണ് അവിടുത്തെ പ്രൊനൗൺ. നെവർ വന്നിട്ടുണ്ട്, അപ്പോൾ ഇത് ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, നെഗറ്റീവ് ആണ്. അപ്പോൾ നമ്മൾ ടാഗ് പോസിറ്റീവ് കൊടുത്താൽ മതി. ഇനി നെവർ ഈറ്റ്സ്, കണ്ടോ ഇവിടെ ഓക്സിലറി ഇല്ല. പിന്നെന്ത് ചെയ്യാം, നമുക്ക് ഈറ്റ്സ്, എസ് ഉണ്ടല്ലോ വേർബിൻ്റെ ഏറ്റവും എൻഡിൽ എസ് ഉണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അതിനെ സ്പ്ലിറ്റ് ചെയ്യാം. ഈറ്റ്സ് എന്നുള്ളത് ഈറ്റ് പ്ലസ് ഡസ്, ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, ഡസ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഡസ് ഷീ, കണ്ടോ ആൻസർ എന്ത് വരും, ഡസ് ഷീ. അപ്പോൾ ഷീ നെവർ ഈറ്റ് സ്വീറ്റ്സ്, ഡസ് ഷീ. കണ്ടോ എന്താ ആൻസർ പറഞ്ഞേ, വേഗം പറഞ്ഞേ, യെസ്, ഡസ് ഷീ ആണ് വരുന്നത്. ഇനി പ്രൊനൗൺ എഗ്രിമെൻറ്റ്. പ്രൊനൗൺ എന്ന് പറയുന്നത് ദി സബ്ജക്റ്റ് ഓഫ് ദി മെയിൻ സെൻറ്റൻസ് മസ്റ്റ് മാച്ച് ദി പ്രൊനൗൺ ഇൻ ദി ടാഗ്. അപ്പോൾ റിക്കി എന്ന് പറയുന്നത് നോക്കിക്കേ, അതായത് നേരത്തെ ഞാൻ പറഞ്ഞു ഒരിക്കലും ഒരു നെയിം ഒന്നും എൻഡിൽ എടുത്ത് ചോദിക്കത്തില്ല. ഇവിടെ റിക്കി എന്ന് പറയുന്നത് ഒരാണാണ് അല്ലേ, ഒരു ബോയ് ആണെന്ന് നമുക്ക് അറിയാം റിക്കി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ റിക്കി ഒരു ബോയ് ആണെന്നറിയാലോ. അപ്പോൾ എന്താ ബോയ്ക്ക് അല്ലെ ഒരു ബോയ്സിന് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രൊനൗൺ ഹി അല്ലേ, ബോയ് എന്നുള്ളത് ഹി അല്ലേ. ഏതെങ്കിലും ഒരു നെയിം, ആൺകുട്ടിയുടെ പേരാണെങ്കിൽ നമുക്ക് ഹി, പെൺകുട്ടിയുടെ പേരാണെങ്കിൽ ഷീ കൊടുക്കാം അല്ലേ. അപ്പോൾ ഇവിടെ റിക്കിക്ക് പകരം നമുക്ക് പ്രൊനൗൺ ഏത് യൂസ് ചെയ്യാം, ഹി. അതാണ് ഈ റൂള്. ഓക്കെ, പ്രൊനൗൺ എഗ്രിമെൻറ്റ്. ഓക്കെ, പ്രൊനൗൺ വേണം നമ്മൾ എൻഡിൽ ചേർക്കാൻ. റിക്കി ഈസ് ലേസി, ബാക്കിയൊക്കെ സിമ്പിൾ അല്ലേ, ഓക്സിലറി ഉണ്ട്. അപ്പോൾ ഓക്സിലറി തന്നെ റിപ്പീറ്റ് ചെയ്യുക. പിന്നെ ഇത് പോസിറ്റീവ് അല്ലേ സെൻറ്റൻസ്, അപ്പോൾ നെഗറ്റീവ് ടാഗ് യൂസ് ചെയ്യുക. ഈസിൻറ്റ് ഹി, എന്ത് വരും, ഈസിൻറ്റ് ഹി. ഇനി ദി ഗേൾസ് ആർ സിംഗിങ്. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ട കാര്യങ്ങൾ കിട്ടി, ഗേൾസും ആറും. ഗേൾസ് എന്ന് പറയുന്നത്
ഒന്നി കൂടുതലുണ്ടല്ലോ. ഒന്നി കൂടുതലുള്ളതിന് പ്രൊനൗൺ നമ്മൾ ഏത് യൂസ് ചെയ്യാം? ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ ദേ എന്ന് പറഞ്ഞൂടെ? അപ്പോൾ ഇവിടെ ദേ ആണ് ഗേൾസിന് പകരം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഒരിക്കലും ഗേൾസ് എന്ന് എടുത്ത് ക്വസ്റ്റ്യൻ ടാഗിൽ പറയരുത്. അപ്പോൾ ആ റൂള് മൈൻഡിൽ വരണം. എന്താണ്? സബ്ജക്റ്റിൻ്റെ അവിടെ പ്രൊനൗൺ ആണെങ്കിൽ മാത്രമേ നമ്മൾ എൻഡിൽ അത് തന്നെ എഴുതാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പ്രൊനൗൺ മാറ്റണം. വായിച്ച് നോക്കി മനസ്സിലാക്കി മാറ്റണം. റിക്കി ഇവിടെ ബോയെ മനസ്സിലായി, അതുകൊണ്ട് ഹി. ഇനി ഇവിടെ ഗേൾസ് ഒന്നി കൂടുതലാണെന്ന് മനസ്സിലായി, അതുകൊണ്ട് ദേ. ക്ലിയർ ആണോ? യെസ്. ഇനി ആറിൻ്റെ എങ്ങനെയായത് ആയി മാറിയത്? എന്ന് പറയുന്നത് പോസിറ്റീവാണ് ഈ ഒരു സെൻറ്റൻസ്. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് എന്ത് മതി? നെഗറ്റീവ് ടാഗ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ആറിൻ്റ് ദേ എന്ന് പറയുന്ന നെഗറ്റീവ് ടാഗ് നമുക്ക് യൂസ് ചെയ്യാം. ക്ലിയർ ആയോ? ഏകദേശം ക്ലിയർ ആയോ? ക്വസ്റ്റ്യൻസ് ഒക്കെ ക്ലിയർ ആയോ? ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം അല്ലേ? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിലായിരുന്നു നമ്മൾ ഇത്രയും കാര്യങ്ങൾ പിന്നെ പറഞ്ഞു പോയത്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് പഠിച്ചു നമ്മൾ. ഇനി വേഗം ആൻസർ ചെയ്തോ. റിക്കി വാസ് സ്റ്റിൽ ഇൻ ബെഡ്. ഇനി നിങ്ങളുടെയാണ് ABCD ഓപ്ഷൻസ് വേഗം തന്നിട്ടുണ്ട്. വേഗം ആൻസർ ചെയ്ത് ഏതാണ് കറക്റ്റായിട്ട് വരുന്നത്? വേഗം ഏതാണ് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്? റിക്കി വാസ് സ്റ്റിൽ ഇൻ ബെഡ്. ഏത് ആൻസറാണ്? ഇപ്പം നമ്മൾ പഠിച്ച റൂളൊക്കെ വെച്ച് നോക്കൂ. ഓക്സിലറി ഉണ്ട് അവിടെ, പോസിറ്റീവ് സെൻറ്റൻസ് ആണെന്നും മനസ്സിലായി. അപ്പോൾ ഇത് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? വേഗം പറഞ്ഞേ, ആൻസർ വേഗം പറഞ്ഞേ. ഡസിൻ ഹി ആണോ? വാസിൻറ്റ് ഹി ആണോ? ഈസിൻ ഹി ആണോ? ഡിഡിൻ ഹി ആണോ? ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ നമ്മൾ ഏത് ആൻസർ ചെയ്യും? ബി ഈസ് ആൻസർ. യെസ്, ബി ആണ് ആൻസർ ആയിട്ട് പറയുന്നല്ലേ? ഓക്കെ, ബി ആണ് കറക്റ്റ്. വെരി ഗുഡ്. എല്ലാവർക്കും കറക്റ്റ് ആൻസർ കിട്ടി. ബി ആണ് ആൻസർ അല്ലേ? വാസ് ഇൻ ഹി. എന്തുകൊണ്ട് വാസ് ഇൻ ഹി വന്നു? വാസ് ആണ് ഇവിടുത്തെ ഓക്സിലറി അല്ലേ? വാസ് ആണ് ഓക്സിലറി. പിന്നെന്താ? റിക്കി. അതെങ്ങനെ നിങ്ങൾ മാറ്റിയല്ലേ? റിക്കി എന്നുള്ളത് ബോയ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഹി ആയി, എൻഡിൽ ഹി ആയി കൊടുത്തു. അപ്പോൾ വാസ് ഇൻ ഹി ആണ് കറക്റ്റ്. അപ്പം മനസ്സിലായോ ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെയാണെന്ന്? സിമ്പിൾ അല്ലേ? ഇനി കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട്. വേഗം പറഞ്ഞോ. റിക്കി ഡിഡിൻ ഹെൽപ്പ് മച്ച് അറൗണ്ട് ദി ഹൗസ്. അപ്പോൾ ഡിഡിൻ്റ് ആണ് വന്നേക്കുന്നത്. ഡിഡിൻ്റ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ വേഗം പറഞ്ഞു ആൻസർ ഏത് വരുമായിരിക്കും? ഒന്ന് ആലോചിച്ചിട്ട് പെട്ടെന്ന് പറഞ്ഞേ. ആൻസർ ഏതാ വരുന്നേ? ഇതിൻ്റെ ആൻസർ ബി ആണോ വരുന്നേ? ഒന്ന് ആലോചിച്ചേ വേഗം. റിക്കി ഡിഡിൻ ഹെൽപ്പ് മച്ച് അറൗണ്ട് ദി ഹൗസ്. ഡിഡിൻ്റ് എന്ന് പറയുന്നത് അതൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. റിക്കി നമുക്കറിയാം ബോയ് ആയതുകൊണ്ട് ഹി ആണ് എൻഡിൽ വരുന്ന പ്രൊനൗൺ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതായിരിക്കും വരുന്നത്? ഓൾറെഡി സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് നെഗറ്റീവാണ്. അപ്പോൾ ഇനി ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. എല്ലാവരും യെസ് കറക്റ്റ് ആണ്. എ ആണ് ആൻസർ. യെസ്, എല്ലാവർക്കും കിട്ടിയല്ലോ. എ ആണ്. ഡിഡ് ഹി ആണ് കറക്റ്റ്. ഓക്കെ, എങ്ങനെ ഡിഡ് ഹി വന്നത്? യെസ്, നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൽ അതൊരു നെഗറ്റീവാണ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് എന്ത് ചെയ്യണം? പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് കൊടുക്കണം. കറക്റ്റ് ആണ്. എല്ലാവരും പറയുന്നുണ്ട് എ ആണ്. യെസ്, വെരി ഗുഡ്. Then second question, he was as excited as his parents. അപ്പോൾ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കി വേഗം. ഇത് വളരെ സിമ്പിൾ ആണേ. He was as excited as his parents. അപ്പോൾ ഇവിടെ ഏതാ വരിക? ഓക്സിലറി വന്നിട്ടുണ്ട്. was ആണ് ഓക്സിലറി. അപ്പോൾ ഇവിടെ ഏതാ നെഗറ്റീവ് ടാഗ് നമ്മൾ ചേർക്കണോ അതോ വേണ്ടേ? ഇതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പം നെഗറ്റീവ് ടാഗ് വേണം നമുക്ക് വേണ്ടത് അല്ലേ? അപ്പോൾ ഏത് വരും? wasn't he ആണോ അതോ was he ആണോ? ഏതാ വരിക? wasn't he ആണ് വരുന്നത് അല്ലേ? കറക്റ്റ് ആണ്. wasn't he. എ ആണ് കറക്റ്റ് ആൻസർ. ഇനി നോക്കിക്കേ. റിക്കി couldn't find his favorite t-shirt. റിക്കി couldn't ആണ്. couldn't. അപ്പോൾ അതും ഓക്സിലറി ആണ്. നമുക്ക് എഴുതാനായിട്ട് ഒരു ഓക്സിലറി ഉണ്ട്. could ഉണ്ട്, can, could. ഇതെല്ലാം ഓക്സിലറീസ് ആണ്. is, am, are, was, were, has, have, had, could, can. ഇതെല്ലാം ഓക്സിലറീസ് ആണ്. അപ്പോൾ റിക്കി couldn't find എന്ന് പറഞ്ഞിട്ടുണ്ട്. couldn't. അപ്പോൾ അവിടെ ഏതായിരിക്കും? couldn't. അതാണ് ഓക്സിലറി. അപ്പോൾ ഇത് നെഗറ്റീവ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ്. തേർഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ പറഞ്ഞേ. നമ്പറും കൂടെ ടൈപ്പ് ചെയ്തിടുക. 3. ആൻസർ ഏതാ? തേർഡിൻ്റെ ആൻസർ ഏതാണ്? കുഡ് ഹി ആണോ? യെസ്, കറക്റ്റ് ആണ്. കുഡ് ഹി ആണ് തേർഡിൻ്റെ ആൻസർ. ഏതാണ്? യെസ്, കറക്റ്റ് ആണ്. കുഡ് ഹി ആണ്. യെസ്, കുഡിൻറ്റ് ഹി എന്ന് വരില്ല. കാരണം ഇതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇടുന്ന ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. ഇനി റിക്കീസ് പാരൻസ്. അപ്പോൾ ഇത് നോക്കി, ഇതൊന്ന് കുറച്ചൊന്ന് ചിന്തിച്ചെടുത്താൽ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് കിട്ടും. പക്ഷേ ഒന്ന് ചിന്തിക്കണം. ഓക്കെ, നോക്കട്ടെ ആരൊക്കെയാണ് നല്ലോണം ചിന്തിച്ച് ആൻസർ പറയുന്നതെന്ന്. റിക്കീസ് പാരൻസ് ബോട്ട് എ ബട്ട്ലർ റോബോട്ട്. റിക്കീസ് പാരൻസ് ആണ് അവിടുത്തെ സബ്ജക്റ്റ്. അത് ഒന്നിൽ കൂടുതലുണ്ടോ, ഒന്നാണോ എന്നൊക്കെ ചിന്തിച്ച് ഹി ആണോ, ഷീ ആണോ, ദേ ആണോ ഇവിടെ വരണ്ടേന്നൊക്കെ ആലോചിക്കുക അല്ലേ. റിക്കീസ് പാരൻസ് ബോട്ട് എ ബട്ട്ലർ. ബോട്ട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇവിടെ.
കണ്ടോ, ഓക്സിലറി ഒന്നുമില്ല. ഒന്ന് ആലോചിച്ചിട്ട് വേഗം ആൻസർ ചെയ്ത ഇതിൻ്റെ ബോട്ട് എന്ന് മാത്രമാണ് പറയുന്നത്. ബൈയുടെ പാസ്റ്റ് ടെൻസ് ആണ് ബോട്ട്, ബൈയുടെ പാസ്റ്റ് ടെൻസ്. അപ്പോൾ നമ്മൾ ഡൂൺ ഡസും ഡിഡും ചേർക്കാനാണ് പഠിച്ചത്. പാസ്റ്റ് വന്നാൽ നമ്മൾ എന്താ ചേർക്കേണ്ടത്? യെസ്, ഇവിടെ എന്താ ചേർക്കേണ്ടത്? ഡിഡ് ആണല്ലേ. അപ്പം ഇനി നോക്കുക, റിക്കീസ് പാരൻസ് ബോട്ട് എ ബട്ട്ലർ റോബോട്ട്. ഇവിടെ ഏതാ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്? ഏതാ വരുന്നത്? യെസ്, ഡിഡിൻറ്റ് ദേ ആണ്. എ ആണ് കറക്റ്റ്. യെസ്, കറക്റ്റ് ആണ്. ഡിഡിൻറ്റ് ദേ ആണ് ഇവിടുത്തെ ആൻസർ. എന്തുകൊണ്ടാണ് ഡിഡിൻറ്റ് ദേ ആയത്? യെസ്, അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത്, ബോട്ടിനെ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഡിഡ് കിട്ടി. കാരണം ഇവിടെ വേറെ ഓക്സിലറി ഇല്ല. അപ്പോൾ നമ്മളതിനെ സ്പ്ലിറ്റ് ചെയ്തു. ഇതൊരു പാസ്റ്റ് ടെൻസ്, ബൈയുടെ പാസ്റ്റ് ടെൻസ് ആണ് അല്ലേ. പ്ലേയുടെ പാസ്റ്റ് ടെൻസ് ആയിരുന്നു പ്ലേഡ്, അതുപോലെ ബൈയുടെ പാസ്റ്റ് ടെൻസ് ആണ് ബോട്ട്. അപ്പോൾ നമ്മൾ അത് എന്ത് ചെയ്തു? സ്പ്ലിറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ഡിഡാണ്. എപ്പോഴും ഓർക്കുക, പാസ്റ്റ് ടെൻസിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഡിഡ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഡിഡ് നമുക്ക് ഓക്സിലറി കിട്ടി. ഇനി ഇതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഡിഡിൻറ്റ്. ഇനി റിക്കീസ് പാരൻസ് എന്നാണ് പറയുന്നത്, ഒരാളല്ല അത്, രണ്ടുപേരാണ് പാരൻസ്. അപ്പോൾ അതെന്താണ്? ഒന്നിൽ കൂടുതലായതുകൊണ്ട് തന്നെ അത് ദേ ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ട പ്രണൗൺ. അപ്പോൾ നമുക്ക് ഡിഡിൻ ദേ എന്ന ആൻസർ കിട്ടി. ഇനി ദി ബട്ട്ലർ റോബോട്ട് ക്ലീൻസ് ദി ഹൗസ്. ഇതൊന്നൊന്ന് ശ്രദ്ധിച്ച് ഇതിൻ്റെ ആൻസർ വേഗം പറഞ്ഞേ. ക്ലീൻസ്, ക്ലീൻസ് എന്ന് പറഞ്ഞാൽ എസ് ചേർത്തിട്ടുള്ള വേർബാണ് ഇതല്ലേ, എസ് ചേർത്തിട്ടുള്ള വേർബാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും വരുന്നത്? വേറെ ഓക്സിലറി ഇല്ല, വേറെ ഒന്നുമില്ല ഓക്സിലറി. ദി ബട്ട്ലർ റോബോട്ട്, റോബോട്ട് എന്നൊക്കെ പറയുന്നത് മനുഷ്യനല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അതിന് പ്രൊനൗൺ ആയിട്ട് നമുക്ക് ഇറ്റ് വേണം. തിങ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്താ പ്രൊനൗൺ ആയിട്ട് ഹീയും ഷീയും ദേയും അല്ല യൂസ് ചെയ്യേണ്ടത്, ഇറ്റ് യൂസ് ചെയ്യുക. അത് ഓർത്ത് വെക്കുക കേട്ടോ, ഇറ്റാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അത് കിട്ടി. അപ്പോൾ പ്രൊനൗൺ ഇറ്റാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി ക്ലീൻസ് എന്ന് പറയുമ്പോൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക? ക്ലീൻസ്, ക്ലീൻ പ്ലസ് എസ്, എസ് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡസ് ആണ്. ഏതാണ്? ഡസ് ആണ് വരുന്നത്. ഓക്കെ, ഡസ്. അപ്പോൾ ആൻസർ ഏതായിരിക്കും? ദി ബട്ട്ലർ റോബോട്ട് ക്ലീൻസ് ദി ഹൗസ്. വേറെ ഒരു നെഗറ്റീവ്, നെവറോ അങ്ങനെയുള്ള ഒരു നെഗറ്റീവും കണ്ടില്ല നമ്മൾ. അപ്പോൾ നെഗറ്റീവ് വേർഡ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഈ ഒരു സെൻറ്റൻസ് സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവാണ്. അപ്പോൾ നമ്മൾ ഏത് ടാഗ് കൊടുക്കണം? നെഗറ്റീവ് ടാഗ് വേണം കൊടുക്കാൻ. അപ്പോൾ ഡിഡിൻറ്റ് ഇറ്റ്, ഡസിൻറ്റ് ഇറ്റ്, ഈസിൻറ്റ് ഇറ്റ്, വാസിൻറ്റ് ഇറ്റ് ഏതാ വരിക? യെസ്, നമ്മൾ ഓൾറെഡി കണ്ടല്ലോ ഡസ് ആണെന്ന് വരുന്നതെന്ന് കണ്ടു. അപ്പോൾ ഡസ് പ്ലസ് നോട്ട് ഏതാണ് വരുന്നത്? ഡസിൻറ്റ്. യെസ്, കറക്റ്റ് ആണ്. ബി ആണ് ആൻസർ. വെരി ഗുഡ്. ഡസിൻറ്റ് ആണ്. യെസ്, ഡസിൻറ്റ് ഇറ്റ് ആണ് കറക്റ്റ് ആൻസർ അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ മാർക്കും കൂടെ ചേർക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ മാർക്ക് നമ്മൾ ഇടുക, കാരണം ഇത് ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ മാർക്കും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഡിഡിൻറ്റ്, ഡസിൻറ്റ്. ഓക്കെ, ഡസിൻറ്റ് ഇറ്റ് അതാണ് കറക്റ്റ്. യെസ്, കറക്റ്റ്. ബി ആണ് കറക്റ്റ്. യെസ്. ലെറ്റ്സ് ഹെൽപ്പ് അവർ പാരൻസ്. ഇത് നമ്മൾ പറഞ്ഞു, നമ്മുടെ നല്ല ഗോൾഡൻ റൂളായിട്ട് നമ്മൾ ഇത് കണ്ടു കഴിഞ്ഞാൽ വളരെ ഈസിയാണ്, പെട്ടെന്ന് ആൻസർ ചെയ്യാമെന്ന് പറഞ്ഞു. വേഗം പെട്ടെന്ന് അതുകൊണ്ട് ആൻസർ ചെയ്ത് ഇതിൻ്റെ ആൻസർ വേഗം പറഞ്ഞു. ലെറ്റ്സ് കണ്ടോ, ലെറ്റ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സെൻറ്റൻസ് ഉണ്ടെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട, ഏത് ക്വസ്റ്റ്യൻ ടാഗ് ചേർക്കാനാണ് നമ്മൾ നേരത്തെ പഠിച്ചത്? ലെറ്റ്സ്. ലെറ്റ്സ് എന്ന് പറഞ്ഞ് ലെറ്റ്സ് സ്റ്റഡി. എന്താ നമ്മളിപ്പോൾ എന്ത് ചെയ്യുക? ലെറ്റ്സ് സ്റ്റഡി, ഷാൽ വി അല്ലേ. അതേപോലെ ഇവിടെ ലെറ്റ്സ് ഹെൽപ്പ് അവർ പാരൻസ്. എന്താ? യെസ്, കറക്റ്റ് ആൻസർ. വേഗം 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 ആൻസർ പറഞ്ഞേ. യെസ്, ഓപ്ഷൻ ബി ആണോ? ഏതാ? ഡി ആണോ ആൻസർ? ഏതാ? ലെറ്റ്സ് ഹെൽപ്പ് അവർ പാരൻസ് എന്ന് പറയുന്നതിൻ്റെ ആൻസർ യെസ്, യെസ്, കറക്റ്റ് ആണ്. എ ആണ് ആൻസർ. ഷാൽ വി ആണ്. യെസ്, കറക്റ്റ് ആൻസർ ഷാൽ വി. ഇനി ക്ലോസ് ദി ഡോർ. അതെന്താണ് ക്ലോസ് ദി ഡോർ? അതൊരു കമാൻഡ് അല്ലെങ്കിൽ ഒരു ഓർഡറാണ്. ക്ലോസ് ദി ഡോർ ജസ്റ്റ് ഒരു ഓർഡർ ചെയ്യുന്നതാണ് അല്ലേ. ക്ലോസ് ദി ഡോർ, ആ ഡോർ ഒന്ന് അടച്ചേരെ എന്നുള്ള രീതിയിൽ അല്ലേ, ഒരു ഓർഡർ, ഒരു കമാൻഡാണ്. അങ്ങനെ വന്നാലും നമ്മൾ പറഞ്ഞു ഇമ്പരേറ്റീവ് സെൻറ്റൻസ് വന്നാലും നിങ്ങൾ വേറെ റൂൾസ് ഒന്നും നോക്കണ്ട, ഓക്സിലറി നോക്കണ്ട, പോസിറ്റീവ് നോക്കണ്ട, ഒന്നും നോക്കണ്ട. പിന്നെ എന്താ എഴുതേണ്ടത്? യെസ്, എന്തെഴുതണം? ക്ലോസ് ദി ഡോർ. വേഗം വേഗം പറഞ്ഞോ, ക്ലോസ് ദി ഡോർ. അത് മോർ പൊളൈറ്റ് ആയിട്ടുണ്ടെങ്കിലാണ് നമ്മൾ വോണ്ടിൻ്റെ കാര്യം പറഞ്ഞത്. ഇത് ജസ്റ്റ് ക്ലോസ് ദി ഡോർ എന്ന് ഒരു ഓർഡർ കൊടുക്കുമ്പോൾ നമുക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ ഇതിനകത്ത് ഏത് വരും? വേഗം പറഞ്ഞേ. യെസ്, സി ആണ് കറക്റ്റ്. യെസ്, കറക്റ്റ് ആണ്. സി ആണ് നമ്മുടെ ആൻസർ. വിൽ യു ആണ് അല്ലേ, വിൽ യു. യെസ്, ക്ലോസ് ദി ഡോർ, വിൽ യു. ഇതൊരു ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ആണെന്ന് മനസ്സിലാവുന്നില്ലേ? ആരോ ഓർഡർ ചെയ്താന്ന് മനസ്സിലാവില്ലേ? ഇവിടെ സബ്ജക്റ്റ് ഒന്നും ഇല്ലല്ലോ. അങ്ങനെയുള്ള സെൻറ്റൻസ് നമുക്ക് പെട്ടെന്ന് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം? സബ്ജക്റ്റ് ഒന്നും കാണില്ല, ഹി എന്നോ ഷീ എന്നോ ദേ എന്നോ ഒന്നും കാണില്ല. ക്ലോസ് ദി ഡോർ കണ്ടോ, വേർബിലല്ലേ സ്റ്റാർട്ട് ചെയ്തേ. അപ്പോൾ നമുക്ക് മനസ്സിലായി അതെന്താ ഒരു ഓർഡറോ കമാൻഡോ എങ്ങാനോ ആണ് എന്ന് മനസ്സിലായി. ക്ലോസ് ദി ഡോർ. സോ വിൽ യു. ആൻസർ എന്ത് വരും? വിൽ യു. ക്ലിയർ ആയോ? സി ആണ്. യെസ്, കറക്റ്റ് ആണ്. എല്ലാവരും ആൻസർ പറയുന്നത് കറക്റ്റ് ആണ്. സി ആണ് ആൻസർ. ഇനി കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, കുറച്ച് ഒരു 5 ക്വസ്റ്റ്യൻസ് കൂടെ വേഗം. റിക്കി ഡിഡിൻറ്റ് ക്ലീൻ ഹിസ് റൂം. അവിടെ എന്താ വരിക? ഡിഡ് ഹി അല്ലേ. ആൻസർ ഇതൊക്കെ അറിയാം, ഡിഡ് ഹി ആണ്. പിന്നെ ദി റോബോട്ട് വർക്ക്സ് പെർഫെക്റ്റ്ലി. അവിടെ എന്ത് വരും?
റോബോട്ട് വർക്ക്സ് ആണ്. അപ്പോൾ ഡസിൻറ്റ് ഇറ്റ് അല്ലേ, റോബോട്ട് ആയതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് അവിടെ ഹീയും ഷീയും ഒന്നും എഴുതണ്ട, ഡസിൻറ്റ് ഇറ്റ് എന്ന് എഴുതിയാൽ മതി അല്ലേ, ഡസിൻറ്റ് ഇറ്റ്. ഓക്കെ, ഡസിൻറ്റ് ഇറ്റ്. പിന്നെ ലെറ്റ്സ് പ്ലേ ഫുട്ബോൾ, എന്തെങ്കിലും വേണോ, ഒന്നും നോക്കണ്ട, ലെറ്റ്സ് സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ ഷാൽ വി അല്ലേ ഉള്ളൂ അല്ലേ, ഷാൽ വി, ലെറ്റ്സ്, ഷാൽ വി. യു ക്യാൻ ഫിനിഷ് ദിസ് ഇൻ ടൈം, യു ക്യാൻ എന്നാണ്. അപ്പം ക്യാൻ എന്തേലും നെഗറ്റീവ് ആക്കണം, കാരണം ഇതെന്താണ്, ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ കാണ്ട്, യു കാണ്ട്, ക്യാൻ പ്ലസ് നോട്ട് നമുക്ക് ഷോർട്ടായിട്ട് കാണ്ട്. യു ആണ് നമ്മുടെ പ്രൊനൗൺ ആണ്, അത് തന്നെ എടുത്തെഴുതുക, കാണ്ട് യു. ക്ലോസ് ദി വിൻഡോ, അതൊരു ഓർഡറാണ്, ക്ലോസ് ദി വിൻഡോ. അപ്പോൾ അതെന്താണ്, നമുക്ക് എന്ത് ചെയ്യാം, വിൽ യു, എന്ത് ചെയ്യാം, വിൽ യു. കണ്ടോ ഇവിടെ സബ്ജക്റ്റ് ഏതാണെന്നൊന്നും നിങ്ങൾ നോക്കണ്ട, വിൽ യു അങ്ങ് പഠിച്ച് വെച്ചാൽ മതി. ക്ലോസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് സബ്ജക്റ്റ് ഇല്ലാതാണ്, അപ്പോൾ അതൊരു ഓർഡറും കമാൻഡും ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. യെസ്, കറക്റ്റായിട്ട് എല്ലാവരും പറയുന്നുണ്ട്. ഡിഡ് ഹി, ഷാൽ വി, യെസ്, വെരി ഗുഡ്. എല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കിയില്ലേ ക്വസ്റ്റ്യൻ ടാഗ്. അപ്പം ക്ലിയർ ആയല്ലോ, ക്ലോസ് ദി വിൻഡോ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന വേർബാണ്, അതുകൊണ്ടാണ് വിൽ യു വന്നത്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? യെസ്, ക്ലിയർ ആണല്ലേ. യെസ്, ദി സെൻറ്റൻസ് he just threw his belongings all over the place. ഇതിൽ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ ക്ലിയർ ആക്കി അല്ലേ. ഇനി ഏത് ക്വസ്റ്റ്യൻ ടാഗ് ചോദിച്ചാൽ, എത്ര പാടുള്ള ചോദിച്ചാലും നിങ്ങൾ എന്ത് ചെയ്യും, ആൻസർ ചെയ്യില്ലേ? ഓക്കെ, അപ്പോൾ ആൻസർ ചെയ്യില്ലേ എല്ലാവരും? യെസ്, കറക്റ്റായിട്ട് മനസ്സിലായില്ലേ? യെസ്. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ടെൻസ്. ടെൻസ് ഒന്നും വലിയ പാടുള്ള ഒരു കാര്യമല്ല, നമുക്ക് ഈസി ആയിട്ട് ടെൻസ് ഒക്കെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ നമുക്ക് എന്ത് ചെയ്യുക, ടെൻസ് ഒക്കെ ഇതാ പുഷ്പം പോലെ അല്ലേ, പെട്ടെന്ന് നമുക്ക് പഠിച്ചെടുക്കാം. ഇവിടെ നോക്കിക്കേ, ഈ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ തിരിച്ചു വരും. എപ്പോൾ നമ്മൾ ടെൻസ് ഒക്കെ ഒന്ന് നന്നായിട്ട് പഠിച്ചിട്ട് നിങ്ങൾ തന്നെ ഇതിൻ്റെ ആൻസർ പറയും. ഹി ജസ്റ്റ് ത്രൂ ഹിസ് ബിലോങ്ങിങ്സ് ഓൾ ഓവർ ദി പ്ലേസ്. ഇത് ഏത് ടെൻസാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം. ഇത് പ്രസൻ്റ് ആണോ, പാസ്റ്റ് ആണോ, ഫ്യൂച്ചർ ആണോ, അതോ പാസ്റ്റ് പെർഫെക്റ്റ് ആണോ, ഇത് ഏത് ടെൻസ് ആണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം. അതാണ് നമ്മൾ ഈ ടെൻസ് പഠിച്ചതിന് ശേഷം. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഗ്രാമർ പോർഷനിൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ പ്രസൻറ്റും പാസ്റ്റും ഫ്യൂച്ചറും ഒക്കെ പഠിക്കണം അല്ലേ. ജസ്റ്റ് എങ്ങനെ പഠിച്ചാൽ മതി, ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പഠിക്കുക. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അല്ലേ. പ്രസൻ്റ് ഉണ്ട്, പാസ്റ്റ് ഉണ്ട്, ഫ്യൂച്ചർ ഉണ്ട്. നമുക്ക് എത്ര ടെൻസുകളുണ്ട് മെയിനായിട്ട്, പ്രസൻറ്റ്, പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ ടെൻസ്. നമ്മളെ പ്രസൻറ്റ് ടെൻസ് എന്താണെന്ന് ഇനി നോക്കാം അല്ലേ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വരാം, ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. ഓക്കെ, an action happening now or regularly, പതിവായിട്ട് നടക്കുന്ന ആക്ഷൻസ് നമ്മൾ എന്തെങ്കിലും പറയും, പ്രസൻറ്റ് ടെൻസിൽ പറയും. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ നടക്കുന്ന ഒരു ആക്ഷനെ എന്ത് ചെയ്യും, പ്രസൻറ്റ് ടെൻസിൽ നമുക്ക് പറയാം. ഐ ആം ടീച്ചിങ്, ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണല്ലേ. ആൻഡ് യു ആർ വാച്ചിങ് മൈ വീഡിയോ, അപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അല്ലേ. അപ്പോൾ അതെല്ലാം ഏതിലാണ്, പ്രസൻറ്റ് ടെൻസിലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് ഹെൽപ്പിംഗ് വേർബ്സിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പഠിച്ചതാണ്, കുറേ ഹെൽപ്പിംഗ് വേർബ്സ് ഉണ്ടെന്ന് അല്ലേ. അതിനകത്ത് ഈസ്, ആം, ആർ, വാസ് വരില്ല, ഡു, ഡസ്, ഹാസ്, ഹാവ്, ഇത്രയും ഓക്സിലറി വേർബ്സ്, ഹെൽപ്പിംഗ് വേർബ്സ് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിച്ചോ അത് ഏത് ടെൻസാ, പ്രസൻറ്റ് ടെൻസ് ആയിരിക്കും. അതല്ലെങ്കിൽ ഈ ഡു, ഡസിന് നമ്മൾ എസ് ഓർ ഇ എസ് ഫോമിൽ കാണും. അതായത് പ്ലേ എന്നുള്ളതിൻ്റെ ഡസ് ഫോമാണ് ഈ പ്ലേസ് എന്നുള്ളത്. ഈറ്റ്, ഈറ്റ്സ്, കണ്ടോ, ഈറ്റ്സ്, റൈറ്റ്സ്. അപ്പോൾ ഇതേപോലെ വെർബിൻ്റെ ഏറ്റവും ഒടുവിലായിട്ട് എസ് വരുന്നതാണ്, എസ്സോ ഇ എസ്സോ ഒക്കെ വരുന്നതാണ് എന്ത്, ഡസ് ഫോം എന്ന് പറയുന്നത്. എസ് പ്ലസ് ഇ എസ് അല്ലേ, ബേസ് ഫോമിൻ്റെ കൂടെ എസ്സോ ഇ എസ്സോ വരാം. അതല്ലെങ്കിൽ വെറും ബേസ് ഫോം V1 മാത്രമായിട്ടും വരാം. ഇപ്പോൾ പ്ലേ, പ്ലേ, റൈറ്റ്, ഇതിനകത്ത് എസ് ഒന്നും ഇല്ല. പക്ഷെ ഇതും എന്തായിരിക്കും, ഇത് ഡു ഫോം ആണ്. കണ്ടോ, ഇത് ഡു ഫോം ആണ്, എസ് ചേർക്കുന്നതെല്ലാം ഡസ് ഫോം. എന്തായാലും ഇത് ബേസ് ആണെന്ന് മനസ്സിലായി, അതായത് ഇ ഡിയോ വേറെ ഒന്നും ചേർത്തിട്ടില്ല, ബേസ് ഫോം ഓഫ് വേർബാണ്. പ്ലേ, ഈറ്റ്, റൈറ്റ് ഒക്കെ എന്താണ്, ബേസ് ഫോം ഓഫ് വേർബാണ്. അങ്ങനെയുള്ള ഡു ഫോം വന്നാലും ഡസ് ഫോം വന്നാലും പിന്നെ ഇതെല്ലാം ഡയറക്റ്റായിട്ട് ഇപ്പോൾ ഹെൽപ്പിംഗ് വേർബായിട്ടുള്ള ഈസ്, ആം, ആർ അല്ലെ, ഡു, ഡസ്, ഹാസ്, ഹാവ്, അതുകൂടെ ഓർക്കണേ, ഹാസും ഹാവും. അപ്പോൾ ഇത്രയും കണ്ടാൽ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക, നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യും, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. അത് കഴിഞ്ഞാൽ ആരൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ ഇത്രയും ഹെൽപ്പിംഗ് വേർബ്സ് വന്നാൽ അത് ഏത് ടെൻസ് ആണെന്ന് മനസ്സിലാക്കണം, പ്രസൻറ്റ് ടെൻസ് ആണെന്ന് മനസ്സിലാക്കണം. ഏതാണ്, പ്രസൻറ്റ്. ഓക്കെ, എക്സാമ്പിൾസ് നോക്കിക്കേ. ഹീ പ്ലേസ് ഫുട്ബോൾ എവറി ഡേ, അതൊരു ഹാബിറ്റാണ്.
അപ്പോൾ നമ്മുടെ ഒരു ഹാബിറ്റ് നമുക്ക് എപ്പോഴും ഏത് ടെൻസിൽ പറയാം? പ്രസന്റ് ടെൻസിൽ പറയാം. ഹി പ്ലേസ്, കണ്ടോ പ്ലേസ് എന്നല്ലേ വന്നേ? എങ്ങനെ ഐഡന്റിഫൈ ചെയ്തു ഇത് പ്രസന്റ് ടെൻസ് ആണെന്ന്? എസ് കണ്ടില്ലേ? വേർബിന്റെ ഏറ്റവും എൻഡിലായിട്ട് എസ് ഉണ്ടല്ലേ, ഡസ് ഫോം ഉണ്ട്. സോ വി ക്യാൻ ഐഡന്റിഫൈ ഇറ്റ് ആസ് എ പ്രസന്റ് ടെൻസ്. സെന്റൻസ് ഇൻ എ പ്രസന്റ് ടെൻസ്. പ്രസന്റ് ടെൻസിൽ ഒരു സെന്റൻസ് ആണ്. ഇനി ഷീ ഈസ് റീഡിങ് എ ബുക്ക്. ഇവിടെ നമ്മൾ ഏത് ഹെൽപ്പിംഗ് വേർബ് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇതൊരു പ്രസന്റ് ആണെന്ന്? പ്രസന്റ് ടെൻസ്. യെസ്, ഈസ് വന്നു, കണ്ടോ? ഇത് ഇപ്പം തന്നെ പഠിച്ചോ. ഈസ്, ആം, ആർ. പിന്നെ ഏതൊക്കെയാ? ഡു, ഡസ്, പിന്നെ ഹാസ്, ഹാവ്. ഇത്രയും വന്നാൽ ഏത് ടെൻസ് ആണ്? പ്രസന്റ് ടെൻസ് ആണ്. അതുപോലെ വെർബിന്റെ ഏറ്റവും എൻഡിലായിട്ട് എസ് കാണും, അല്ലെങ്കിൽ ഇതാ ഒന്നുമില്ലാതെ എസ് ഇല്ല. പ്ലേ, റൈറ്റ്, ഈറ്റ് എന്ന് പറഞ്ഞ് ബേസ് ആയിട്ടുള്ള വേർബ്, ബേസ് ഫോം ഓഫ് വേർബ് തന്നാലും അതെന്ത് തന്നെയാണ്? പ്രസന്റ് ടെൻസ് ആണ്. ഷീ ഈസ്, കണ്ടോ ഹാപ്പനിങ് നൗ. ഷീ ഈസ് റീഡിങ് എ ബുക്ക്. ഇപ്പോൾ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ആം ടീച്ചിങ്, ഞാനിപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. യു ആർ വാച്ചിങ് മൈ വീഡിയോ അല്ലേ. സോ അതൊക്കെ ഏതിലാണ് വരുന്നത്? ആറും ഈസും ആമും എല്ലാം ഏത് ടെൻസിലാണ്? പ്രസന്റ് ടെൻസ്. ഓക്കെ. ഇനി ദേ ഹാവ് ഫിനിഷ്ഡ്. കണ്ടോ ഇവിടെ നിങ്ങൾ കൺഫ്യൂഷൻ ആവരുത്. അതിന് ഇത് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ നോക്കുക. ഹാവ് കഴിഞ്ഞ് ഈഡിയാ വന്നത്, അപ്പോൾ അത് പാസ്റ്റ് ആണെന്ന് തെറ്റിദ്ധരിക്കരുത് ഒരിക്കലും കേട്ടോ. മിസ്റ്റേക്കൻ, ബൈ മിസ്റ്റേക്ക് യു ടേക്ക് ഇറ്റ് ആസ് എ പാസ്റ്റ് ടെൻസ്. ഒരിക്കലും ഇതൊരു പാസ്റ്റ് ടെൻസ് ആയിട്ട് നിങ്ങൾ എടുക്കരുത്. കാരണം എന്താണ്? ഹാവ് വന്നിട്ടില്ലേ. ഹാസും ഹാവും നമ്മൾ ഹെൽപ്പിംഗ് വേർബിൽ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഹാസും ഹാവും വന്നാൽ പിന്നെ ഒന്നും നോക്കണ്ട, അത് ഏത് ടെൻസാ? പ്രസന്റ് ആണ്, പാസ്റ്റ് അല്ല. പിന്നെ ഹാസും ഹാവും കഴിഞ്ഞിട്ട് V3 ആണ് വരുന്നത്. V3 വെർബിൻ്റെ മൂന്നാമത്തെ ഫോം, V3 ഫിനിഷ്ഡ്, ED ചേർത്തിട്ടുള്ളത്. പക്ഷെ അതെന്തല്ല, ഒരിക്കലും അത് പാസ്റ്റ് ടെൻസ് അല്ല. ഓക്കെ, അതെന്ത് തന്നെയാണ്? പ്രസന്റ്. ഹാസും ഹാവും വന്നിട്ടുണ്ടെങ്കിൽ അതെന്താണ്? പ്രസന്റ് ആണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ എവറി ഡേ, ഓൾവേസ്, യൂഷ്വലി, നൗ, ടുഡേ എന്നൊക്കെ ഉള്ള വേർഡ്സ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അതെന്താണ്? യെസ്, പ്രസന്റ് ടെൻസ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. എവറി ഡേ, ഓൾവേസ്, യൂഷ്വലി, നൗ, ടുഡേ ഇങ്ങനെയുള്ള വേർഡ്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് ഓൾ യെസ് പ്രസന്റ് ടെൻസ് ആണ്. ഓക്കെ. ദെൻ പാസ്റ്റ് ടെൻസ് നോക്കിക്കേ. ഷോസ് ആൻ ആക്ഷൻ that already happened. കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് എപ്പോഴും ഏത് ടെൻസിൽ എഴുതാറ്? പാസ്റ്റിൽ നമ്മൾ എഴുതാറ്. അപ്പോൾ അവിടെയും കുറച്ച് ഹെൽപ്പിംഗ് വേർബ്സ് നമുക്ക് വേണമല്ലോ. യെസ്, ഏതൊക്കെയാണത്? വാസ്, വെയർ, ഡിഡ്, ഹാഡ്. അപ്പോൾ ഇതൊക്കെയാണ് പാസ്റ്റ് ടെൻസിലെ ഹെൽപ്പിംഗ് വേർബ്സ്. ഏതൊക്കെയാ? വാസ്, വെയർ, ഡിഡ്, ഹാഡ്. ഒന്ന് ഓർത്ത് വെക്കുക, V2 ഫോം. ഇതിനെ ഡിഡ് ചേർത്തിട്ടുള്ളതെല്ലാം V2 ഫോം ആണ്. ഞാനിപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് എഴുതും. പ്ലേഡ് ഏതാണ്? V2 ആണ്. റോട്ട് ഏതാണ്? V2. റൈറ്റിൻ്റെ പാസ്റ്റ് ടെൻസ്, അതായത് V2 ഫോം. റോട്ട് കഴിഞ്ഞ് V3 ഉണ്ട്. V3 ഏതിലാ? റിട്ടൺ. ഓക്കെ, റിട്ടൺ. അതല്ല, നമ്മൾ V2 ഫോമാണ് ഈ പാസ്റ്റ് ടെൻസിൽ പറയുന്നത്. ഓക്കെ, V2 ഫോം. അതല്ലെങ്കിൽ ഹാഡ് പ്ലസ് V3, അത് വന്നാലും ഏത് തന്നെ? പാസ്റ്റ് ആണ്. ഹാഡ് പ്ലസ് V3, അതായത് ഹാഡ് റിട്ടൺ എന്ന് കണ്ടാലും അതെന്ത് തന്നെ ആയിരിക്കും? പാസ്റ്റ് ടെൻസ് ആയിരിക്കും. ഹാഡ് റിട്ടൺ അല്ലെങ്കിൽ ഹാഡ് പ്ലേഡ്. ഓക്കെ, പ്ലേഡ് എന്ന് പറയുന്നത് V2 V3 സെയിം ആണ്. പ്ലേഡ് എന്ന് മാത്രം എഴുതിയാൽ അത് V2 ആണ്. ഹാഡ് പ്ലേഡ് എന്ന് എഴുതിയാൽ ഹാഡ് പ്ലസ് V3. എപ്പോഴും ഹാഡിൻ്റെയും ഹാസിൻ്റെയും ഹാവിൻ്റെയും എല്ലാം കൂടെ V3 ആണ് വരുന്നത്. പക്ഷേ നമ്മൾ എന്ത് ഓർക്കുക? ഹാസും ഹാവും വന്നിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും പാസ്റ്റ് അല്ല, അത് പ്രസൻ്റ് ആണ്. പക്ഷെ ഹാഡ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ, ഹാഡ് വന്നിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും? പാസ്റ്റ് ആയിരിക്കും. ഓക്കെ, ഹാഡ് വന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? പാസ്റ്റ് ടെൻസ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? V2, വാസ്, വെയർ, ഡിഡ്, ഹാഡ്. ഇത്രയുമാണ് പാസ്റ്റ് ടെൻസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന വേർബ്സ്. ഇവിടെ നോക്കിക്കേ. ഹി പ്ലേഡ് ഫുട്ബോൾ യെസ്റ്റർഡേ. അപ്പോൾ പ്ലേഡ് എന്ന് പറയുന്നത് കഴിഞ്ഞു അല്ലെ. പ്ലേഡ്, ED ചേർത്തു. ഇത് V2 ആണ്. ഇത് ഏത് ഫോമാണ്? V2 ആണ്. ഷീ വാസ് റീഡിങ്. അപ്പോൾ വാസ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? പാസ്റ്റിനകത്ത് വരുന്ന സാധനങ്ങളല്ലേ. യെസ്, വാസ്, വെയർ, ഡിഡ്, ഹാഡ്. അപ്പോൾ വാസ് വന്നതുകൊണ്ട് ഇതെന്താണ്? പാസ്റ്റ് ടെൻസ് ആണ്. ഹാഡ് ഫിനിഷ്ഡ്, ഹാഡ് പ്ലസ് V3. ഹാഡ് വന്നോന്ന് നോക്കിയാൽ മതി, ബാലൻസ് നോക്കണ്ട നിങ്ങൾ. ഹാഡ് വന്നിട്ടുണ്ടോ? അത് പാസ്റ്റ് ടെൻസ് ആണ്. ഹാസ് ആണെങ്കിലോ പ്രസൻറ്റ്, ഹാവ് ആണെങ്കിലോ പ്രസൻറ്റ്, ഹാഡ് പാസ്റ്റ് ടെൻസ്. ഓക്കെ. പിന്നെ വേർഡ്സ് ആയിട്ടുള്ള യെസ്റ്റർഡേ, ലാസ്റ്റ് വീക്ക്, അതുപോലെ എഗോ, ദെൻ, ഇതെല്ലാം എന്താണ്? ഇങ്ങനെയുള്ള വേർഡ്സുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അതും എന്ത് തന്നെയാണ്? പാസ്റ്റ് ടെൻസ് ആണ്. ദെൻ ഫ്യൂച്ചർ ടെൻസ് വളരെ സിമ്പിളാണ്. എന്തിൻ്റെ പ്രസൻസ് ഉണ്ടോ, ഏതൊക്കെ ഹെൽപ്പിംഗ് വേർബ്സിൻ്റെ പ്രസൻസ് ഉണ്ടോ നോക്കിയാൽ മതി. വില്ല്, ഷാല്, ഈസ് ഗോയിങ് ടു അങ്ങനെയൊക്കെയുള്ള
വേർഡ്സ് വന്നിട്ടുണ്ടെങ്കിൽ, യൂസേജ് വന്നിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഫ്യൂച്ചർ ടെൻസ് ആയിരിക്കും. ഈസ് ഗോയിങ് ടു, ഷീ ഈസ് ഗോയിങ് ടു എന്നൊക്കെ പറഞ്ഞ് വരികയാണെങ്കിൽ ദാറ്റ്സ് ഓൾസോ ഫ്യൂച്ചർ ടെൻസ്. മെയിനായിട്ട് വില്ല്, ഷാന്, ക്യാൻ, വിൽ, ഷാൽ ഒക്കെ ഓർക്കുക. പ്ലസ് V1 ഫോം ആയിരിക്കും യൂസ് ചെയ്യുക. V1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ബേസ് ഫോം ആണ്. ഓക്കെ, ബേസ് ഫോം. പ്ലേ, റൈറ്റ് എന്നൊക്കെയുള്ള ബേസ് ഫോം ആണ് V1. അപ്പോൾ വില്ല്, ഷാൽ കണ്ടാൽ അത് ഓർത്ത ഫ്യൂച്ചർ ടെൻസ് ആണ്. വില്ലും ഷാലും കണ്ടാൽ ഫ്യൂച്ചർ ടെൻസ് ആണ്. എക്സാമ്പിൾസ് നോക്കിക്കേ. ഹീ വിൽ പ്ലേ, ഹീ വിൽ അല്ലേ, വിൽ അല്ലേ. പ്ലേ V1 ഫോം ആണ്. പ്ലേ ഒന്നും ചേർത്തിട്ടില്ല, എസും ED ഒന്നും ഇല്ല. പ്ലേ ബേസ് ഫോം ആണ്. അപ്പോൾ V1 വില്ല് പ്ലസ് പ്ലേ അല്ലെ, വില്ല് പ്ലസ് ഷാൽ പ്ലസ് V1 ഇതെല്ലാം വരുന്നത് ഏത് ഫോമിലായിരിക്കും? ഫ്യൂച്ചർ ടെൻസിലായിരിക്കും. ടുമോറോ, നെക്സ്റ്റ് വീക്ക്, സൂൺ, ലേറ്റർ ഇതൊക്കെ അറിഞ്ഞൂടെ? ഈ വേർഡ്സുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അതെന്തിനെ ഡിനോട്ട് ചെയ്യുന്നതാണ്? ഫ്യൂച്ചറിനെ ഡിനോട്ട് ചെയ്യുന്ന വേർഡ്സുകൾ ആണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടില്ലായിരുന്നോ? അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണ്ടേ? ദി സെൻറ്റൻസ് ഹി ജസ്റ്റ് ത്രൂ ഹിസ് ബിലോങ്ങിങ്സ് ഓൾ ഓവർ ദി പ്ലേസസ് ഇൻ. ഏതാണ്? വേഗം ഓപ്ഷൻസ് പറഞ്ഞേ. ഫോർത്ത് ക്വസ്റ്റ്യൻ ഏതാണ്? ABCD. ഏതാണ് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് വരുന്നത്? പ്രസൻ്റ് ആണോ, പാസ്റ്റ് ടെൻസ് ആണോ, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ ഏതാ വരുന്നേ? ത്രൂ. ഇതിനകത്ത് നിങ്ങൾ V1 ആണോ, ത്രൂ എന്ന് പറയുന്നത് V1 ആണോ V2 ആണോ എന്ന് നമ്മൾ അറിയണം. ഏതായിരിക്കും ഇത്? ത്രൂ എന്ന് പറയുന്നത് ത്രോയുടെ പാസ്റ്റ് ടെൻസ് ആണ് ത്രൂ, അതായത് V2. ത്രോ എന്നതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഏത്? ത്രൂ എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണ്? V2 ഫോം. V2 ഫോം വരുന്ന ഏതിലാണെന്ന് നമ്മൾ പറഞ്ഞേ? പ്രസൻറ്റിലാണോ, പാസ്റ്റിൽ? യെസ്, കറക്റ്റായിട്ട് പറഞ്ഞല്ലോ. ആരാണ്? ഗിരിജ. യെസ്, ഗിരിജ. യെസ്, ഒത്തിരി പേര് യെസ്, ഒരുപാട് പേര് പറയുന്നുണ്ട്. യെസ്, കറക്റ്റ് ആൻസർ പാസ്റ്റ് ടെൻസ് ആണ് അല്ലേ. ത്രൂ V2 ഫോം ആണ് എഴുതിയിരിക്കുന്നത്. സോ പാസ്റ്റ് ടെൻസ് ആണ് ഇവിടെ കറക്റ്റ്. യെസ്, കറക്റ്റ് ആണ്. എല്ലാവരും പറഞ്ഞ ബി ആണ് കറക്റ്റ് ആൻസർ. യെസ്, കറക്റ്റ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ടെൻസ് കഴിഞ്ഞ് ഇനി നമ്മൾ വീണ്ടും എങ്ങോട്ടാണ് പോകുന്നത്? വൊക്കാബുലറി സെക്ഷനിലേക്കാണ് പോകുന്നത്. അപ്പം നമുക്ക് വൊക്കാബുലറി പഠിക്കണമല്ലോ. വൊക്കാബുലറി നോക്കാം അല്ലേ. ആൻറ്റോണിംസിനെ പറ്റിയാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. എന്താണ് ആൻറ്റോണിം? ആൻറ്റോണിം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേർഡ് മീനിങ്ങിനെ ആൻറ്റോണിം എന്ന് പറയുന്നത്. ആൻറ്റോണിം, ഓപ്പോസിറ്റ്. ആദ്യം നമ്മൾ സിനോണിം അല്ലേ പഠിച്ചേ, ഇപ്പം ആൻറ്റോണിം ആണ് പഠിക്കുന്നത്. ആൻറ്റോണിം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് അല്ലേ. നോക്കിക്കേ. ചൂസ് ദി ആൻറ്റോണിം ഓഫ് ദി വേർഡ് റിഫ്രഷിംഗ് ആസ് യൂസ്ഡ് ഇൻ ദി പാസേജ്. നമ്മൾ ആദ്യം കണ്ടില്ലേ ഒരു പാസേജിൽ? അപ്പം റോബോട്ട് വിത്ത് എ വൈറസ്, അതിനകത്ത് ഒരു പാസേജ് ആയിരുന്നു തന്നിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് റിഫ്രഷിംഗ് എന്ന് പറയുന്ന ഒരു വേർഡ്. അപ്പോൾ ഇങ്ങനെ പാസേജ് തന്നിട്ട് അതിനകത്ത് ഇതേപോലെ ആൻറ്റോണിമും അതുപോലെ ടെൻസ് ഐഡൻറ്റിഫൈ ചെയ്യാനും ക്വസ്റ്റ്യൻ ടാഗും എല്ലാം തരും. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യേണ്ടേ ഇതൊക്കെ. യെസ്, കൂൾ ആണോ, പ്ലെസൻ്റ് ആണോ, ടയറിങ് ആണോ, സൂത്തിങ് ആണോ? എന്തായിരിക്കും? റിഫ്രഷ്മെൻറ്റ്. റിഫ്രഷിംഗ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? റിഫ്രഷിംഗ്, കൂൾ, പ്ലെസൻറ്റ്, സൂത്തിങ് ഇതെല്ലാം ശരിക്കും റിഫ്രഷിങ്ങിൻ്റെ സിനോണിംസ് ആണ്. അപ്പോൾ ഏറ്റവും ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേർഡ് ഇതിനകത്ത് ഏതാ വരുന്നേ? റിഫ്രഷിങ്. ആൻറ്റോണിമാണ് ചോദിച്ചത്. ആൻറ്റോണിം ആണ് ചോദിച്ചത്, സിനോണിം അല്ല. അപ്പോൾ ഏതായിരിക്കും? വേഗം പറഞ്ഞേ കറക്റ്റ് ആൻസർ. ഏറ്റവും കറക്റ്റായിട്ട് ആപ്റ്റായിട്ട് നമുക്ക് ഏതെഴുതാം? കൂളാണോ, പ്ലെസൻ്റ് ആണോ, ടയറിങ് ആണോ, സൂത്തിങ് ആണോ? ഏതാ ആൻസർ? എ ആണോ ആൻസർ? ഏതാ കിട്ടിയത് കറക്റ്റ്? ചൂസ് ദി ആൻറ്റോണിം. റിഫ്രഷിങ് ആൻറ്റോണിം ആണ് ചോദിച്ചത്. ടയറിങ് ആണ് ആൻസർ. ഏതാണ്? ടയറിങ് ആണ്. യെസ്, ടയറിങ് ആണ് ആൻസർ. കറക്റ്റ് ആൻസർ ടയറിങ് ആണ്. റിഫ്രഷിങ്ങിൻ്റെ ഓപ്പോസിറ്റ്. ബാക്കിയെല്ലാം സെയിം സിമിലർ മീനിങ് അല്ലേ വരുന്നത്. സൂത്തിങ് എന്നൊക്കെ പറഞ്ഞാലും പ്ലെസൻറ്റ്, കൂൾ എന്നൊക്കെ പറഞ്ഞാലും ഏകദേശം സെയിം മീനിങ് ആണ്. ഇവിടെ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് ആൻറ്റോണിമായിട്ട്. യെസ്, കറക്റ്റ്. സി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ടയറിങ്. ആൻറ്റോണിംസ്. ഇനി എന്താണ് ആൻറ്റോണിംസ് നോക്കുക? ആർ വേർഡ്സ് ദാറ്റ് ഹാവ് ഓപ്പോസിറ്റ് മീനിങ്. സിനോണിംസ് എന്ന് പറഞ്ഞാൽ സെയിം മീനിങ് ആണ്. ആൻറ്റോണിംസ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് വേർഡ് മീനിങ്സ് ആണ്. In simple words, if one word means something, its antonym means the opposite. ചില വേർഡ്സ് അതേ മീനിങ് ഉള്ള മറ്റ് വേർഡ്സിനെ പറയുമെങ്കിൽ ആൻറ്റോണിംസിൻ്റെ കേസിൽ അതിൻ്റെ ഓപ്പോസിറ്റ് എന്നാണ് മീനിങ്. ആൻറ്റോണിംസ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, ഇനി ഫോൾട്ടി നോക്കിക്കേ. ഫോൾട്ടി എന്ന് പറയുന്ന ഒരു വേർഡ് നിങ്ങൾക്ക് തന്നു. അപ്പോൾ അതിനകത്ത് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് നിന്ന് ആൻറ്റോണിം ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് വേണം ചൂസ് ചെയ്യാൻ. സിനോണിം അല്ല, ആൻറ്റോണിം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ്. ഫോൾട്ടി എന്നുള്ളതിൻ്റെ ഫോൾട്ട് മിസ്റ്റേക്ക് അല്ലേ. അപ്പോൾ അതിൻ്റെ ആൻറ്റോണിം ഓപ്പോസിറ്റ് ആയിട്ട് പെർഫെക്റ്റ് അല്ലെ വർക്കിംഗ്
വർക്കിംഗ് എന്നൊക്കെയാണ് വരുന്നത്. ഫോൾട്ടി എന്ന് പറഞ്ഞാൽ തെറ്റ് അല്ലേ, പെർഫെക്റ്റ് ആണ് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്. ഇനി ഡിലൈറ്റഡ് എന്ന് നോക്കി, ഡിലൈറ്റഡ്, ഐ ആം ഡിലൈറ്റഡ് എന്ന് പറഞ്ഞാൽ ഡിലൈറ്റഡ് വിത്ത് യുവർ കമൻസ് അല്ലേ, ഞാൻ ഭയങ്കര ഹാപ്പിയാണ് നിങ്ങളുടെ കമൻസ് ഒക്കെ വായിച്ചിട്ട്. അപ്പോൾ ഡിലൈറ്റഡ് ആണ്, ആ ഹാപ്പിയാണ്. അതിൻ്റെ സിനോണിമാണ് എന്ത്, ഡിലൈറ്റഡിൻ്റെ സിനോണിമാണ് ഹാപ്പി, ജോയ്ഫുൾ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്താണ്, അപ്സെറ്റ്, അൺഹാപ്പി അല്ലേ. നിങ്ങൾ നല്ല നല്ല കമൻറ്റ് ഇടുമ്പോൾ എനിക്കെന്താ, ഞാൻ ഹാപ്പിയാണ് അല്ലേ, അല്ലെങ്കിലോ ഞാൻ അപ്സെറ്റ് ആവും, അൺഹാപ്പി ആവും അല്ലേ. സോ ഡിലൈറ്റഡിൻ്റെ ഓപ്പോസിറ്റ് ആണ്, ആൻറ്റോണിമാണ് എന്ത് പറയുന്നത്, അപ്സെറ്റ് അല്ലെങ്കിൽ അൺഹാപ്പി എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, ഒബ്സ്റ്റിനേറ്റ്. ഒബ്സ്റ്റിനേറ്റ് എന്ന് പറയുന്ന വേർഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേർഡാണ് ഫ്ലെക്സിബിൾ അല്ലെങ്കിൽ കോപ്പറേറ്റീവ്. അപ്പോൾ കോപ്പറേറ്റീവ് അല്ലാത്തതാണ് എന്ത്, ഒബ്സ്റ്റിനേറ്റ്. ഫ്ലെക്സിബിൾ അല്ലാത്തതാണ് എന്ത്, ഒബ്സ്റ്റിനേറ്റ്. ഒബ്സ്റ്റിനേറ്റിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഏത്, ആൻറ്റോണിംസ് ആണ് ഏത്, ഫ്ലെക്സിബിൾ, കോപ്പറേറ്റീവ്, ഒബ്സ്റ്റിനേറ്റ്. അപ്പോൾ വേർഡ് അറിയുക, പഠിക്കുക, അതിൻ്റെ ആൻറ്റോണിംസും സിനോണിംസും എല്ലാം നോക്കി വെക്കുക കേട്ടോ. ഒബ്സ്റ്റിനേറ്റ് അതെന്താണ്, ഫ്ലെക്സിബിൾ, കോപ്പറേറ്റീവ് എന്നൊക്കെയാണ് അതിൻ്റെ ആൻറ്റോണിംസ് വരുന്നത്. ബിഗ് അതെല്ലാവർക്കും അറിയാം, ബിഗ് എന്ന് പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ്, കറക്റ്റ് ഓപ്പോസിറ്റ് സ്മോൾ ആണ് അല്ലേ. യൂസ്ഫുൾ, യൂസ്ഫുൾ എന്ന് പറയുന്നതിൻ്റെ കറക്റ്റ് ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ആൻറ്റോണിം എന്ന് പറയുന്നത് എന്താ, യൂസ്ലെസ്, ഹാംഫുൾ, ഇതൊക്കെയാണ് യൂസ്ഫുള്ളിൻ്റെ ആൻറ്റോണിമായിട്ട് വരുന്നത്. ഇനി ഗുഡ്, ഗുഡ് എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് ഏതാണ്, യെസ്, ബാഡ് ആണ്. അപ്പോൾ ഇതൊക്കെ എന്താണ്, ആൻറ്റോണിംസ് ആണ്. ഓക്കെ, ക്ലിയർ. ദെൻ ഇനിയാണ് നമുക്ക് അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ്, നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ഭയങ്കര ഈസി ആയിട്ട് പഠിച്ചില്ലേ, അതേപോലെ നമുക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പോകുന്ന അടുത്തൊരു ഗ്രാമർ ടോപ്പിക്കാണ് ഇഫ് ക്ലോസ് എന്ന് പറയുന്നത്. ഏതാണ്, ഇഫ് ക്ലോസ്. അപ്പോൾ ഇഫ് ക്ലോസ് നമ്മൾ നന്നായിട്ട് പഠിക്കാൻ പോവുകയാണ്, ശ്രദ്ധിച്ചിരിക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് എക്സാമ്പിൾസും കുറച്ച് ക്വസ്റ്റ്യൻസും ഒക്കെ ഇടും. അപ്പോൾ അതെന്ത് ചെയ്യുക, നന്നായിട്ട് അതിനൊക്കെ ആൻസർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇഫ് ക്ലോസ് എന്താ, ആകെ 3 കണ്ടീഷൻസേ ഇഫ് ക്ലോസിലുള്ളൂ. ആ 3 കണ്ടീഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഇഫ് ക്ലോസിന് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. ഫസ്റ്റ് കണ്ടീഷണൽ ക്ലോസ് എന്താണ്, ഫസ്റ്റ് കണ്ടീഷൻ, അതായത് ആദ്യത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മൾ നടക്കാൻ ചാൻസ് ഉള്ള കാര്യം, ഫ്യൂച്ചറിൽ നടക്കാൻ ചാൻസ് ഉള്ള കാര്യം, റിയൽ ആയിട്ടുള്ള കാര്യം, അത് നല്ല പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും, യെസ്, ഫസ്റ്റ് കണ്ടീഷൻ ആയിട്ടുള്ള റിയൽ ഓർ പോസിബിൾ ഫ്യൂച്ചറിനെ പറ്റി പറയാൻ നമ്മൾ ഏത് യൂസ് ചെയ്യും, ഫസ്റ്റ് കണ്ടീഷൻ യൂസ് ചെയ്യും. അപ്പോൾ എന്താണ് ആ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് നമുക്ക് യൂസ് ചെയ്യാം. എന്താണ് ആ ഫോം എന്ന് പറയുന്നത്, ഇഫ്. ആദ്യം ഒരു ക്ലോസ് ആണ് ഇഫ്. അതായത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് എക്സാം വിൻ ചെയ്യാം. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, ഇഫ് യു സ്റ്റഡി വെൽ, നന്നായിട്ട് പഠിച്ചാൽ അല്ലേ, ഇനി പഠിച്ചാൽ അല്ലേ, ഇഫ് യു സ്റ്റഡി വെൽ അല്ലേ. ഇഫ് പ്ലസ് പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ വില്ല് പ്ലസ് ബേസ് വെർബ്, അതാണ് ആദ്യത്തെ കണ്ടീഷനിലെ റൂള് കേട്ടോ. അതായത് എക്സാമ്പിൾ എഴുതി കാണിക്കാം മിസ്. ഓക്കെ, ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് ദി എക്സാം അല്ലേ. നിങ്ങൾ നല്ല സിമ്പിളായിട്ട് എക്സാം പാസ് ചെയ്യും, യു വിൽ പാസ്. അപ്പോൾ ഇവിടെ എന്തൊക്കെ റൂളാണ് വന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇഫ് കണ്ടീഷൻ ആണല്ലോ പറയുന്നേ, അങ്ങനെ ചെയ്താൽ ഇന്നത് സംഭവിക്കും, കണ്ടീഷനല്ലേ പറയുന്നത്. യെസ്, അപ്പോൾ ഇഫ് എന്ന് പറയുന്ന കണ്ടീഷൻ്റെ കൂടെ നമ്മൾ എന്ത് ചേർത്തു, ഇഫ് യു സബ്ജക്റ്റ് കഴിഞ്ഞ് സ്റ്റഡി എന്ന് പറയുന്ന ബേസ് വേർബാണ് ചേർത്തത്. കണ്ടോ, പ്രസൻറ്റ് ടെൻസ് ആണത്. ഏത് ടെൻസാണ് അത്, പ്രസൻറ്റ് ടെൻസ്. കണ്ടോ, സ്റ്റഡി എന്ന് പറയുന്നത് V1 ഫോമാണ്, പ്രസൻറ്റ് ടെൻസ് ആണ്. ഇഫ് യു സ്റ്റഡി വെൽ, അപ്പോൾ നമ്മൾ എന്ത് ചേർക്കണം, കണ്ടീഷണൽ ക്ലോസിൽ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടീഷണൽ ക്ലോസ് ആണ് ഇഫ്. അപ്പം അതിൻ്റെ ബാക്കി പാർട്ടിൽ നമ്മൾ എന്താ, വില്ല് പ്ലസ് V1 ചേർക്കണം. കണ്ടോ, ബേസ് ഫോം, വില്ല് പ്ലസ് ബേസ് ഫോം ആണ്. പാസ് എന്ന് പറയുന്ന ബേസ് ഫോം അല്ലേ, ഒന്നും അവിടെ SO ED ഒന്നും ചേർത്തിട്ടില്ലല്ലോ. അപ്പം അത് ബേസ് വെർബാണ്. കണ്ടോ, ഫസ്റ്റ് കണ്ടീഷനിൽ ഇഫിൻ്റെ കൂടെ പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ ഇഫ് യു സ്റ്റഡി എന്ന് പറയുന്നത് എന്താണ്, പ്രസൻറ്റ്. യുവിൻ്റെ കൂടെ സ്റ്റഡി എന്നല്ലേ പറയൂ, സ്റ്റഡീസ് എന്ന് പറയില്ല, കാരണം യുവിൻ്റെ കൂടെ നമ്മൾ അങ്ങനെ പറയില്ല. സോ ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ. അപ്പം നമ്മൾ ഏത് ചേർത്തു, വില്ലാണ് ചേർത്തത് അല്ലേ. മെയിൻ ക്ലോസിൽ നമ്മൾ വില്ലാണ്. ഇഫ് ക്ലോസ് എന്ന് പറയുന്നതാണ് ഇത്. ഓക്കെ, ഇഫ് ചേർത്തിട്ടുള്ള ഒരു സെൻറ്റൻസ് ഉണ്ട്, 2 സെൻറ്റൻസ് ഇവിടെ കാണാം. ഇഫ് ചേർത്തിട്ടുള്ള ഈ ഒരു സെൻറ്റൻസ് ഇഫ് ക്ലോസ്, അത് കഴിഞ്ഞ് വരുന്ന സെൻറ്റൻസ് മെയിൻ ക്ലോസ് അല്ലേ. അപ്പോൾ ഇഫ് ക്ലോസിൽ നമ്മൾ V1 കണ്ടു, അതായത് പ്രസൻറ്റ് ടെൻസ് ആണ് കണ്ടത്.
അപ്പോൾ നമ്മൾ എന്ത് ചേർക്കണം? മെയിൻ ക്ലോസിൽ വില്ല് പ്ലസ് ബേസ് വെർബ് ചേർക്കുക. വില്ല് പ്ലസ് ബേസ് വെർബ്. അപ്പോൾ ഈ ഇഫ് യു അതിന് പകരം നമ്മൾ ഇഫ് ഹി ആണെങ്കിൽ എങ്ങനെ വരും? പ്രസൻറ്റ് ടെൻസിലല്ലേ? പ്രസൻറ്റ് ടെൻസിൽ നമ്മൾ സ്റ്റഡീസ് എന്ന് പറയുമല്ലോ. ഇഫ് യു സ്റ്റഡീസ് അല്ലേ? ഹി ആയതുകൊണ്ട് എസ് ചേർക്കാം, ഇ എസ് ചേർക്കാം. ഇഫ് ഹി സ്റ്റഡീസ് വെൽ ഹി വിൽ പാസ്. കണ്ടോ? ഹി വിൽ പാസ്. ഇങ്ങനെ എഴുതാം. ഇപ്പോൾ കൺഫ്യൂഷൻ മാറിയില്ലേ? യുവിൻ്റെ കൂടെ ആയതുകൊണ്ടാണ് സ്റ്റഡി. അപ്പോൾ ഹി ആണെങ്കിൽ സിംഗുലർ ആയതുകൊണ്ട് സ്റ്റഡീസ് എന്ന് പറയും അല്ലേ? പ്രസൻറ്റ് ടെൻസ് ആണ് മനസ്സിലാക്കുക. അത് ഏത് ടെൻസാ? പ്രസൻറ്റ് ടെൻസ് അല്ലേ? നമ്മൾ എസ് ചേർത്തിട്ടുള്ളതെല്ലാം വേർബ് പറഞ്ഞതല്ലേ പ്രസൻറ്റ് ടെൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ അല്ലേ? അപ്പോൾ ഇത് പ്രസൻറ്റ് ടെൻസ് ആണെന്ന് മനസ്സിലായി. ദെൻ നമ്മൾ ഏത് ചേർക്കണം? വില്ല് പ്ലസ് ബേസ് വെർബ്. മറന്നു പോകരുത്, വില്ല് പ്ലസ് ബേസ് വെർബ് വേണം ചേർക്കേണ്ടത്. മനസ്സിലായോ? യെസ്. ഇഫിൻ്റെ കൂടെ പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ വിൽ പ്ലസ് ബേസ് വെർബ്. ഇഫ് റിക്കി കംപ്ലെയിൻസ് അഗെയിൻ ദി റോബോട്ട് വിൽ ബ്രിങ്. കണ്ടോ? ഇവിടെ കംപ്ലെയിൻസ് എസ് ചേർത്തു. അപ്പോൾ ഇത് ഏതാണ്? പ്രസൻറ്റ്. ഏത് ടെൻസ് ആണിത്? പ്രസൻറ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി. എസ് ചേർക്കാതെ വെർബ് മാത്രം ഉണ്ടെങ്കിലും അത് ഏത് തന്നെ? അതും പ്രസൻറ്റ് ടെൻസ്. അപ്പോൾ യു ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ദേ ആണെങ്കിൽ അവിടെ കംപ്ലെയിൻസ് എന്ന് വരില്ല. എസ് ഇല്ലാതെ കംപ്ലെയിൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ സിംഗുലർ പ്ലൂറൽ ഒന്ന് ഓർക്കുക. സിംഗുലർ ഇവിടെ ഒരാളായതുകൊണ്ടാണ് എസ്. കണ്ടോ? യുവിൻ്റെ കേസിൽ എക്സെപ്ഷൻ ആണ്. യുവിൻ്റെ കൂടെ നമ്മൾ എസ് ചേർത്തല്ല വെർബ് എഴുതുന്നത്, ഓർക്കുക കേട്ടോ. നമ്മൾ രണ്ട് പേര് ദേ ഒക്കെയാണ് ഇവിടെ വരുന്നതെങ്കിൽ കംപ്ലെയിൻ എന്ന് മാത്രമേ എഴുതൂ. കംപ്ലെയിൻ എസ് ഇല്ലാതെ വെർബ് മാത്രം. അപ്പോൾ അതും എന്ത് തന്നെ? പ്രസൻറ്റ്. നമ്മൾ ഡു ഫോമും ഡസ് ഫോമും പഠിച്ചില്ലേ പ്രസൻറ്റ് ടെൻസിൽ? ഡു ഫോമും പഠിച്ചു, ഡസ് ഫോമും പഠിച്ചു. മനസ്സിലായോ? അപ്പോൾ ഇത് രണ്ടും വന്നു കഴിഞ്ഞാൽ ഇത് ഏത് ടെൻസാന്ന് മനസ്സിലാക്കണം, ഐഡൻറ്റിഫൈ ചെയ്യണം. അത് പ്രസൻറ്റ് ടെൻസ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ദെൻ ഇഫ് റിക്കി കംപ്ലെയിൻസ് അഗെയിൻ ദി റോബോട്ട് വിൽ ബ്രിങ്. കണ്ടോ? വില്ല് പ്ലസ് എന്ത് വന്നു? വില്ല് പ്ലസ് ഇത് ഏത് ഫോമാ? ബേസ് ആണ്. വെർബിൻ്റെ ബേസ് ആണ് ബ്രിങ്. ബ്രോട്ട് എന്നൊന്നും നമ്മൾ എഴുതിയില്ല അല്ലേ? പാസ്റ്റ് ടെൻസിലൊന്നും എഴുതിയിട്ടില്ല. അതിൻ്റെ ബേസ് ഫോം ബ്രിങ്സ് ഒന്നും എഴുതിയിട്ടില്ല. ബേസ് ഫോം ഓഫ് വേർബ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇഫ് റിക്കി കംപ്ലെയിൻസ് അഗെയിൻ. റിക്കി കംപ്ലെയിൻസ് എന്ന് പറഞ്ഞപ്പോഴേ നമുക്ക് മനസ്സിലായി വിച്ച് ഇസ് ദ ടെൻസ് യൂസ് ഹിയർ? Present tense is used, so the answer will be, or the main clause will follow will plus base form of verb. Will plus base. Okay. ഇനി അടുത്ത നോക്കിക്കേ. If the robot notices, വീണ്ടും എസ് ചേർത്തിട്ടാണല്ലോ verb. Notices his scattered clothes, it will collect. കണ്ടോ? അപ്പോൾ ഇത് പ്രസന്റ് ആയതുകൊണ്ട് will plus collect. Base collect എന്ന് പറയുന്നത് നമ്മൾ ബേസ് ഫോം ആണ്. കളക്റ്റഡ് എന്നോ കളക്ട്സ് എന്നോ ഒന്നും എഴുതിയിട്ടില്ല. ബേസ് ഫോം. വില്ല് പ്ലസ് ബേസ് ഫോം ഓഫ് വേർബാണ് യൂസ്. കളക്ട് അതാണ് വേർബ്. വില്ല് കഴിഞ്ഞ് വേർബ്. എങ്ങനെയാണെങ്കിൽ ഇഫ് ക്ലോസിൽ, അതായത് ഇഫ് ചേർത്തിട്ടുള്ള സെൻറ്റൻസിൽ പ്രസൻറ്റ് ടെൻസ് ആണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആൻസർ അല്ലെങ്കിൽ മെയിൻ ക്ലോസിൽ എന്തായിരിക്കണം? വില്ല് പ്ലസ് കളക്ട്. ഇനി തിരിച്ചും ചോദിക്കാം, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഫിൽ ഇൻ ദി ബ്ലാങ്ക് തരാം. അപ്പോൾ ഇവിടെ ആണെങ്കിലും നമ്മൾ നോക്കുക, വില്ല് പ്ലസ് ബേസ് ഫോം ആണ് എഴുതിയിട്ടുള്ളതെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം ഇവിടെ എന്ത് വേണം? പ്രസൻറ്റ് ടെൻസ് മാത്രമേ ആദ്യത്തെ ഇഫ് ക്ലോസിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പം അതാണ് ആദ്യത്തെ റൂള്. ഏതിൻ്റെ? ഇഫ് ക്ലോസിൻ്റെ. ഓക്കെ. പ്രസൻറ്റ് ടെൻസ് ഇഫ് പ്ലസ് പ്രസൻറ്റ് ആണെങ്കിൽ നമ്മൾ മെയിൻ ക്ലോസിൽ എന്ത് എഴുതണം? വില്ല് പ്ലസ് ബേസ് ഫോം ഓഫ് വേർബ് ആണ് എഴുതേണ്ടത്. ഇനി അടുത്ത സെക്കൻഡ് കണ്ടീഷൻ നോക്കിക്കേ. അപ്പോൾ അതെപ്പോഴും നമ്മൾ റിയലായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ടാണ് ആദ്യത്തെ ക്ലോസ് എപ്പോഴും യൂസ് ചെയ്യുക. അതായത് നിങ്ങൾ പഠിച്ചാൽ എന്തായാലും നിങ്ങൾ സ്കോളർഷിപ്പ് വിൻ ചെയ്യും അല്ലേ? എക്സാം പാസ്സാവും. അതൊരു ഫാക്ട്, ഒരു റിയൽ ആയിട്ടുള്ള കാര്യം. നിങ്ങളത് പഠിച്ചാൽ എന്തായാലും നിങ്ങൾക്കത് കിട്ടും. രണ്ടാമത്തേത് കുറച്ചുകൂടെ അൺറിയൽ ആയിട്ടുള്ള കാര്യമാണ്. ടോക്സ് അബൌട്ട് ഇമാജിനറി ആണ്. അതായത് നടക്കാത്ത കാര്യമാണ്. നമുക്കിപ്പം എനിക്ക് ചിറകുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ, അതൊരിക്കലും നടക്കുന്ന കാര്യമില്ലല്ലോ. അപ്പം അങ്ങനെ നടക്കാത്ത ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ള സിറ്റുവേഷൻസിലാണ് നമ്മൾ ഈ ടെൻസ്. അതിൻ്റെ പേർപ്പസും കൂടെ ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. ആദ്യം നമ്മൾ കണ്ടില്ലേ, അതിൻ്റെ പേർപ്പസ് എന്ന് പറയുന്നത് ശരിക്കും അത് നടക്കാൻ റിയലായിട്ട് പോസിബിലിറ്റി ഉള്ള കാര്യമാണ് പറയുന്നത്. സെക്കൻഡ് കണ്ടീഷൻ അങ്ങനെയല്ല, നടക്കാൻ പറ്റാത്ത ഇമാജിനറി സിറ്റുവേഷൻ്റെ കാര്യമാണ് നമ്മൾ എപ്പോഴും ഈ ഒരു സെക്കൻഡ് കണ്ടീഷനിൽ എഴുതാറ്. അത് എന്താണെന്ന് നോക്കാം. ഇഫിൻ്റെ കൂടെ നമ്മൾ ഏത് ചേർക്കുക? പാസ്റ്റ് ടെൻസ് ചേർക്കുക. നമ്മൾ കുറേ വേർഡ്സ് പഠിച്ചു. വാസ്, വെയർ, ഹാഡ്, ഇതെല്ലാം പാസ്റ്റിലാണ് വരുന്നതെന്ന് പഠിച്ചേ.
യെസ്, അപ്പോൾ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ അല്ലേ, വെറും സിമ്പിൾ പാസ്റ്റ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് V2 മാത്രമാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത് കേട്ടോ. പാസ്റ്റ് ടെൻസ് രണ്ട് കുറേ സബ് ഡിവിഷൻ ഉണ്ട്, നമ്മൾ അത്രയും ഡീറ്റെയിലിങ്ങിലായിട്ട് പോകുന്നില്ല. പാസ്റ്റിൽ തന്നെ സിമ്പിൾ പാസ്റ്റും പാസ്റ്റ് എന്താണ് കണ്ടിന്യൂസും പാസ്റ്റ് പെർഫെക്റ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇഫ് ക്ലോസിൽ മാത്രം നമ്മൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യും കേട്ടോ. ഇത് പാസ്റ്റ് സിമ്പിൾ പാസ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് V2 മാത്രം, ഇഫിൻ്റെ കൂടെ V2 ഫോം മാത്രമാണെങ്കിൽ നമ്മൾ എന്ത് ചേർക്കുക? വുഡ് പ്ലസ് ബേസ് വെർബ്. എപ്പോഴും ഈ മോഡൽസ് വില്ല് വുഡ് ഇതെല്ലാം മോഡൽസ് എന്നാണ് പറയുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ ബേസ് വെർബ് മാത്രം ചേർക്കുക. മനസ്സിലായോ? ഇഫിൻ്റെ കൂടെ പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള V2, പാസ്റ്റ് ടെൻസിൽ തന്നെ ഹാഡ് വരാൻ പാടില്ല. V2 ആണെങ്കിൽ ഹാഡ് വരാം. ഇപ്പോൾ ഒരു വെർബ് ഇല്ലെങ്കിൽ ഹാഡ് വരുന്നതിൽ തെറ്റില്ല. വെർബിൻ്റെ കൂടെ ഹാഡ് പ്ലസ് V3 എന്ന് പറയുന്ന ഫോം ഈ സെക്കൻഡ് കണ്ടീഷനിൽ വരില്ല. V2 മാത്രമേ വരൂ. ഓക്കെ, അപ്പോൾ ഇഫ് പ്ലസ് V2 അങ്ങനെയാണെങ്കിൽ വുഡ് പ്ലസ് ബേസ് വെർബ് ആയിരിക്കും. ഓക്കെ, വുഡ് പ്ലസ് ബേസ് വെർബ് ആയിരിക്കും നമ്മൾ മെയിൻ വെർബിൽ എഴുതേണ്ടത്. ഫോർ എക്സാമ്പിൾ നോക്കിക്കേ, ഇഫ് ക്ലോസിൽ ഇഫ് റിക്കി ട്രീറ്റഡ് ഹിസ് തിങ്സ് പ്രോപ്പർലി. അപ്പോൾ ട്രീറ്റഡ് എന്ന് പറയുന്നത് ഏതാണ് ഇവിടെ? V2 ഫോമാണ്. ഏതാണ്? V2 ഫോമാണ്. ഇഫ് റിക്കി ട്രീറ്റഡ് ഹിസ് തിങ്സ് പ്രോപ്പർലി ഹി വുഡിൻ നീഡ് ദി റോബോട്ട് ടു ഓർഗനൈസ് ദം. അവൻ നന്നായിട്ട് കാര്യങ്ങളെല്ലാം വളരെ നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടെല്ലാം ചെയ്യുമായിരുന്നെങ്കിൽ റോബോട്ടിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ വുഡിൻ്റെ കണ്ടോ, വുഡിൻ്റെ അവിടെ മീനിങ് ചേഞ്ച് ആവാതിരിക്കാനാണ് NT ചേർത്തത്. അപ്പോൾ ഈ സെൻറ്റൻസിൽ റിക്കി നന്നായിട്ട് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്തിരുന്നെങ്കിൽ അവന് ആവശ്യമില്ലായിരുന്നു എന്ന് മീനിങ് വരണം. അപ്പോൾ വുഡിൻ്റെ എല്ലാത്തിനും നോട്ട് ചേർക്കേണ്ട ആവശ്യമില്ല, നമ്മൾ മീനിങ് നോക്കിയാണ് അവിടെ ചേർത്തത് കേട്ടോ, വുഡിൻ്റെ. അപ്പോൾ വുഡ് പ്ലസ് ബേസ് വെർബ് ആണ്. പിന്നെ സെൻറ്റൻസിന് പ്രോപ്പർ മീനിങ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവിടെ നോട്ട് ചേർത്തത് കേട്ടോ. നന്നായിട്ട് കാര്യങ്ങളൊക്കെ അടുക്കി വെച്ചിരുന്നുവെങ്കിൽ അവൻ റോബോട്ടിൻ്റെ ആവശ്യം ഇല്ലായിരുന്നു എന്ന് വേണ്ടേ? മീനിങ് കംപ്ലീറ്റ് ആവണമെങ്കിൽ, ഒരു സെൻറ്റൻസ് കംപ്ലീഷൻ വേണമെങ്കിൽ, അതുകൊണ്ടാണ് അവിടെ നോട്ട് കേട്ടോ. റൂളിൽ നോട്ട് ചേർക്കണം, നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് പോലെ ഒന്നും ഇല്ല കേട്ടോ, കൺഫ്യൂഷൻ ആവരുത്. ഹി വുഡിൻറ്റ് നീഡ് ദി റോബോട്ട്. അപ്പം നേരത്തെ പറഞ്ഞ ആ സിമ്പിൾ എക്സാമ്പിൾ വെച്ച് ഒന്നുകൂടെ നോക്കാം. ഇഫ് ഹി സ്റ്റഡീഡ് അല്ലേ, സ്റ്റഡീഡ് വെൽ അല്ലേ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ വെർബ് V2 വന്നത്, പാസ്റ്റ് ടെൻസ് വന്നത്. അപ്പോൾ നിങ്ങൾ ആൻസർ പറഞ്ഞേ, ഇഫ് ഹി സ്റ്റഡീഡ് വെൽ എന്തായിരിക്കും ആൻസർ വരിക? ഹി, സബ്ജക്റ്റ് അതുപോലെ എഴുതണം. ഹി വുഡ് അല്ലേ നമ്മൾ ചേർക്കാൻ പറഞ്ഞ. പിന്നെ ബേസ് അല്ലേ, EDO SO ഒന്നും ചേർക്കണ്ട, ബേസ് ഫോം ഓഫ് വേർബ് അല്ലേ പറഞ്ഞിരിക്കുന്നത്. യെസ്, ഹി വുഡ് പാസ് ദി എക്സാം. ഓക്കെ, അപ്പോൾ ആൻസർ നോക്കി, ഇഫ് ഹി സ്റ്റഡീഡ്, അവിടെ V2 ആണെന്ന് മനസ്സിലായി. V2 ആണ്. ഇഫ് ഹി സ്റ്റഡീഡ് വെൽ ഹി വുഡ് പാസ് ദി എക്സാം. ഓക്കെ, അപ്പോൾ ഇഫ് റിക്കി ട്രീറ്റഡ് ഹിസ് തിങ്സ്, ട്രീറ്റഡ് എന്ന് പറയുന്നത് ED ചേർത്ത് V2 ഫോമാണ്. ഹാഡൊന്നും ഇല്ല അവിടെ. ഹാഡ് പ്ലസ് V3 അടുത്ത കണ്ടീഷനാണ് കേട്ടോ. അപ്പോൾ ഇവിടെ V2 മാത്രമാണ്. ഹി വുഡിൻ നീഡ്, വുഡ് പ്ലസ് നീഡ് ബേസ് ഫോമാണ്, നീഡ്. ഓക്കെ, അപ്പോൾ അതാണ്. ഇനി അടുത്ത തേർഡ് കണ്ടീഷൻ നോക്കിക്കേ, അൺറിയൽ ആയിട്ടുള്ള പാസ്റ്റ് കണ്ടീഷനിലാണ് പറയുന്നത്. പാസ്റ്റിൽ ഇങ്ങനെ ചെയ്തായിരുന്നെങ്കിൽ എനിക്കത് കിട്ടിയേനെ. പാസ്റ്റിൽ കഴിഞ്ഞു പോയ കാര്യം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, കഴിഞ്ഞു പോയാൽ നടക്കാൻ പറ്റാത്ത ഒരു കാര്യത്തെ പറ്റി പറയുന്നതാണ് എപ്പോഴും തേർഡ് കണ്ടീഷൻ. നമ്മൾ ആ ഒരു സിറ്റുവേഷനിലാണ് യൂസ് ചെയ്യേണ്ടത്. ഇതൊക്കെ ഏത് സിറ്റുവേഷനിലാണ് യൂസ് ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, അത്രേ ഉള്ളൂ. നോക്കിക്കേ, ഇഫ് പ്ലസ് പാസ്റ്റ് പെർഫെക്റ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? നേരത്തെ നമ്മൾ പാസ്റ്റിനെ ജസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ മാത്രമേ പഠിച്ചത്. അപ്പോൾ ഇവിടെ നമ്മൾ സിമ്പിൾ പാസ്റ്റും പാസ്റ്റ് പെർഫെക്റ്റും ഉണ്ടെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കുക. പാസ്റ്റ് പെർഫെക്റ്റിൻ്റെ ഫോർമാറ്റ് വേഗം എഴുതി വെച്ചോ. എന്താണ്? ഹാഡ് പ്ലസ് V3 ആണ്. എന്താണ്? അറിയില്ലെങ്കിൽ എഴുതി വെക്കുക. ഹാഡ് പ്ലസ് V3 ആണ് ഇത് പാസ്റ്റ് പെർഫെക്റ്റിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇഫ് പ്ലസ് പാസ്റ്റ് പെർഫെക്റ്റ് വരികയാണെങ്കിൽ യു ഷുഡ് യൂസ് വുഡ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പോൾ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുക? V3 തന്നെ യൂസ് ചെയ്യുക. ഇതുവരെ നമ്മളെല്ലാം ബേസ് ഫോം ഓഫ് വേർബ് അല്ലായിരുന്നോ? ഇതുവരെ ചെയ്തതെല്ലാം ബേസ് ഫോം ആയിരുന്നു. പക്ഷെ ഇവിടെ എന്താ നമ്മൾ ചെയ്തത്? വുഡ് ഹാവ്, വുഡിൻ്റെ കൂടെ ഒരു ഹാവ് ആഡ് ചെയ്തു. ആഫ്റ്റർ ദാറ്റ് നമ്മൾ V3 ആണ് ആഡ് ചെയ്തത്. ഏതാണ്? V3. എങ്ങനെയാണെങ്കിൽ ഇഫിൻ്റെ കൂടെ ഒരു പാസ്റ്റ് പെർഫെക്റ്റ്, എങ്ങനെ നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും? പാസ്റ്റ് പെർഫെക്റ്റിനെ ഹാഡ് പ്ലസ് V3 കണ്ടാൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. അത് ഏതാണ്? പാസ്റ്റ് പെർഫെക്റ്റ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ഇവിടെ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തേ. ഇഫ് ക്ലോസിൻ്റെ കൂടെ എന്ത് വന്നു? ഹാഡ് പ്ലസ് ഏതാ വന്നേ? ഇഗ്നോർഡ്. അതേതാ?
എന്താണ് ഇഗ്നോർ എന്ന് പറയുന്നത് ഏതാ V3 ഫോമാണ്. ഏതാണ് V3, ഹാഡ് പ്ലസ് V3 ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഹാഡ് പ്ലസ് V3 ആണ്. യെസ്, ക്ലിയർ ആണോ? യെസ്, ഹാഡ് പ്ലസ് V3. അപ്പോൾ ഇത് ഏതാണ്? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഇഫ് ദി റോബോട്ട് ഹാഡ് ഇഗ്നോർ ദി കംപ്ലൈൻറ്റ്സ് റിക്കി വുഡ് ഹാവ് സ്റ്റേഡ് എന്നാണ് വന്നത്. ഏതാണ്? വുഡ് കഴിഞ്ഞു, ഹാവ് കഴിഞ്ഞു, സ്റ്റേഡ് എല്ലാം V3. ഇത് കണ്ടോ, ഇത് V3 ആണ് അല്ലേ, സ്റ്റേഡ് V3. അപ്പം തേർഡ് കണ്ടീഷനിൽ മാത്രമാണ് നമ്മൾ എന്ത് പറഞ്ഞത്? യെസ്, V3 ചേർക്കാൻ പറഞ്ഞത്. ബാക്കിയെല്ലാം ബേസ് ഫോം ഓഫ് വെർബ് മാത്രം ചേർത്താൽ മതിയായിരുന്നു അല്ലേ. ഇഡിയോ എസ്സോ ഒന്നും ചേർക്കണ്ട, ബേസ് ഫോം മാത്രം ചേർത്താൽ മതി. പക്ഷെ ലാസ്റ്റ് കണ്ടീഷനിൽ, തേർഡ് കണ്ടീഷനിലാണ് നമ്മൾ എന്ത് ചേർത്തത്? V3 ചേർത്തത്. വുഡ് ഹാവ് പ്ലസ് V3. അപ്പോൾ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഫില്ലിംഗ് ദി ബ്ലാങ്ക് ചോദിക്കാം. ഇനി ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇവിടെ ഹാഡ് പ്ലസ് V3 വന്നു കഴിഞ്ഞാൽ, ഹാഡ് പ്ലസ് V3 ക്വസ്റ്റ്യനിലുണ്ടോ നോക്കുക. വെറുതെ ഒരു ഹാഡ് മാത്രം കണ്ടാൽ അത് ചേഞ്ച് ചെയ്ത് ഇങ്ങനെ എഴുതരുത്, തെറ്റിപ്പോവും. വെറും ഹാഡ് മാത്രം കണ്ടാൽ അതിൻ്റെ അർത്ഥം അത് സിമ്പിൾ പാസ്റ്റ് ആണെന്നാണ് കേട്ടോ. ഹാഡ് പ്ലസ് V3 വന്നാൽ മാത്രമാണ് നമ്മൾ വുഡ് ഹാവ് പ്ലസ് V3 എന്ന് മാറ്റി ആ ഒരു സെക്കൻഡ് മെയിൻ ക്ലോസിൽ നമ്മൾ അങ്ങനെ ചേഞ്ച് ചെയ്യാൻ പാടുള്ളൂ. ഹാഡ് പ്ലസ് V3 കണ്ടാൽ, വെറും ഹാഡ് കണ്ടാൽ അവിടെ എന്ത് തന്നെ ചെയ്യുക? വുഡ് പ്ലസ് ബേസ് ഫോം മാത്രം എഴുതുക. ഹാഡ് മാത്രമാണെങ്കിൽ അത് പാസ്റ്റ് ആണ്, സിമ്പിൾ പാസ്റ്റ് ആണ്. ഹാഡ് പ്ലസ് V3 എന്നാലാണ് അത് പാസ്റ്റ് പെർഫെക്റ്റ് ആവുക. അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ വുഡ് ഹാവ്, വുഡ് കഴിഞ്ഞൊരു ഹാവ് ഉണ്ട്, മറന്നു പോകരുത്. വുഡ് ഹാവ്, അപ്പോൾ ഹാവ് പ്രസൻ്റ് ആണോ അങ്ങനെ കൺഫ്യൂഷൻ ആവരുത്. ഇത് റൂളാണ്, ഇഫ് ക്ലോസിൻ്റെ മൂന്നാമത്തെ കണ്ടീഷൻ്റെ റൂളാണ്. ഹാഡ് പ്ലസ് V3 ആണെങ്കിൽ നമ്മൾ എന്ത് ചേർക്കണം? മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് പ്ലസ് V3 ചേർക്കുക. അപ്പോൾ ഇതൊരിക്കലും മറന്നു പോകരുത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മളിപ്പോൾ പഠിക്കും. എങ്ങനെയാ? വേഗം പഠിച്ചേ. ഫസ്റ്റ് കണ്ടീഷൻ ഇപ്പം തന്നെ എഴുതി പഠിച്ചോ, വേഗം എല്ലാവരും പഠിച്ചോ. ഇഫിൻ്റെ കൂടെ പ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ V1 ആണല്ലോ. ഇഫിൻ്റെ കൂടെ V1 പ്രസൻറ്റ് ആണെങ്കിൽ നമ്മൾ എന്താ ചേർക്കുക? മെയിൻ ക്ലോസ്. വേഗം പറഞ്ഞേ, ആൻസർ വേഗം പറഞ്ഞേ. എന്ത് ചേർക്കും നമ്മൾ? വില്ല് പ്ലസ് ബേസ് ഫോം ഓഫ് വേർബ് അല്ലേ. V1 തന്നെ നമുക്ക് കൊടുക്കാം, ബേസ് ഫോം ആണെന്ന് ഓർക്കുക കേട്ടോ, ബേസ് ഫോം ഓഫ് വേർബ്. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ വളരെ സിമ്പിളായിട്ട് വേഗം പഠിച്ചേ. ഇഫ് പ്ലസ് എന്താണ്? V2 ആണെങ്കിൽ, ഇഫ് പ്ലസ് V2 ആണെങ്കിൽ എന്താ? വേഗം പറഞ്ഞേ. ഇഫ് പ്ലസ് V2 ആണെങ്കിൽ ഏത് വരും? വുഡ്. ഏതാ നമ്മൾ ചേർക്കേണ്ടത് മെയിൻ ക്ലോസിൽ? വുഡ് പ്ലസ് ബേസ് ഫോം ഓഫ് വേർബ്. വേർബിൻ്റെ ആദ്യ ബേസ് ഫോമാണ്, ഒന്നും എസ്സും ഇ ഒന്നും ഇല്ലാതെ ബേസ് ഫോമാണ് ചേർക്കേണ്ടത്. ഇഫ് പ്ലസ് V2 വന്നു കഴിഞ്ഞാൽ പാസ്റ്റ്, സിമ്പിൾ പാസ്റ്റ്. ഓക്കെ, അതായത് പ്ലേഡ്, പിന്നെ റോട്ട് എല്ലാം. V2ന് കുറച്ച് എക്സാമ്പിൾ വേഗം പറഞ്ഞേ. പ്ലേഡ് V2ന് ഒരു എക്സാമ്പിളാണ് പ്ലേഡ്. പിന്നെ റോട്ട് V2ന് എക്സാമ്പിളാണ് റോട്ട്. എയ്റ്റ് V2ന് എക്സാമ്പിളാണ് എയ്റ്റ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ വെറും ഹാഡ് മാത്രം വന്നാലും അത് V2 ആണ് കേട്ടോ. ഹാഡ് മാത്രം, V3 ഇല്ലാതെ വെറും ഹാഡ് മാത്രം അങ്ങനെ വന്നാലും അത് V2 ആണ്. ഓക്കെ ഓർക്കുക. ദെൻ വുഡ് പ്ലസ് ബേസ് ഫോം ഓഫ് വേർബ്. വുഡിൻ്റെ കൂടെ ബേസ് ഫോം. ഓക്കെ, ബേസ് ഫോം ഓഫ് വേർബാണ് ചേർക്കേണ്ടത്. ഇനി തേർഡ് കണ്ടീഷനാണ് കുറച്ചൊരു കോംപ്ലിക്കേഷൻ ഉള്ളത്, പക്ഷെ വളരെ ഈസിയാണ്, അത്ര ഒരു കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല. ഇഫിൻ്റെ കൂടെ എന്ത് വരണം? ഹാഡ് പ്ലസ് ഏത് വരണം? ഹാഡ് പ്ലസ് V3 വന്നു കഴിഞ്ഞാൽ, ഹാഡ് പ്ലസ് V3 വന്നു കഴിഞ്ഞാൽ ഏത് വരും? യെസ്, വുഡ് മാത്രമാണോ? വുഡ് അതിൻ്റെ കൂടെ വേറെന്തോ ഉണ്ടല്ലോ. വുഡ്, യെസ് പറഞ്ഞേ. വുഡ് ഹാവ് പ്ലസ് V1 ആണോ? ബേസ് ഫോം ആണോ ചേർക്കാൻ പറഞ്ഞ തേർഡ് കണ്ടീഷനിൽ? ഇഫും ഹാഡും V3 വന്നാൽ ഏത് ചേർക്കണം? യെസ്, വേഗം പറഞ്ഞോ. യെസ്, V3 തന്നെ നമ്മൾ ചേർക്കണം. അപ്പോൾ ഇവിടെ ഇഫ് ഹാഡ് V3, അപ്പോൾ ഇത്രയും വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? വുഡ് ഹാവ് പ്ലസ് V3 വേണം നമ്മൾ ആഡ് ചെയ്യാനായിട്ട്. ഓക്കെ, ക്ലിയർ ആണേ? ഇത്രയും ക്ലിയർ ആണേ? ഫസ്റ്റ് കണ്ടീഷൻ ഓർക്കുക അല്ലേ, റിയൽ പോസിബിലിറ്റി അല്ലെങ്കിൽ ഫ്യൂച്ചർ. ഇഫ് ക്ലോസ് ആണ് നമ്മൾ പറഞ്ഞത്. പ്രസൻറ്റ് വില്ല്, ഇഫ് പ്ലസ് പ്രസൻറ്റ് ആണെങ്കിൽ വില്ല്, ഇഫ് പ്ലസ് പാസ്റ്റ് ആണെങ്കിൽ വുഡ്, ഇഫ് പ്ലസ് പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ വുഡ് ഹാവ് മാത്രമല്ല, അത് കഴിഞ്ഞിട്ടൊരു V3 കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, ബാക്കി എല്ലാത്തിനും നമ്മൾ ബേസ് ഫോം ആണ്. വില്ലിൻ്റെ കൂടെ ബേസ് ആണ് ഫസ്റ്റ് അല്ലേ, ബേസ് ഫോം ആണ് ചേർത്തത് അല്ലേ. ഇഡിയോ എസ് ഒന്നും ചേർക്കാത്ത ബേസ് ഫോം ആണ് വില്ലിൻ്റെയും വുഡിൻ്റെയും കൂടെ ആദ്യത്തെ രണ്ട് കണ്ടീഷനെ കൂടെ ചേർത്തത്. ഇഫിൻ്റെ കൂടെ പ്രസൻറ്റ് വന്നപ്പോഴും ഇഫിൻ്റെ കൂടെ സിമ്പിൾ പാസ്റ്റ് വന്നപ്പോഴും. പക്ഷെ പാസ്റ്റ് പെർഫെക്റ്റ് വന്നപ്പോൾ, പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ഓർക്കാൻ, ഹാഡ് പ്ലസ് V3 എന്ന് മാത്രം ഓർത്താൽ മതി. ഹാഡ് പ്ലസ് V3 ആണോ അത് പാസ്റ്റ് പെർഫെക്റ്റ്. അപ്പോൾ എക്സാമ്പിൾ പറയാം, ഹാഡ് റിട്ടൺ. അതെന്താണ്? ഹാഡ് റിട്ടൺ എന്താണ്?
പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഹാഡ്, വേറെ എക്സാമ്പിൾ വേഗം പറഞ്ഞോ. ഈറ്റൺ, ഹാഡ് ഈറ്റൺ, ഹാഡ് പ്ലേഡ്, ഇതെല്ലാം എന്താണ്? ഹാഡ് പ്ലസ് V3 ആണല്ലേ. ഹാഡ് പ്ലസ് V3 കണ്ട വുഡ് ഹാവ് V3. ഓക്കെ, വുഡ് ഹാവ് പ്ലസ് V3 എന്ന് എഴുതണം. നോക്കിക്കേ, ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കിത് പ്രാക്ടീസ് ചെയ്യാനാണ്. ഇതിങ്ങനെ തന്നിട്ടുണ്ട്. ഇവിടെ വേർബ് ഏതാന്ന് കറക്റ്റ് ഇട്ടിട്ടുണ്ട്. കറക്റ്റ് യൂസേജ് നിങ്ങൾ കണ്ടുപിടിക്കണം. വേഗം പറഞ്ഞു, ആൻസർ വേഗം പറ. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഏത് വരും? ഇഫ് ഇറ്റ് റെയിൻസ്. ഇനി നിങ്ങൾ ആൻസർ ചെയ്യുക. വേഗം കമൻറ്റ് ചെയ്ത് വേഗം ചെയ്തേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇഫ് ഇറ്റ് റെയിൻസ് ടുമോറോ എന്ത് വരും? ഇഫ് ഇറ്റ് റെയിൻസ്, റെയിൻസ് എസ് ചേർത്തു. അപ്പോൾ ഇത് പ്രസൻറ്റ് ടെൻസ് ആണെന്ന് മനസ്സിലാക്കണം എല്ലാവരും. പ്രസൻറ്റ് ടെൻസ്. ഇഫ് ഇറ്റ് റെയിൻസ് എസ് ചേർത്തു, ഡസ് ഫോം ആണ്. അപ്പോൾ ഇത് ഏത് ടെൻസ് ആണ്? പ്രസൻറ്റ് ടെൻസ് ആണ്. മനസ്സിലായി? യെസ്, ഇറ്റ്സ് എ പ്രസൻറ്റ് ടെൻസ്. ദെൻ അപ്പോൾ ഏതാണ് നമ്മുടെ മെയിൻ ക്ലോസിൽ വരേണ്ടത്? അവിടെ വില്ല് ചേർക്കണോ, വുഡ് ചേർക്കണോ, വുഡ് ഹാവ് ചേർക്കണോ, പിന്നെ ബേസ് ഫോം സ്റ്റേ തന്നെ യൂസ് ചെയ്താൽ മതിയോ, സ്റ്റേഡ് എന്ന് യൂസ് ചെയ്യണോ? അവിടെ ഏതാണ് കറക്റ്റ് യൂസേജ്? വേഗം എഴുതിക്കേ, ഏതാണ് കറക്റ്റ് യൂസേജ് വരുന്നത്? വേഗം. യെസ്, ഇഫ് ഇറ്റ് റെയിൻസ് ടുമോറോ വി വിൽ സ്റ്റേ എന്ന് വരുമോ? അതോ വി വുഡ് സ്റ്റേ എന്നാണോ വരുന്നത്? അതോ വി വുഡ് ഹാവ് സ്റ്റേഡ് എന്നാണോ വരുന്നത്? ഏത് വരും? ഓപ്ഷൻസ് ചിലപ്പോൾ തരാം. അപ്പോൾ ഇത് നിങ്ങൾ ഓപ്ഷൻസ് ഇല്ലാതെ തന്നെ വേഗം ഒന്ന് ആൻസർ ചെയ്ത് ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ഇഫ് ഇറ്റ് റെയിൻസ് ടുമോറോ വി, കണ്ടോ പ്രസന്റ് ടെൻസ് അല്ലേ, അപ്പം വി വിൽ സ്റ്റേ എന്നല്ലേ ആൻസർ വരേണ്ടത്. ബേസ് ഫോം സ്റ്റേ തന്നെ യൂസ് ചെയ്താൽ മതി, കാരണം ഇത് റെയിൻസ് പ്രസന്റ് ടെൻസ് ആണ്. സോ നമ്മൾ വില്ല് പ്ലസ് ബേസ് ഫോം ഓഫ് വേർബ് ആണ് കറക്റ്റ് ആൻസർ അല്ലേ. വില്ല് പ്ലസ് യെസ് കറക്റ്റ് ആണ്. പ്രസന്റ് ടെൻസ് ആണ് നമ്മളവിടെ യൂസ് ചെയ്യേണ്ടത്. പ്രസന്റ് ടെൻസ് ആണ് യൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഏത് വേണം? പ്രസന്റ് ടെൻസിൽ നമ്മൾ ഏത് വേണം? വില്ല് പ്ലസ്, പ്രസന്റ് ടെൻസ് ആയതുകൊണ്ട് വില്ല് പ്ലസ് യെസ് ബേസ് ഫോം ഓഫ് വേർബ്. ഇനി ഇത് നോക്കിക്കേ, ഇഫ് ഐ ഹാഡ് എ ലോട്ട് ഓഫ് മണി. കണ്ടോ, ഇഫ് ഐ ഇവിടെ നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാനാണ് ഈ ഹാഡ് തന്നിരിക്കുന്നത്. ഇഫ് ഐ ഹാഡ് വെറുതെ ഒരു ഹാഡ് മാത്രമേ ഉള്ളൂ. ഇവിടെ V3 ഇല്ല. V3 ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഇത് സിമ്പിൾ പാസ്റ്റ് ആണ്. ഓക്കെ, ഹാഡ് പ്ലസ് V3 ഉണ്ടെങ്കിലാണ് നമ്മൾ വുഡ് ഹാവ് പ്ലസ് V3 എഴുതേണ്ടത്. ഇത് സെക്കൻഡ് കണ്ടീഷൻ ആണ്. ഇഫ് ഐ ഹാഡ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് അത് സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റ് ആണ്. V3 ഇല്ലല്ലോ, ഇവിടെ ഒന്നും V3 ഇല്ലല്ലോ, അതുകൊണ്ട് ഇത് സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പോൾ സെക്കൻഡ് കണ്ടീഷനിൽ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? യെസ്, ഐ വുഡ് വരും. ഇവിടെ ഏത് വരും? കറക്റ്റായിട്ട് ആൻസർ ഏത് വരും? ഐ വുഡ് ആണ് വരുന്നത്. ഐ വുഡ് ബൈ. ഓക്കെ, ബേസ് ഫോം അതുപോലെ തന്നെ ഇട്ടു അല്ലേ. ഐ വുഡ് ബൈ ബൈസൈക്കിൾ. ഓക്കെ, ദെൻ ഇഫ് ഐ ഫിനിഷ് മൈ ഹോംവർക്ക്. ഇവിടെയാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. ഇവിടെ ഇഫ് ക്ലോസിൽ നമ്മൾ കറക്റ്റ് യൂസേജ് എഴുതണം. മൈ ഹോംവർക്ക് ഐ വിൽ പ്ലേ. കണ്ടോ, ഇവിടെ ഏത് കണ്ടീഷനാണ്? അപ്പോൾ വില്ലും ബേസ് ഫോമും വരുന്നത് ഏത് കണ്ടീഷനാണ്? ഫസ്റ്റ് കണ്ടീഷൻ. ഓർമ്മയുണ്ടല്ലോ, ഫസ്റ്റ് കണ്ടീഷൻ. അപ്പോൾ ഇവിടെ ഏത് ടെൻസ് ആയിരിക്കും വരുന്നത്? പ്രസൻ്റ് ആണോ, പാസ്റ്റ് ആണോ, പാസ്റ്റ് പെർഫെക്റ്റ് ആണോ എന്ന് മാത്രം ഓർത്തേ. വില്ല് പ്ലസ് ബേസ് ഫോം വന്ന ഫസ്റ്റ് കണ്ടീഷൻ അല്ലേ? ഓർമ്മയില്ലേ? ഫസ്റ്റ് കണ്ടീഷനാണ്. യെസ്, അതുകൊണ്ട് നമ്മളിവിടെ എന്ത് ചേർത്താൽ മതി? ഐ ഫിനിഷ്. അവിടെ വേറെ എന്തെങ്കിലും ചേർക്കണോ? ഇഫ് ഐ ഫിനിഷ്. കറക്റ്റാണ്. ഇങ്ങനെ തന്നെ ഇത് V1 അല്ലേ. ഇഫ് ഐ ഐ ആയതുകൊണ്ട് ഫിനിഷസ് എന്നൊന്നും എഴുതത്തില്ല അല്ലേ. എസ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇഫ് ഐ ഫിനിഷ് മൈ ഹോംവർക്ക് ഐ വിൽ പ്ലേ ഫുട്ബോൾ. അപ്പോൾ ഇത് കറക്റ്റാണ്. ഫിനിഷ് എന്ന് മാത്രം എഴുതിയാൽ മതി. പ്രസൻറ്റ്, സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ എഴുതിയാൽ മതി. ഇനി ഇത് നോക്കിക്കേ, ഇഫ് ഐ ഹാഡ് സ്റ്റഡീഡ്. അപ്പോൾ ഇവിടെ ഹാഡിൻ്റെ കൂടെ V3 ഇല്ലായിരുന്നു, പക്ഷെ ഇവിടെ എന്തുണ്ട്? ഹാഡ് പ്ലസ് V3 ഉണ്ട്. സ്റ്റഡീഡ് എന്ന് പറഞ്ഞാൽ V3, ഹാഡിൻ്റെ കൂടെ വെർബ് വന്നാൽ അത് V3 ആണ്. ഹാഡ് പ്ലസ് V3. അപ്പോൾ ഹാഡ് പ്ലസ് V3 ഉണ്ടെങ്കിൽ നമ്മൾ എന്താ മെയിൻ ക്ലോസിൽ എഴുതേണ്ടത്? ഐ സബ്ജക്റ്റിന് ശേഷം വില്ലാണോ, വിൽ പാസ് എന്നാണോ, അതോ വുഡ് പാസ് എന്നാണോ, അതോ വുഡ് ഹാവ് പാസ്ഡ് എന്നാണോ? വുഡ് ഹാവ് പ്ലസ് V3 ആണോ എഴുതേണ്ടത്? ഒന്ന് ഓർത്ത് പറഞ്ഞേ. ഇഫ് ഐ ഹാഡ് സ്റ്റഡീഡ്, അപ്പോൾ ഹാഡ് പ്ലസ് V3 ആണ്. യെസ്, കറക്റ്റാണ്. നമ്മൾ പാസ്റ്റ് ടെൻസ് ഒക്കെയാണ്. ദിസ് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഇത് ഏതാണ്? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഹാഡ് സ്റ്റഡീഡ് എന്ന് പറയുന്നത്. സോ ഇവിടെ എന്ത് വരും? യെസ്, ഐ വുഡ് ഹാവ് പാസ്ഡ് എന്ന് വരും അല്ലേ. ഐ വുഡ് ഹാവ് പാസ്ഡ് അല്ലേ, കറക്റ്റ് അല്ലേ? യെസ്, ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് വന്നതുകൊണ്ട് നമ്മൾ എന്ത് ചേർക്കുക? വുഡ് ഹാവ് പ്ലസ് V3 ചേർക്കുക. വുഡ് ഹാവ് പ്ലസ് V3, വുഡ് ഹാവ് പാസ് ദി എക്സാം. ഇനി അടുത്ത കണ്ടീഷൻ നോക്കിക്കേ, ഇഫ് മൈ ബ്രദർ ടെൽ മീ. ഇവിടെ ഇതാണ് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത്, കറക്റ്റ് ചെയ്യേണ്ടത് അല്ലേ. ടെൽ മീ ഐ വുഡ് ഹാവ് ഹെൽപ്ഡ്.
അല്ലേ? വുഡ് ഉണ്ട്, ഹാവ് ഉണ്ട്, V3 ഉണ്ട്. വുഡ് ഹാവ് പ്ലസ് V3 ആണ്. അങ്ങനെയാണ് ഇവിടെ ഏത് കണ്ടീഷനാ? തേർഡ് കണ്ടീഷൻ. സിമ്പിൾ അല്ലേ? തേർഡ് കണ്ടീഷൻ എന്താണ്? ഹാഡ് പ്ലസ് V3 ആണ്. അപ്പോൾ ഇവിടെ ഹാഡ് പ്ലസ് V3 അങ്ങ് കൊടുത്താൽ പോരെ? ഹാഡ് ബ്രദർ കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഹാഡ്. ടെല്ലിൻ്റെ V3 എന്താ? ടോൾഡ്. സിമ്പിൾ അല്ലേ? ഹാഡ് പ്ലസ് V3. ഇവിടെ വുഡ് ഹാവ് ഹെൽപ്പ്. അപ്പം നമുക്ക് മനസ്സിലായി വുഡ് ഹാവ് പ്ലസ് V3 വരുന്നത് തേർഡ് കണ്ടീഷൻ ആണെന്ന് മനസ്സിലായി. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇഫ് ക്ലോസിൽ എന്ത് കൊടുക്കണം? ഹാഡ് പ്ലസ് V3 കൊടുത്താൽ നമുക്ക് കറക്റ്റ് കിട്ടിയില്ലേ? ആൻസർ കിട്ടിയില്ലേ? ഇഫ് മൈ ബ്രദർ ഹാഡ് ടോൾഡ് മീ ഐ വുഡ് ഹാവ് ഹെൽപ്പ് ഹിം വിത്ത് ദി പ്രൊജക്റ്റ്. ഓക്കെ, കറക്റ്റ് ആയോ? യെസ്. ഇനി ഇഫ് മൈ മദർ കോൾസ് മീ ഐ ആൻസർ ഇമ്മീഡിയറ്റ്ലി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇഫ് മൈ മദർ കോൾസ്, യെസ് കാണുമ്പോഴേ നമുക്കറിയാം അത് ഏത് ടെൻസ് ആണ്? പ്രസൻ്റ് ആണ്. ഏത് ടെൻസ് ആടാ? പ്രസൻറ്റ് ടെൻസ് ആണ് ഇത്, അല്ലേ? ഇത് പ്രസൻറ്റ് ടെൻസ് ആണ്. നല്ലതായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് USSൻ്റെ എക്സാമൊക്കെ ക്രാക്ക് ചെയ്യണ്ടേ, സ്കോളർഷിപ്പൊക്കെ കിട്ടണ്ടേ. അപ്പോൾ ഒന്ന് ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്ന നമ്മൾ പെട്ടെന്ന് ഇതൊക്കെ പഠിച്ചെടുക്കില്ലേ? ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാം, അല്ലേ? ഇഫ് മൈ മദർ കോൾസ് മീ പ്രസൻറ്റ് ടെൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് എഴുതും? പ്രസൻറ്റ് ടെൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് കണ്ടീഷൻ അല്ലേ? ഫസ്റ്റ് കണ്ടീഷനിലെ മെയിൻ ക്ലോസിൽ അപ്പോൾ എന്താ നമ്മൾ പഠിച്ചു? അത് എന്താ? പ്രസൻറ്റ് ആണെങ്കിൽ വില്ല് പ്ലസ് ബേസ് ഫോം ആണ്. ഐ വിൽ ആൻസർ അതല്ലേ വരിക? ഐ വിൽ ആൻസർ. പ്രസൻറ്റ് കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ എന്ത് വരും ആൻസർ? യെസ്, വിൽ ആൻസർ. വിൽ ആൻസർ എന്നാണ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇഫ് മൈ മദർ കോൾസ് മീ ഐ വിൽ ആൻസർ ഇമ്മീഡിയറ്റ്ലി. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. ഏതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്? ഇഫ് ക്ലോസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗ്രാമർ സെക്ഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും ഇനിയുണ്ട്, ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ. അപ്പോൾ ഇത്രയും ഗ്രാമർ സെക്ഷൻസ് മാത്രമേ നോക്കുന്നുള്ളൂ. ഇനി എന്താ നമ്മൾ നോക്കാൻ പോകുന്നത്? ജസ്റ്റ് ഒന്ന് ആ ഒരു പോം എന്ന് വായിച്ചിട്ട് ഈസിയായിട്ട് പെട്ടെന്ന് നിങ്ങൾ തന്നെ പെട്ടെന്ന് ആൻസർ ചെയ്ത് പോവാം. കാരണം അത്രേ ഉള്ളൂ. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യം ഒന്നൊന്ന് റിഫ്രഷ് ചെയ്യുക കേട്ടോ. ഒന്ന് നമ്മൾ എന്ത് ചെയ്യുക? റീകോൾ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ഇനിയുള്ളത്. വെറും ഒരു 10 മിനിറ്റ്സ് മതി. പെട്ടെന്ന് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അങ്ങ് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ എന്ത് ചെയ്യുക? ആൻസർ ടിക്ക് ചെയ്ത് പോകാം, അല്ലേ? നിങ്ങൾ കമൻറ്റ് ചെയ്യല്ലോ. യെസ്. അപ്പോൾ ഇത് നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണല്ലോ. ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമ്യൂസ്മെൻറ്റ് ഇൻ ഐസിങ് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ പോമാണ്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് എന്താ സിമിലി, മെറ്റഫർ, പോയറ്റിക് ഡിവൈസസ് ഒക്കെ ഒരു ഐഡിയ കിട്ടി, വൊക്കാബുലറിയുടെ ഒരു ഐഡിയ കിട്ടി. അപ്പോൾ ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? പെട്ടെന്ന് നിങ്ങൾ ഓപ്ഷൻസ് ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ, ഓപ്ഷൻസ് വേഗം ടൈപ്പ് ചെയ്തോളൂ. ഇതിൻ്റെ ആൻസർ നമുക്ക് ചെയ്യാം, അല്ലേ? The sky is full of the sun and the stars. The universe is full of life. Among all these, I have found a place. And in wonder and amazement I sing. The world is swayed by eternity's rushing tide. Rising and falling, I have felt its tug in my blood. അല്ലേ? Rising and falling, I have felt its tug in my blood. Racing through my veins, and in wonder and amazement I sing. പിന്നെ ഈശ്വരനെ പറ്റിയിട്ടൊക്കെയാണല്ലേ. Then, while walking in the woodlands, forest, wood area, അല്ലേ? Wood forest. With my feet I have touched the blades of grass. I have touched. ഇതൊക്കെ കേൾക്കുമ്പോൾ ഹാവ് വന്നു, പ്രസൻറ്റ് ടെൻസ് ആണെന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ ഇപ്പം? ഐ ഹാവ് ബീൻ സ്റ്റാർട്ടിൽഡ്. സ്റ്റാർട്ടിൽഡ് എന്താണെന്നൊക്കെ വൊക്കാബുലറി ചോദിക്കുക, അല്ലേ? ബൈ ദി ഫ്ലവേഴ്സ്. ഫ്രാഗ്രൻസ്. ഫ്രാഗ്രൻസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഏത് ഇമേജറിയാണ് വന്നേ? വേഗം പറഞ്ഞേ. ഏത് ഇമേജറിയാണ്? ഫ്രാഗ്രൻസ്. ആ ഒരു സ്മെല്ലാണ്. ഏതാണ്? നമ്മൾ ഇമേജറി പഠിച്ചതല്ലേ? ഓൾഫാക്ടറി ആണോ? യെസ്. They have all maddened my mind. Madden, ആംഗ്രി ആയിരുന്ന സമയത്ത് ഭ്രാന്ത് പിടിക്കുക, അല്ലേ? maddened, അല്ലേ? maddened. The gifts of gladness and joy. glad ഓർക്കുക, ഹാപ്പിയുടെ വീണ്ടും സിനോണിംസ് ഒക്കെ കിട്ടുകയാണ്. glad, joy, അല്ലേ? are strewn all around. strewn എന്ന് പറഞ്ഞാൽ സ്ട്രൂ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പ്രെഡ് ആണ്, അല്ലേ? സ്പ്രെഡ് ചെയ്യുക, സ്കാറ്റർ എന്നൊക്കെയാണ്. അപ്പോൾ വേർഡ് മീനിങ് ഒക്കെ ചോദിക്കാം. and in wonder and amazement I sing. Okay, then I have pricked my ears. I have opened my eyes. I have bared my heart to the world. In the midst of the known, I have sought the unknown, and in wonder and amazement I sing. സോ ഇതിനകത്ത് കുറേ വൊക്കാബുലറി ഉണ്ട്, അതുപോലെ എന്താണ് പോയറ്റിക് ഡിവൈസസ് ഉണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഈ ഒരു പോം വേഗം ഒന്ന് വായിച്ചിട്ട് പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? ആൻസേഴ്സ് ഒക്കെ പെട്ടെന്ന് പറയാം കേട്ടോ. The sky is full of the sun and the stars. The universe is full of life. Among all these I have found a place, and wonder and amazement I sing. The world is swayed by eternity's rushing tide, rising and falling.
Then I have felt it stuck in my blood, racing through my veins, and in wonder and amazement I sing. Okay, then while walking in the woodlands with my feet, I have touched the blades of grass. ടച്ച് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അത് ഏത് ഇമേജറി ടാക്റ്റൈലുമായിട്ടൊക്കെ കണക്ട് ചെയ്യുന്നതെന്ന് ഓർക്കുക. ഐ ഹാവ് ബീൻ സ്റ്റാർട്ടിൽഡ് ബൈ ദി ഫ്ലവേഴ്സ് ഫ്രാഗ്രൻസ്, ദേ ഹാവ് ഓൾ മാഡൻ മൈ മൈൻഡ്, ദി ഗിഫ്റ്റ്സ് ഓഫ് ഗ്ലാഡ്നെസ് ആൻഡ് ജോയ് ആർ സ്ട്രൂൺ ഓൾ അറൗണ്ട്, ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിംഗ്. I have pricked my ears, I have opened my eyes, I have bared my heart to the world. അല്ലേ? അപ്പോൾ ഇതിൻ്റെയൊക്കെ മീനിങ് പ്രിക്ഡ്, പിയേഴ്സ്, സ്റ്റാബ് എന്നൊക്കെ പറയാം. മീനിങ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് പഠിച്ച് വെക്കേണ്ടതാണ്. ഓക്കെ, ദെൻ in the midst of the known I have sought the unknown, and in wonder and amazement I sing. ഓക്കെ, കഴിയാറായി. നമ്മളിത് ജസ്റ്റ് വേഗം ആൻസർ പറയാം. ഗിഫ്റ്റ്സ് ഓഫ് ഗ്ലാഡ്നെസ് ആൻഡ് ജോയ്, ഇത് ഏതാണ്? എക്സാമ്പിൾ ഫോർ ഗിഫ്റ്റ്, ഗ്ലാഡ്. നോക്കുക, വേഗം നോക്കി പറഞ്ഞു. ഗിഫ്റ്റ്, ഗ്ലാഡ്, ഏതോ ഒരു സൗണ്ട് റിപ്പീറ്റ് ചെയ്തു. അടുത്തടുത്ത വേർഡ്സുകൾ ഫസ്റ്റ് സൗണ്ട് തുടക്കം ബിഗിനിങ്ങിൽ റിപ്പീറ്റ് ചെയ്ത് വന്നു. ഏതാണ്? ഗിഫ്റ്റ്സ്, ഗ്ലാഡ്നെസ്, ഗ സൗണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് വന്നത്. അപ്പോൾ ഇത് ഏതാണ് ആൻസർ? അലിട്രേഷൻ ആണ്. വേഗം ആൻസർ പറഞ്ഞേ, ഏതാണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ അലിട്രേഷൻ ആണ്. റിപ്പീറ്റ് ചെയ്തു, ഗിഫ്റ്റ് ഓഫ് ഗ്ലാഡ്നെസ്, ഗ സൗണ്ട് റിപ്പീറ്റ് ചെയ്തു. സോ ദി ആൻസർ ഈസ് അലിട്രേഷൻ. അസണൻസ് ഓർമ്മയുണ്ടോ? അസണൻസ് എന്തായിരുന്നു? വവൽ സൗണ്ടിൻ്റെ റിപ്പറ്റീഷൻ ആയിരുന്നു. വവൽ സൗണ്ട് എവിടെ വരണം? ഇടയ്ക്ക്, ഇൻസൈഡ് വേർഡ്സിൻ്റെ ഇടയ്ക്കൊക്കെ വന്നാൽ മതി. എ എന്നൊക്കെ പറഞ്ഞ് ഒരേപോലെയുള്ള സൗണ്ട് വരുന്നതായിരുന്നു അസണൻസ്. എന്തായിരുന്നു? എൻഡിൽ ഒരേ സൗണ്ട് എൻഡ് ചെയ്യുന്നത് എന്തായിരുന്നു? നമ്മൾ പറഞ്ഞ റൈമാണ് പറഞ്ഞല്ലേ, റൈമിങ് വേർഡ്സ് ആയിരുന്നു അല്ലേ. ദെൻ I have felt it stuck in my blood is an example. I have felt it stuck, അല്ലേ? ഇറ്റ് stuck എന്നൊക്കെ പറഞ്ഞ ഒരു പുള്ളാണ്. ഇൻ മൈ ബ്ലഡ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ഒരു കമ്പാരിസൺ പോലെ അല്ലേ, ഡയറക്റ്റ് അല്ലാത്ത ഒരു ഇൻഡയറക്റ്റ് കമ്പാരിസൺ ആണ്. അപ്പോൾ അതെന്താണ്? ഒരു മെറ്റഫർ ആണ്. ഇനി ദി ഗിഫ്റ്റ്സ് ഓഫ് ഗ്ലാഡ്നെസ് ആൻഡ് ജോയ് ആർ സ്ട്രൂൺ ഓൾ അറൗണ്ട്. സ്ട്രൂൺ എന്ന് പറഞ്ഞാൽ സ്പ്രെഡ് ചെയ്ത് പോകുന്നതൊക്കെയാണ് അല്ലേ. അപ്പോൾ അവിടെ എന്ത് വരാം? ദി ഗിഫ്റ്റ്സ് ഓഫ് ഗ്ലാഡ്നെസ് ആൻഡ് ജോയ് എന്നൊന്നും പറയുന്നത് എന്താ? ജീവനുള്ള കാര്യമൊന്നും അല്ല അല്ലേ, ജീവൻ ഇല്ലാത്തതാണ്. അപ്പോൾ അവിടെ എന്താണ്? ഹ്യൂമൻ ക്വാളിറ്റി ഒക്കെ കൊടുക്കുന്നത് കൊണ്ട് ഇറ്റ്സ് പേഴ്സോണിഫിക്കേഷൻ. ഓക്കെ, സോ പെട്ടെന്ന് നമ്മൾ ആൻസർ ചെയ്ത് പോവുക. ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. പെട്ടെന്ന് എന്ത് ചെയ്യുക? ആൻസർ ചെയ്ത് പോകുക. ഓക്കെ, ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിംഗ് റിപ്പീറ്റഡ് അറ്റ് ദി എൻഡ് ഓഫ് ഈച്ച് സ്റ്റാൻസ. അത് നമ്മളൊന്ന് പഠിക്കുക അല്ലേ. അത് നമ്മൾ ഇതുവരെ പറയാത്തൊരു കാര്യമായതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചേടാം. ലാസ്റ്റ് കണ്ട ഓരോ സ്റ്റാൻസയുടെയും എൻഡിൽ കണ്ട ഒരു ലൈൻ റിപ്പീറ്റ് ചെയ്ത് പോകുന്നത് ആൻഡ് ഇൻ വണ്ടർ അല്ലേ. ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിംഗ്. ഇത് ഫസ്റ്റ് സ്റ്റാൻസയിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പോയ കാര്യമല്ലേ, റിപ്പീറ്റ് ചെയ്ത് പോയതല്ലേ. ഫസ്റ്റ് സ്റ്റാൻസയിൽ അതേ ലൈൻ തന്നെ വേറെ ഏതെങ്കിലും ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിംഗ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ഓരോ സ്റ്റാൻസയിലും റിപ്പീറ്റ് ചെയ്ത് പോകുന്നതിന് എന്താ പറയുക? യെസ്, ആൻസർ ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിംഗ്. കണ്ടോ, തേർഡ് സ്റ്റാൻസയിലും അതേ ലൈൻ തന്നെ റിപ്പീറ്റ് ചെയ്തു. അതിന് നമ്മൾ എന്താ പറയുക? വേഗം പറഞ്ഞ ആൻസർ. അതിൻ്റെ ആൻസർ എന്തായിരിക്കും? വേഗം പറഞ്ഞേ, ആൻസർ വേഗം പറഞ്ഞേ. റിഫ്രെയിൻ ആണ്. ഓക്കെ, അങ്ങനെ റിപ്പീറ്റഡ് ലൈൻസ് പോകുന്നുണ്ടെങ്കിൽ ഓർത്ത് വെക്കുക. ഓരോ സ്റ്റാൻസയിലും ഒരു ലൈൻ തന്നെ, ഓരോ സ്റ്റാൻസയിലും ഒരേ ലൈൻ, സെയിം ലൈൻ റിപ്പീറ്റ് ചെയ്ത് പോകുന്ന ലൈനാണ് കേട്ടോ. ഒരു ഫുൾ ലൈൻ റിപ്പീറ്റ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് റിഫ്രെയിൻ. എന്താണ്? റിഫ്രെയിൻ. മറന്നു പോവോ? റിഫ്രെയിൻ. ഓക്കെ, then while walking in the woodlands with my feet I have touched the blades of grass. അപ്പോൾ ടച്ച് ചെയ്തു എന്നൊക്കെ പറയുമ്പോഴേ അവിടെ അറിയാം ടാക്റ്റൈൽ, ഇമേജറി ആണ് അല്ലേ. ഇമേജറി ആണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ദാറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ ഇമേജറി. ഓക്കെ, ക്ലിയർ ആണോ? ദെൻ പിന്നെന്താ, ഇത് നോക്കിക്കേ. റീഡ് ദി ഫോളോവിങ് ലൈൻസ് ഫ്രം ദി പോം. ഐ ഹാവ് pricked my ears, I have opened my eyes, I have bared my heart to the world. അപ്പോൾ അവിടെ നോക്കിക്കേ, ഹാവ്, ഐ ഹാവ് കണ്ട കോൺസിക്യൂട്ടീവ് ലൈൻസിൽ ഐ ഹാവ് റിപ്പീറ്റ് ചെയ്ത് വരികയാണ് അല്ലേ. ഐ ഹാവ്. അപ്പോൾ ആ ഒരു റിപ്പറ്റീഷൻ ഐ ഹാവ് എന്ന് പറയുന്നത് ബിഗിനിങ് ഓഫ് ഈച്ച് ലൈൻ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ എന്തായിരിക്കും? അലിട്രേഷൻ ആണോ, മെറ്റഫർ ആണോ, അനഫോറ, റിഫ്രെയിൻ. അപ്പോൾ ഇത് നമ്മൾ കേൾക്കാത്ത രണ്ട്, നമ്മൾ USS എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യല്ലേ. അപ്പോൾ നമ്മൾ ഏറ്റവും എപ്പോഴും കേൾക്കുന്ന കാര്യം തന്നെയാണോ കേൾക്കേണ്ടതല്ല. പുതുതായിട്ടൊരു കാര്യം കേട്ടാൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. റിഫ്രെയിൻ എന്താണ്? ലൈൻ റിപ്പീറ്റ് ചെയ്ത് പോകുന്നതായിരുന്നു. അപ്പോൾ ഇതേപോലെ ഒരു ഫ്രേസ് തൊട്ടടുത്ത ലൈൻസിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നതിന് നമ്മൾ പറയും അനഫോറ. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അനഫോറയും റിഫ്രെയിനും ഏതൊക്കെയാണ്? അനഫോറ ആൻഡ് റിഫ്രെയിൻ ആണ്, മറന്നു പോകരുത്. ഓക്കെ,
repetition എന്താണ് anaphora ഡിഫറൻസ് തന്നിട്ടുണ്ട്. Anaphora means repetition of a word or phrase at the beginning of successive lines or clauses to create emphasis or rhythm കൊടുക്കാൻ. repetition of a word അല്ലെങ്കിൽ ഒരു phrase I have എന്ന് പറയുന്ന ഒരു phrase അല്ലേ, ഓരോ വേർഡിൻ്റെയും സക്സസീവ് ലൈൻസ് തൊട്ടടുത്ത ലൈൻസിൽ റിപ്പീറ്റ് ചെയ്ത് പോവുകയാണ്. സോ ദാറ്റ് ഈസ് കോൾഡ് എന്താണ് anaphora എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ. യെസ്, ഇനി വാട്ട് ഈസ് റിഫ്രൈൻ? എന്താണ് റിഫ്രൈൻ? റിഫ്രൈൻ ഈസ് എ ലൈൻ ഓർ ഗ്രൂപ്പ് ഓഫ് ലൈൻസ് റിപ്പീറ്റഡ് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് ഇൻ എ പോം അല്ലേ. യൂഷ്വലി അറ്റ് ദി എൻഡ് ഓഫ് ഈ സ്റ്റാൻസ, ഒരു സ്റ്റാൻസയുടെ അവസാനം ഒരേ ലൈൻ ഓരോ സ്റ്റാൻസയും അവസാനിക്കുമ്പോൾ ഒരു ലൈൻ റിപ്പീറ്റ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് റിഫ്രൈൻ. മറന്നു പോകരുത്, ബിഗിനിങ് ലൈൻസിൻ്റെ ബിഗിനിൽ ഫ്രേസോ വേർഡോ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താ anaphora. പുതിയൊരെണ്ണം കിട്ടിയില്ലേ, poetic ഡിവൈസ് എന്താണ് anaphora കേട്ടോ. അപ്പോൾ ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉള്ളൊരു പോമല്ലേ, അപ്പോൾ ചാൻസ് ഇല്ലേ ചോദിക്കാൻ. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. anaphorയും പിന്നെ ഏതാണ് റിഫ്രൈനും. ഓക്കെ, anaphora എന്ന് പറയുന്നത് ഒരു ലൈൻസിൻ്റെ തുടക്കത്തിലാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, തുടക്കം ബിഗിനിങ്ങിൽ. ഇനി റിഫ്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻസയുടെ എൻഡിൽ റിപ്പീറ്റ് ചെയ്ത് അടുത്ത സ്റ്റാൻസയുടെ എൻഡിൽ ലൈൻ റിപ്പീറ്റ്, ഒരു ലൈൻ ഫുള്ള് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് റിഫ്രെയിൻ. ഓക്കെ, റിപ്പീറ്റഡ് അറ്റ് ദി എൻഡ് ഓഫ് സ്റ്റാൻസാസ്, അതാണ് റിഫ്രെയിൻ. anaphorയോ കോൺസിക്യൂട്ടീവ് സക്സസീവ് ലൈൻസിൽ തുടക്കം ബിഗിനിങ്ങിൽ റിപ്പീറ്റ് ചെയ്യുന്നത് anaphorയാണ്. ക്ലിയർ ആണോ? anaphorയും അതുപോലെ നന്നായിട്ട് ഇത് മനസ്സിലായോ? യെസ്, താങ്ക് യു, നന്നായിട്ട് മനസ്സിലായല്ലോ. യെസ്, anaphorയും റിഫ്രെയിനും ആണ് അല്ലേ. anaphorയും റിഫ്രെയിൻ തുടക്കമാണ്, ബിഗിനിങ് ഓഫ് ലൈൻസ് ആണെങ്കിൽ anaphora, റിപ്പീറ്റഡ് അറ്റ് ദി എൻഡ് ഓഫ് ഈച്ച് സ്റ്റാൻസ ആണെങ്കിലോ അതിന് പറയും റിഫ്രെയിൻ. കേട്ടല്ലോ, റിഫ്രെയിൻ. യെസ്, ഇനി വേഗം ദി വേർഡ് അമേസ്മെൻറ്റ്. എന്താണ് അമേസ്മെൻറ്റ്? അമേസ്മെൻറ്റ് മീനിങ് എന്താ? വേഗം ആൻസർ ഓപ്ഷൻസ് ഉണ്ട്, ABCD. വേഗം ഒന്ന് ഇട്ടേ, കമൻറ്റ് ഇട്ടേ വേഗം. ദി വേർഡ് അമേസ്മെൻറ്റ് മീൻസ് എന്താണ്? ആങ്കർ ആണോ, സർപ്രൈസ് ആണോ? ഇവിടെ എന്താ സിനോണിംസാണ് ചോദിച്ചത്. പെട്ടെന്ന് നമ്മളിതൊക്കെ എന്താണ് റീകോൾ ചെയ്യാണ് പഠിച്ച കാര്യങ്ങൾ, സിനോണിംസിനെയാണ് ചോദിക്കുന്നത്. യെസ്, ദി വേർഡ് അമേസ്മെൻറ്റ് മീൻസ് എന്തായിരിക്കും? സർപ്രൈസ് ആണോ, ആങ്കർ ആണോ, ടയർഡ്നെസ് ആണോ, സാഡ്നെസ് ആണോ? അമേസ്മെൻറ്റ്. വാട്ട് ഈസ് ഇറ്റ്? യെസ്, വാട്ട്സ് കറക്റ്റ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ? ഓപ്ഷൻ ബി ആണ്. ദി സിനോണിം ഓഫ് ഫ്രാഗ്രൻസ്. എന്താണ് ഫ്രാഗ്രൻസ്? സിനോണിമാണ് ചോദിക്കുന്നത്. സിനോണിം നോയ്സ് ആണോ, അരോമയാണോ, കളറാണോ, ടേസ്റ്റ് ആണോ, ഏതാണ്? യെസ്, വേഗം പറഞ്ഞു. സിനോണിം ഓഫ് ഫ്രാഗ്രൻസ്. നമ്മുടെ ക്ലാസ് കഴിയാറായി, വേഗം എനർജി ആയിട്ട് പവർഫുൾ ആയിട്ട് വേഗം പറഞ്ഞേ. സിനോണിം ഓഫ് ഫ്രാഗ്രൻസ് ഈസ് കറക്റ്റ് ആണ്. യെസ്, ആരോമ. യെസ്, വെരി ഗുഡ്. ബി എല്ലാവരും ഇടുന്നുണ്ട് ഓപ്ഷൻ ആരോമ. യെസ്, കറക്റ്റ്. ദി ഓപ്പോസിറ്റ് ഓഫ് നോൺ എന്താണ്? നോണിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താണ്? വേഗം പറഞ്ഞേ. ഫെമിലിയർ ആണോ, നോൺ ഫെമിലിയർ ആണോ? ഓപ്പോസിറ്റ് ആണ് ആൻറ്റോണിം. ഓപ്പോസിറ്റ് നമ്മൾ എന്താ പറഞ്ഞിരുന്നേ? ആൻറ്റോണിം എന്നാണ് പറഞ്ഞേ, മറന്നു പോകരുത്. ആൻറ്റോണിം ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്, സിനോണിം അല്ല. ഓപ്പോസിറ്റ് ഫെമിലിയർ ആണോ, കോമൺ ആണോ, അൺനോൺ ആണോ, നാച്ചുറൽ ആണോ? വേഗം പറഞ്ഞേ. യെസ്, ഫെമിലിയർ. അതാണോ കറക്റ്റ്? നോ, ഏതാണ്? സി ആണ്. യെസ്, വെരി ഗുഡ്. കറക്റ്റ് ഏതാണ്? സി. ഓപ്പോസിറ്റ് ഓഫ് നോൺ അൺനോൺ. അൺനോൺ അറിയുന്നതും അറിയാത്തതും അല്ലേ. നോണിൻ്റെ ഒപ്പോസിറ്റ് ആണ് എന്ത്? അൺനോൺ. ആൻറ്റോണിം എന്ന് പറയുന്നത് അൺനോൺ ആണ്. വേഗം. ദി വേർഡ് സ്റ്റാർട്ടിൽഡ്. അതൊക്കെ ചോദിക്കാം. സ്റ്റാർട്ടിൽ വൊക്കാബുലറി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. സ്റ്റാർട്ടിൽ മീൻസ് എന്താണ്? സ്റ്റാർട്ടിൽഡ് എന്താണ്? സർപ്രൈസ്ഡ് ആണോ, സ്ലീപ്പിംഗ് ആണോ, തിങ്കിങ് ആണോ, ബോർഡ് ആണ്? ഏതാണ്? സർപ്രൈസ്ഡ്, ഷോക്കിംഗ്, സർപ്രൈസ്ഡ് ആണ്. ദി വേർഡ് സ്റ്റാർട്ടിൽ മീൻസ് എന്താണ്? ഓപ്ഷൻ ഏതാണ്? യെസ്, കറക്റ്റ് ഓപ്ഷൻ ഇസ് സർപ്രൈസ്ഡ്. എ ആണ് കറക്റ്റ് ഓപ്ഷൻ. ഇനി ഗ്ലാഡ്നെസ്. ആൻറ്റോണിം ഓഫ് ഗ്ലാഡ് ജോയ് ഒക്കെ നമ്മൾ ഏതിൻ്റെയോ സിനോണിമായിട്ട് പഠിച്ചായിരുന്നല്ലോ. എന്തിൻ്റെ ആയിരുന്നു? ഗ്ലാഡ്, ജോയ്, ഇതൊക്കെ ഏതിൻ്റെ? ഹാപ്പിയുടെ ആയിരുന്നു. അപ്പോൾ ഇവിടെ നോക്ക്, ജോയ്, ഹാപ്പിനെസ്, സ്മൈല്, ഇതെല്ലാം സിനോണിംസ് ആണ് അല്ലേ. ഗ്ലാഡ്നെസ്സിൻ്റെ സിനോണിംസ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഒറ്റൊരു ആൻറ്റോണിമേ ഉള്ളൂ. ഏതാണത്? ആൻറ്റോണിം ആയിട്ട് വരുന്നത്? യെസ്, സി ആണ് ഇവിടെ ആൻറ്റോണിം. ഓക്കെ, ദി ആൻറ്റോണിം ഓഫ് ഗ്ലാഡ്നെസ് ഈസ് സി, ഓപ്ഷൻ സി. ദി വേർഡ് സ്വെയ്ഡ് മീൻസ് എന്താണ്? ടു മൂവ് ഓർ ഇൻഫ്ലുവൻസ് ആണ് സ്വെയ്ഡ് എന്ന് പറയുന്നത്. മൂവ് ഓർ ഇൻഫ്ലുവൻസ് ആണ് സ്വെയ്ഡ്. ദി ഓപ്പോസിറ്റ് ഓഫ് സ്ട്രൂൺ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കാറ്റേർഡ് എന്നാണ് സ്ട്രൂണിൻ്റെ അർത്ഥം. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? കളക്റ്റഡ് ആണ്. എന്താണ്? കളക്റ്റഡ് ആണ്. ഓക്കെ, സിനോണിം. ഇനി അടുത്തത് എന്താ? സിനോണിം ഓഫ് ബെയേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പൺ ആയിട്ട് റിവീൽ ചെയ്യുക എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് കവേർഡ് ആണ്. ഓക്കെ, എന്താണ്? കവേർഡ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വൊക്കാബുലറി സെക്ഷൻ. പിന്നെ എറ്റേണിറ്റി എന്ന് പറഞ്ഞാൽ ഫോർ എവർ, എന്നും നിലനിൽക്കുന്നതല്ലേ എറ്റേണിറ്റി. ഫോർ എവർ. പിന്നെ എന്താണ്? മാഡൻ്റെ ആൻറ്റോണിമായിട്ട് വരുന്നത് ഏതാ? മാഡൻ എപ്പോഴും നമ്മൾ ദേഷ്യം വരുമ്പോഴാണ് നമ്മൾ മാഡ് ആവുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ ആൻറ്റോണിമായിട്ട് കാം അല്ലേ. കാംഡ് ആണ് അതിൻ്റെ
ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും നമ്മൾ കാര്യങ്ങൾ എന്തൊക്കെ പഠിച്ചു? യെസ്, നമ്മളിവിടെ ക്വസ്റ്റ്യൻ ടാഗ്, ഗ്രാമർ പോർഷൻ ഡിസ്കസ് ചെയ്തു, ക്വസ്റ്റ്യൻ ടാഗ്, സിനോണിംസ്, ആൻറ്റോണിംസ്, ഇഫ് ക്ലോസ്, ടെൻസ്, ഇതെല്ലാം നമ്മൾ കവർ ചെയ്തു അല്ലേ? അപ്പോൾ അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുക്കുക, നന്നായിട്ട് പഠിക്കുക. നമ്മൾ USS എന്ത് ചെയ്യുക? ക്രാക്ക് ചെയ്തെടുക്കും. അപ്പോൾ സ്കോളർഷിപ്പ് എക്സാമിനേഷൻ നന്നായിട്ട് എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് നന്നായിട്ട് എഴുതുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.